താങ്ക് യു ഫേബി ആൻഡി. പ്രൈസ് ദ ലോർഡ്. എല്ലാവർക്കും കേൾക്കാമോ? കേൾക്കാം സിസ്റ്റർ, കേൾക്കാം. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ശാംസ മനാദന രബനാരി കാലി ഘടകദബക ശന്തലേ സബന ദുരകല ഘടകദബക ശന്തലി സീകമാനി ബലാടി കാദിബക ശന്തല സബര ദുരകല ഘടകദബക ശന്തലേ. രക്തത്താലും വചനത്താലും ജയമെടുക്കുന്നു എന്റെ ദൈവത്തിന് സ്തോത്രം. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായിരിക്കുന്ന സ്വർഗീയ ദൈവമേ, നല്ല പിതാവേ, അടിയന്റെ രാത്രികാലം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ ടൈം സോണുകളിൽ യേശോപ്പച്ചന്റെ മുഖത്തേക്ക് നോക്കിയിരിക്കുന്ന ദാസിദാസന്മാരായിരിക്കുന്ന ഞങ്ങളെ സ്വർഗം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന കൃപയ്ക്കായിട്ട് എന്റെ ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. രാവിലെയും വൈകിട്ടും ഉച്ചയ്ക്കും നിന്റെ സന്നിധിയിൽ ഹല്ലേലൂയ ദാവീദിനെ പോലെ സങ്കടം ബോധിപ്പിച്ച് കരയുവാൻ ഞങ്ങൾക്കൊരു അരുമനാഥനെ എന്റെ അപ്പൻ തന്നിരിക്കുന്ന കൃപയ്ക്കായിട്ട് എന്റെ ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, തകർന്നു നുറുങ്ങിയിരിക്കുന്ന ഹൃദയത്തെ യഹോവേ നീ നിരസിക്കുകയില്ല. അപ്പന്റെ പാദപീഠത്തെങ്കിൽ ഇന്ന് ഞങ്ങൾ അമർന്നിരിക്കുമ്പോൾ യേശുപ്പച്ച ഞങ്ങളോട് നീ സംസാരിക്കണമേ കർത്താവെ. അടിയനുള്ളവയെ ഞാൻ യേശുവിന്റെ തിരുരക്തത്തിൽ മറയ്ക്കുന്നു. രക്തത്താലും വചനത്താലും ജയമെടുക്കുന്നു എന്റെ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇരമ്യാവിനോട് നീ പറഞ്ഞതുപോലെ ദൈവമേ, ഹല്ലേലൂയ, അവന്റെ നാവിൽ കൊടുത്ത വചനത്തിന് വേണ്ടി നീ ജാഗരിച്ചു കൊള്ളാമെന്ന് പറഞ്ഞുവെങ്കിൽ അപ്പാ ആ വചനത്തെ അടിയനും മുറുകെ പിടിക്കുന്നു കർത്താവെ. പുത്രത്വത്തിന്റെ ആത്മാവിൽ ശുശ്രൂഷ ചെയ്യുവാൻ അടിയനെ സഹായിക്കണമേ. എവിടെയും എന്റെ അഹം പൊങ്ങുവാൻ എന്റെ കർത്താവ് സമ്മതിക്കല്ലേ. ഈ സൂം പ്ലാറ്റ്ഫോമിനെ യേശുപ്പച്ചന്റെ കരത്തിൽ തരുന്നു കർത്താവെ. ഇത് ലീഡ് ചെയ്യുന്ന ഫേബി ആന്റിക്കായി സ്തോത്രം കർത്താവെ. ഹല്ലേലൂയ. ദൈവമേ, ഞങ്ങൾ ഓരോരുത്തരും അപ്പന്റെ നീതിയുള്ള വചനത്തിന്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ ലുതിയുടെ ഹൃദയം തുറന്നതുപോലെ ഞങ്ങളോട് കർത്താവെ പരിശുദ്ധാത്മാവ് ഇടപെട്ട് സംസാരിക്കുന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ഹല്ലേലൂയ. നിന്നിലേക്ക് നോക്കിയവർ ഹല്ലേലൂയ അവരുടെ മുഖം പ്രകാശിതമായി എന്ന തിരുവചനത്തിൽ വായിക്കുന്നത് പോലെ ഹല്ലേലൂയ ഇന്ന് ഞങ്ങളോട് പരിശുദ്ധാത്മാവ് ഇടപെടുന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. മാനവും മഹത്വവും നിനക്ക് മാത്രം. സകലത് ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച ഒന്നേശോപ്പച്ചന്റെ നാമത്തിൽ താഴ്മയോട് അപേക്ഷിക്കുന്നു. കൃപയുടെ ഉത്തരമരുളുമാറാകണമേ. ആമേൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. എബനീസർ മലയാളം ഫെലോഷിപ്പ് സിംഗപ്പൂരിലുള്ള ഈ സഭയോടുകൂടെ വർഗീസ് പാസ്റ്ററിന്റെയും ഫേബ ആന്റിയുടെയും ഈ സഭയോടുകൂടെ ദൈവമക്കളോടുകൂടെ ഒരുമിച്ചായിരിക്കാൻ എന്റെ സർവശക്തനായ ദൈവം എനിക്ക് ഈ ഭൂമുഖത്ത് ഒരവസരം തന്നതിന് എന്റെ രക്ഷകനെ, എന്റെ വീണ്ടെടുപ്പുകാരനെ സകലരുടെയും മധ്യത്തിൽ വെച്ച് ഞാൻ താണു വണങ്ങി നമസ്കരിച്ച് സ്തുതി സ്തോത്രം അർപ്പിക്കുന്നു. ഹല്ലേലൂയ. എന്നെ ഈ മീറ്റിംഗിലേക്ക് എന്നെ ഫേബ ആന്റിയെ പരിചയപ്പെടുത്തി തന്നത് മിനി സിസ്റ്റർ ആണ്. ഈ ഗ്രൂപ്പിൽ വരുന്നത് ഞാൻ ഒരു പ്രാവശ്യമേ ഈ ഗ്രൂപ്പിൽ വന്നിട്ടുള്ളൂ. ഒത്തിരി അനുഗ്രഹിക്കപ്പെട്ട ഗ്രൂപ്പാണെന്ന് അന്ന് മനസ്സിലായി. പക്ഷെ പകുതി ഉറക്കത്തിലായിരുന്നു, അതുകൊണ്ട് അങ്ങ് ഉറങ്ങിപ്പോയി. ഇന്ന് ഞാൻ ഉറങ്ങാതെ കാപ്പിയൊക്കെ കുടിച്ച് റെഡിയായിരിക്കുകയാണ്. എന്റെ ദൈവത്തിന് സ്തോത്രം. എന്റെ പേര് പ്രീതി എന്നാണ്. ഞാൻ കർത്താവിന്റെ കൃപയാൽ ക്ലോസ് ടു 30 years ആയി അമേരിക്കയിൽ മിഷിഗണിൽ താമസിക്കുന്നു. എനിക്ക് എന്റെ ഹസ്ബൻഡിന്റെ പേര് പ്രകാശ്. അച്ഛച്ച ഇതുവരെയും രക്ഷിക്കപ്പെട്ടിട്ടില്ല. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് 30 വർഷമായി. എന്നെ പോലെ ഇങ്ങനെ തനിയെ വിശ്വാസത്തിൽ നിൽക്കുന്ന വ്യക്തി ജീവിതങ്ങളെ നോക്കി പരിശുദ്ധാത്മാവ് വിവേചിക്കുകയാണ്. എന്റെ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ തനിയെ ആണെങ്കിലും കർത്താവ് നമ്മുടെ കൂടെ, നമ്മുടെ പടകിൽ ഉള്ളിടത്തോളം കാലം നമ്മൾ ഒന്നിനും ഭാരപ്പെടേണ്ട. ഞാൻ അതിനൊരു സാക്ഷിയാണ്. ഹല്ലേലൂയ. 30 വർഷം അച്ചാച്ചന്റെ അടിയും കുത്തും ഒക്കെ കൊണ്ട് ജീവിച്ചെങ്കിലും ഞാൻ വിശ്വസിക്കുന്നു ഞാൻ അവന്റെ പക്ഷമല്ല, അവൻ എന്റെ പക്ഷം ചേരുമെന്ന്. എന്റെ ദൈവത്തിന് സ്തോത്രം. കർത്താവിന്റെ കൃപയാൽ എനിക്ക് 3 കുഞ്ഞുങ്ങളുണ്ട്. മക്കള് ഉണ്ടാകത്തില്ലെന്ന് വാദിച്ച വാദഗതിയുടെ മുമ്പിൽ ഹല്ലേലൂയ അപ്പന്റെ സന്നിധിയിൽ മുഴങ്കാൽ മടക്കുന്ന ഒരു വ്യക്തി ജീവിതത്തെ പോലും നമ്മളെ വേറെ എവിടെയും മുട്ടുകുത്തുവാൻ കർത്താവ് സമ്മതിക്കത്തില്ല. ഹല്ലേലൂയ. 2 പെൺകുഞ്ഞുങ്ങളും ഒരു മോനും. 3 പേരും കോളേജിൽ പഠിക്കുന്നു. അച്ചാച്ചൻ നാട്ടിൽ പോയിരിക്കുന്നത് കൊണ്ട് എനിക്ക് സന്തോഷത്തോടെ കർത്താവിന്റെ നീതിയുള്ള വചനം പറയാൻ സർവ്വ സ്വാതന്ത്ര്യമുണ്ട്. എത്ര നേരം വേണമെങ്കിലും എല്ലാവരും ഇരിക്കാൻ തയ്യാറാണെങ്കിൽ ഞാൻ രാത്രി മൊത്തം ഇരുന്നോളാം. എനിക്ക് ഒരു കുഴപ്പമില്ല. എന്റെ ദൈവത്തിന് സ്തോത്രം. നമ്മളൊരു തുറന്ന മനസ്സോടുകൂടെ, എനിക്കങ്ങനെ വലിയ പ്രഭാഷക ആ ഒരു കഴിവൊന്നും എനിക്കില്ല. പക്ഷെ ഒന്ന് എനിക്കറിയാം, നമ്മുടെ ഹൃദയം വേദനിക്കുമ്പോൾ നമ്മൾ വചനമെടുത്ത് നമ്മൾ അപ്പന്റെ സന്നിധിയിൽ ഉരുവിടുമ്പോൾ പ്രവർത്തിക്കുന്ന ഒരു കർത്താവുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. ആ ദൈവത്തിനായി ഞാൻ എന്റെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഞാന് ഒരു ജേക്കബൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് 7th ഗ്രേഡിൽ രക്ഷിക്കപ്പെട്ടു വന്നതാണ്. എന്റെ കുടുംബത്തിൽ ആരും രക്ഷിക്കപ്പെട്ടിട്ടില്ല. അതായത് എന്റെ മമ്മി, എന്റെ ഡാഡിയും മമ്മിയും, ഡാഡി 2017 യേശുപ്പച്ചനെ അറിയാതെ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. ഇവിടെ വെച്ചായിരുന്നു മരണം. മമ്മി ഈ ജാനുവരിയിൽ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. മമ്മി രഹസ്യമായി രക്ഷിക്കപ്പെട്ടു. പക്ഷെ സ്നാനപ്പെടാനൊന്നും അവസരം ഉണ്ടായില്ല. അവസരങ്ങൾ ഉണ്ടായില്ല എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. മമ്മിക്ക് അവസരങ്ങൾ മുന്നിൽ കൊടുക്കുമ്പോഴും ഒത്തിരി പ്രാർത്ഥിക്കുന്ന ഒരു അമ്മയാ. പക്ഷെ പ്രാർത്ഥിക്കുന്നതും അറിയത്തോടും അങ്ങനെയൊക്കെ ആയതുകൊണ്ട് മമ്മിയുടെ പ്രാർത്ഥന
പ്രാർത്ഥന ദൈവം പലപ്പോഴും കേട്ടിട്ടുണ്ടെന്ന് എനിക്കറിയാം. അല്ലെങ്കിൽ ഞാൻ ഇന്ന് ഈ ഭൂമുഖത്ത് ഞാനും സിസ്റ്ററും ഒന്നും ഗതി പിടിക്കാതെ ഇരുന്നേനെ. പക്ഷേ എന്റെ യേശപ്പച്ചൻ ബോവസിന്റെ വയലിൽ ഹല്ലേലൂയ സ്തോത്രം രൂത്ത് എത്തിയതുപോലെ കർത്താവ് എന്നെ 7th ഗ്രേഡിൽ രക്ഷിക്കപ്പെടാനായിട്ട് ഒരു CSI ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒരു സിസ്റ്റർ മുഖാന്തരമാണ്. ഞാൻ എന്നും ഓർക്കും ധന്യ സൂസൻ ചെറിയാൻ. ഇന്ന് എവിടെയാണ് പുള്ളിക്കാരി എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ആ സഹോദരി മുഖാന്തരമാണ് ഞാൻ രക്ഷ എന്താണ്, ജീസസ് ഇസ് മൈ സേവിയർ എന്ന് ഞാൻ ആദ്യം പഠിച്ചത്. അപ്പൊ ആ സമയത്ത് എനിക്ക് മാത്ത് ഒന്നും അറിയത്തില്ലായിരുന്നു. അപ്പൊ ഈ കൊച്ചിന് മലയാളവും അറിയത്തില്ല. അപ്പൊ അത് മലയാളത്തിന് ജയിക്കാൻ വേണ്ടി അപ്പൊ എന്നോട് പറഞ്ഞു, ഞാൻ ജീസസിനോട് എപ്പോഴും പ്രാർത്ഥിക്കുന്നേ, പ്രീതിയും അതുപോലെ പ്രാർത്ഥിച്ചാൽ മതിയെന്ന്. കർത്താവിന്റെ കൃപയാൽ ഉന്തി ഉരുട്ടിയൊക്കെ ഞാൻ പരീക്ഷ പാസ്സായി അങ്ങനെ ഇവിടം വരെയൊക്കെ എത്തി. ദൈവത്തിന്റെ കൃപ ഒന്നുകൊണ്ട് മാത്രം. എന്റെ ദൈവത്തിന് സ്തോത്രം. ഞാൻ 91 through 95 കാലഘട്ടത്തിൽ കോയമ്പത്തൂരിൽ ഫിസിക്കൽ തെറപ്പി പഠിക്കാൻ പോയപ്പോഴാണ് വാസ്തവമായി ഞാൻ ഒരു രക്ഷകനെ രുചിച്ചറിഞ്ഞത്. എനിക്കൊരു സിസ്റ്റർ ഉണ്ട്. സിസ്റ്റർ കാത്തലിക് ബാക്ക്ഗ്രൗണ്ടിലാണ് പുള്ളിക്കാരിയെ കെട്ടിച്ചേക്കുന്നത്. സിസ്റ്ററും രക്ഷിക്കപ്പെട്ടിട്ടില്ല. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നു, ഒരു കുളമ്പ് പോലും ശേഷിക്കാതെ കർത്താവിന്റെ യേശുപ്പച്ചനെ അറിയുവാൻ, നിത്യജീവന്റെ അവകാശിയാകുവാൻ നമ്മളെ വിളിച്ച് വേർതിരിച്ചിട്ടുണ്ടെങ്കിൽ ഹല്ലേലൂയ, ഒരു കുളമ്പ് പോലും ശേഷിക്കാതെ കർത്താവ് എല്ലാവരെയും ചേർത്ത് പിടിക്കും. അതിനായിട്ട് നമ്മൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മളുടെ ആ വിശ്വാസത്തെയാണ് കർത്താവ് എപ്പോഴും മാനിക്കുന്നത്. നിനക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഹല്ലേലൂയ, ഈ മലയോട് വെള്ളത്തിൽ ചാടിപ്പോവുക, കടലിൽ ചാടിപ്പോവുക എന്ന് പറഞ്ഞാൽ അത് ചാടിപ്പോകുമെന്ന്. ഇന്ന് പകൽക്കാലം അടിയന് വലിയ വിശ്വാസമൊന്നുമില്ലായിരുന്നു. പക്ഷേ വിശ്വാസത്തിന്റെ ചിറക് വിരിക്കാനായിട്ട് നമ്മളെ ഏൽപ്പിച്ചു കൊടുത്തു കഴിയുമ്പോൾ കർത്താവ് നമ്മളെ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും ചെയ്യിപ്പിക്കുന്ന ഒരു കർത്താവിനെയാണ് ഞാൻ നിങ്ങൾ സേവിക്കുന്നത്. എന്റെ ദൈവത്തിന് സ്തോത്രം. അങ്ങനെ 92-ലാണ് ശരിക്കും ഞാൻ ഒരു പ്രയർ ഗ്രൂപ്പ്, എന്റെ പേര് പ്രീതി എന്നായതുകൊണ്ട് എന്നെ വിശ്വാസത്തിൽ കൊണ്ടുവന്ന ഫ്രണ്ട്, ആ ഫ്രണ്ടിന്റെ പേരും എന്നെ വിശ്വാസത്തിൽ കൊണ്ടുവന്ന ഫ്രണ്ടിന്റെ പേര് ജൂലി എന്നാണ്. അതിന്റെ ഫ്രണ്ടിന്റെ പേര് പ്രീതി എന്നാണ്. അത് ആ കൊച്ച് അതിന്റെ ഫ്രണ്ടിനെ വിളിച്ചപ്പോ ഞാൻ ഓർത്തു എന്നെയാ വിളിക്കുന്നതെന്ന് വിചാരിച്ച് ഞാൻ പുറകെ ചെന്ന് എന്നെ വിളിച്ചോന്ന് ചോദിച്ചു. അത് എന്നെ കർത്താവ് അന്നേരെ നോട്ടമിട്ടിരിക്കുമായിരുന്നു. അങ്ങനെ ആ പ്രീതിയെ വിളിക്കുന്നതിന് മുമ്പായിട്ട് ഈ പ്രീതിയെ കർത്താവിന്റെ വയലിൽ ചേർത്തു. എന്റെ ദൈവത്തിന് സ്തോത്രം. ഞാൻ വളരെ ചുരുക്കമായി എന്റെ സാക്ഷ്യം പറയാം, കാരണം വചനത്തിലേക്ക് നമുക്ക് കർത്താവ് തരുന്ന ദൂതുകളിലേക്കൊക്കെ കടക്കാനായിട്ട്. അങ്ങനെ 92-ല് ഇങ്ങനെ പ്രയർ ഗ്രൂപ്പിൽ അവരൊക്കെ നഴ്സിംഗ് സ്റ്റുഡൻസ് ആയിരുന്നു. അപ്പം പ്രയർ രാത്രിയിൽ സ്റ്റഡി ക്ലാസ് കഴിഞ്ഞിട്ട് അവരൊക്കെ പ്രാർത്ഥനയ്ക്ക് പോകുമ്പോൾ എന്നെ എന്നും വിളിക്കും. അപ്പൊ ഞാൻ ഓർക്കും, ഇവർ ഈ മുറി അടച്ചിട്ടിട്ട് എന്താ ഇത്രമാത്രം പ്രാർത്ഥിക്കുന്നതെന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. അപ്പം ഞാനും പോയി അതൊക്കെ പോയി നോക്കി നിൽക്കും. ഇവര് കഥ അടച്ചിട്ട് പ്രാർത്ഥിക്കുമ്പോൾ പാട്ടൊക്കെ പാടുന്ന, എനിക്ക് പാടാനില്ലായിട്ട് അറിയത്തില്ലെങ്കിലും പാട്ട് കേൾക്കുന്നത് വലിയ ഇഷ്ടമാണ്. അപ്പൊ ഞാൻ ഈ പാട്ട് കേൾക്കാൻ വേണ്ടി അവിടെ പോയി എല്ലാ ദിവസവും ഈ ഫ്രണ്ട് എന്നെ വിളിക്കുമായിരുന്നു, ജൂലി എന്നെ വിളിക്കുമായിരുന്നു. അപ്പൊ ഞാൻ ഒരു ദിവസം വിചാരിച്ചു, എന്തായാലും ഒന്ന് നോക്കാം. പ്രിയ ദൈവമക്കളെ, അങ്ങനെ ആരെങ്കിലും നമ്മളെ ഇങ്ങനെ വിളിച്ച് മുഷിപ്പിക്കുമ്പോൾ നമ്മൾ ആ വിളി കേട്ട് യേശുപ്പച്ചന്റെ പുറകെ പോകണം കേട്ടോ. അത് നമ്മൾ മറന്നു പോലെ, അത് വലിയ വിടുതലിന് കാരണമാകും. അങ്ങനെ ഞാനും അകത്ത് പോയി ഒരു ദിവസം. അപ്പൊ ആദ്യമേ ഇപ്പൊ ഒരു തമിഴിയൻ അക്കായത് ഈ ഒരു മേട്രൺ പുള്ളിക്കാരിയായത് ഈ പ്രയർ ഗ്രൂപ്പ് നടത്തുന്നത്. അപ്പം മലയാളികളും ഉണ്ട്. അപ്പൊ ഫിസിക്കൽ തെറപ്പി ഞാൻ പഠിക്കുന്ന ഞാൻ മാത്രമേ ഉള്ളൂ ഈ വേറെ ഫാക്കൽറ്റി എന്ന് വന്നേക്കുന്ന ഒരു കൊച്ച്. അപ്പം ഇത് കഴിഞ്ഞിട്ട് പാട്ട് പാടി കഴിഞ്ഞിട്ട് ഈ അക്ക തമിഴിൽ പറഞ്ഞു. ഇതിനകത്ത് തമിഴ് സംസാരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല, ഞാനിപ്പം മറന്നുപോയെല്ലാം. പക്ഷെ നമുക്കെല്ലാം ഏസോപ്പനെ തുതിപ്പെറോന്ന് അങ്ങനെ പറഞ്ഞു, സ്തോത്രം ചെയ്യാനായിട്ട് പറഞ്ഞു. അപ്പൊ എല്ലാവരും കൂടെ കണ്ണടച്ച് എന്തൊക്കെയോ പറയാൻ തുടങ്ങി. അപ്പൊ ഞാൻ ആദ്യമായിട്ട് അങ്ങനെ ഒരു ഭാഷ കേൾക്കുന്നത്. അത് കഴിഞ്ഞ് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പൊ പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് വെളിയിൽ ഇറങ്ങി വന്നപ്പോൾ എല്ലാ സഹോദരിമാര് ഓരോരുത്തരൊക്കെ ഇങ്ങനെ കൃപാവരങ്ങളുള്ള ഓരോരുത്തരും ഞങ്ങൾ അത് കണ്ടു ഇത് കണ്ടു എന്നൊക്കെ പറയും. അപ്പൊ എനിക്കും ഒരു അത്ഭുതം, എന്താ ഇവരൊക്കെ ഈ കാണുന്നതെന്ന്. അങ്ങനെ ഞാനും ഒരു ദിവസം ഞാൻ എന്നെ വിശ്വാസത്തിൽ കൊണ്ടുവന്ന ഈ ജൂലിയോട് ഞാൻ പറഞ്ഞു, നമുക്ക് ഈ അക്കയെ പോയി ഒന്ന് കാണാം എന്താണെന്ന്. അപ്പം ഉപവാസം എന്താണെന്നും, എന്റെ വീട്ടില് ഇങ്ങനെ സ്റ്റോൺസ് ഓർത്തഡോക്സ് എന്നൊന്നും പറയാൻ പറ്റത്തില്ല. മമ്മി ഒത്തിരി പ്രാർത്ഥിക്കും. പക്ഷെ എല്ലാ ആഴ്ചയിലും അമ്മച്ചിയാ, ഗ്രാൻഡ് മദറാ ഞങ്ങളെ പള്ളിയിലൊക്കെ കൊണ്ടുവന്ന്. ഇപ്പം ഇങ്ങനെ ഞങ്ങളുടെ വീട്ടിൽ ഉപവാസവും പ്രാർത്ഥനയും അത് അങ്ങനെയൊന്നും ഇല്ല. പക്ഷെ സന്ധ്യാപ്രാർത്ഥനയുണ്ട്. രാവിലെ എണീറ്റ് മമ്മി ഒരു 4 മണി മുതൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന കണ്ടിട്ടുണ്ട്. മമ്മിയുടെ ബൈബിള് ഇന്നും കയ്യിലുണ്ട്. അത് നനഞ്ഞു കുതിർന്ന മക്കൾക്ക് വേണ്ടി മമ്മി പ്രാർത്ഥിക്കുന്നു. അപ്പം അങ്ങനെയല്ലാതെ ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഒരു ഉപവാസമോ അങ്ങനെയൊന്നും ഉള്ള ഒരു ലൈഫ് സ്റ്റൈലിലല്ല ഞാൻ ജീവിച്ചത്. അപ്പൊ അവരെല്ലാം പറഞ്ഞു, ഉപവാസം എടുത്ത് അവിടോട്ട് ചെല്ലുവാണെങ്കിൽ അഭിഷേകം പ്രാപിക്കാൻ പറ്റുമെന്ന്. അപ്പൊ ഞാനും ഈ ഫ്രണ്ടും കൂടെ, ഉപവാസം എന്താണെന്ന് അറിയാത്ത ഞാൻ അന്ന് പട്ടിണി കടന്ന് എനിക്കും ഇത് ലഭിക്കാൻ വേണ്ടി ഹല്ലേലൂയ ഞാനും അകത്തോട്ട് ഞാനും ഈ ഫ്രണ്ടും കൂടെ അകത്ത് ചെന്നു. അപ്പൊ അവിടെ ചെന്നപ്പോ അക്ക ആദ്യമേ പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ട് പറഞ്ഞു, തുറന്ന മനസ്സോടെ ഇരുന്ന് നീ യേശുപ്പച്ചനോട് ചോദിക്കും, നിനക്ക് അഭിഷേകം പ്രാപിക്കണമെന്ന്. പ്രിയ ദൈവമക്കളെ, ഇന്ന് ഞാൻ പെന്തക്കോസ്ത് സമൂഹത്തിൽ ഞാൻ ഇന്ന് പോകുന്ന ഇവിടെ അമേരിക്കയിൽ പോകുന്ന എല്ലാവർക്കും അഭിഷേകം ഇല്ല എന്നുള്ള, പെന്തക്കോസ്തുകാർക്ക് എല്ലാവർക്കും
ആരെയും ഞാൻ സ്റ്റീരിയോടൈപ്പ് ചെയ്യുവല്ല, എന്നോട് ക്ഷമിക്കണം. പലർക്കും അഭിഷേകം ഇല്ല എന്നുള്ള കാര്യം, ഞാൻ ആ അഭിഷേകത്തിന്റെ വില ഞാനിപ്പോ ചർച്ചിൽ ചെന്ന് നിൽക്കുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. പ്രിയ ദൈവമക്കളെ, ഈ അഭിഷേകം എന്ന് പറയുന്നത്, ഹല്ലേലൂയ, ഒരുവന്റെ വിടുതലിന് വേണ്ടി കർത്താവ് ഒരുവനെ അഭിഷേകം ചെയ്തിട്ടുണ്ടെങ്കിൽ അഭിഷേകം നുകത്തെ തകർക്കുമെന്നാണ് തിരുവചനം പറയുന്നത്. അപ്പൊ ഈ അഭിഷേകം ഇല്ലാത്തവർ ആത്മാർത്ഥമായിട്ട് ഇന്ന് രാത്രി, ഇവിടെ രാത്രിയാ, നിങ്ങൾ ഏത് ടൈം സോണിലാണോ ഇരിക്കുന്നത്, അപ്പനോട് ചോദിച്ചാൽ തരാത്തതായിട്ടൊന്നുമില്ല. യേശുപ്പച്ചന് ഒത്തിരി ഇഷ്ടമാണ് നമ്മൾ ആവശ്യമുള്ള കാര്യങ്ങൾ, യേശുപ്പച്ചന്റെ ഹിതപ്രകാരം നമ്മൾ എന്ത് ചോദിച്ചാലും ഹല്ലേലൂയ നമ്മുടെ ആവശ്യങ്ങളെ സാധിപ്പിച്ചു തരുമെന്നുള്ള അവന്റെ നീതിയുള്ള വാഗ്ദത്തത്തിനായി ഞാൻ അവനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്നോട് കർത്താവിന് കൂടുതൽ സ്നേഹമുള്ളത് കൊണ്ടാണോ, എന്നെ വിശ്വസിപ്പിക്കാനാണോ, നിമിഷങ്ങൾക്കകം 10 മിനിറ്റ് പോലും എടുത്തില്ല. ഞാൻ ആദ്യം ഒരു വലിയ വെളിച്ചം എന്റെ മേലോട്ടൊന്ന് ഞാൻ അങ്ങ് പുറകോട്ട് മറിഞ്ഞുപോയി. അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് അഭിഷേകം പ്രാപിക്കുന്നത്. അതിനുശേഷം 93-ൽ കർത്താവിന്റെ കൃപയാൽ ഇങ്ങനെ, അന്നേരം എനിക്ക് വചനം എന്താണെന്നോ ഇതൊന്നും എനിക്ക് അറിയത്തില്ല. ആ പടം സാംസ് 23 അറിയാം, 91 അറിയാം, 51 അറിയാം, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ എനിക്ക് അറിയത്തുള്ളൂ. അതിൽ നിന്ന് കർത്താവ് എന്നെ വളർത്താൻ തുടങ്ങി. അങ്ങനെ 93-ൽ കർത്താവിന്റെ കൃപയാൽ നിത്യജീവന്റെ അവകാശിയാകുവാനും ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതുവാനും ഒക്കെ എന്റെ കർത്താവ് എനിക്ക് ഭാഗ്യം തന്നു. അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് ഞാൻ എല്ലാവരും PT നഴ്സിങ്ങിനെക്കാട്ടിലും ഇച്ചിരി കൂടെ പ്രയാസമാണ്. എല്ലാവരും സ്റ്റഡി ലീവിനൊക്കെ പഠിക്കുമ്പോൾ ഞാൻ എങ്ങനെ അഭിഷേകത്തിന്റെ നിറവ്, കൂടുതൽ ഭാഷ എങ്ങനെ, അന്യഭാഷ എങ്ങനെ വളർത്തിയെടുക്കാം, ഇതിലൊക്കെ ഞാൻ സ്പെഷ്യലൈസ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ പരീക്ഷയുടെ തലേ ദിവസം ആകുമ്പോൾ ക്വസ്റ്റ്യൻസ് ഒന്നും നമ്മൾ എല്ലാവരും എല്ലാം പഠിക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കുകയും രാത്രിയിൽ ഈ 11:59 to 12:01 സമയത്ത് കർത്താവിന്റെ പ്രത്യേക കൃപ ലഭിക്കുമെന്ന് ആരാണ്ട് പറഞ്ഞു. അപ്പൊ ഞാൻ ടെറസിന്റെ മണ്ടേ പോയിരുന്നു. അന്നൊക്കെ എന്റെ മുട്ട് കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും കളിയാക്കും. അതുപോലെ ഞാൻ ചാടി 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 എന്റെ കർത്താവിന്റെ കൃപയാൽ ഞാനും വേറൊരു ഫ്രണ്ടും കൂടെ അങ്ങനെ കർത്താവിന്റെ നിറവ് അനുഭവിക്കാൻ എന്റെ യേശുപ്പച്ചൻ എനിക്ക് കൃപ തന്നു. എന്റെ ദൈവത്തിന് സ്തോത്രം. പ്രിയ ദൈവമക്കളെ, ഇതൊക്കെ നമ്മൾ ആഗ്രഹിക്കണം കേട്ടോ. ഇതെല്ലാം കർത്താവ് നമുക്ക് തരും. നമ്മൾ അമ്മമാരായ നമ്മളൊക്കെ ഇതൊക്കെ കർത്താവിനോട് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, പിള്ളേരെയൊക്കെ സ്കൂളിൽ വിട്ടതിന് ശേഷം യേശുപ്പച്ചന്റെ സന്നിധിയിൽ ഇരുന്ന് ഇതൊക്കെ നമ്മൾ ആഗ്രഹിക്കണം. കർത്താവ് ഇതെല്ലാം തരാൻ വിശ്വസ്തനായിരിക്കാൻ ഞാൻ അവനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ ഞാൻ എക്സാമിന്റെ തലേദിവസം ആകുമ്പോഴത്തേക്കും ഞാൻ എവിടെയെങ്കിലും പ്രാർത്ഥനയുണ്ട്, ജീസസ് കോൾസ്, ബ്രദർ ദിനകരൻ വരുമ്പോൾ അങ്ങോട്ട് പോകുന്നു, ഇങ്ങോട്ട് പോകുന്നു, ഇതിനെല്ലാത്തിന്റെ പുറകെ നടക്കുന്നതുകൊണ്ട് എനിക്ക് പഠിക്കാൻ നേരമില്ല. പരീക്ഷയുടെ തലേദിവസം ആകുമ്പോൾ ഞാൻ യേശുപ്പച്ചന്റെ കാലെ പിടിക്കും, യേശുപ്പച്ച എന്നെ ലജ്ജിപ്പിക്കല്ലേ, എന്നെ ലജ്ജിപ്പിക്കല്ലേ എന്ന് കോസ്റ്റ്യൻസ് കാണിച്ചു തരുന്ന ഒരു കർത്താവിനെയാണ് ഞാൻ സേവിക്കുന്നത് കേട്ടോ. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ പഠിക്കാൻ, എന്റെ കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുക്കും, നിങ്ങൾക്ക് പഠിക്കാൻ കഴിവില്ലേ, യേശുപ്പച്ചന്റെ സന്നിധിയിലിരുന്ന് പറ. ക്വസ്റ്റ്യൻസ് കാണിച്ചു തരുന്ന ഒരു അപ്പനെയാണ് ഞാൻ സേവിച്ചത്. അതുകൊണ്ട് എന്റെ തലമുറകളും അതുപോലെ സേവിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പൊ ഞാൻ എന്റെ കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുക്കും, നിങ്ങൾക്ക് പഠിക്കാൻ കഴിവില്ലെങ്കിൽ യേശുപ്പച്ചനോട് പറയുമ്പോൾ ക്വസ്റ്റ്യൻസ് അവൻ കാണിച്ചു തരും. അങ്ങനെ കർത്താവിന്റെ അടുത്ത് നമ്മൾ പറ്റിച്ചേർന്നിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കർത്താവ് നമുക്ക് അവന്റെ ഹൃദയം നമുക്ക് പൊഴിച്ചു തരുമെന്നാ പറഞ്ഞത്. എന്റെ ദൈവത്തിന് സ്തോത്രം. നമ്മുടെ തലമുറകൾക്കൊക്കെ പഠിക്കാനൊക്കെ ബുദ്ധിമുട്ടാണോ, അവർക്ക് കഴിവില്ലേ, ഓർമ്മശക്തിയില്ലേ, യേശുപ്പച്ചന്റെ കരത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. ആ കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ സർവശക്തനായിരിക്കാൻ ഞാൻ അവനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ പക്ഷേ എന്റെ അവിടെ ഞാൻ ഒരു തമിഴ് പ്രയർ ഗ്രൂപ്പിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അവിടുത്തെ ആ പാസ്റ്റർ ആണെങ്കിൽ എന്താ തമിഴിയനും, ഈ അമ്മച്ചി പാസ്റ്റർ അമ്മച്ചി ആണെങ്കിൽ മലയാളിയുമായിരുന്നു. അങ്ങനെ അവിടെ 3 തരം സർവീസ് ഉണ്ട്, ഇംഗ്ലീഷ് സർവീസ്, തമിഴ് സർവീസ്, മലയാളം സർവീസ്. ഇങ്ങനെ ഈ സർവീസ് എല്ലാം അറ്റൻഡ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് അങ്ങനെ ഞാൻ സ്നാനപ്പെട്ടു. അപ്പൊ അവിടെ നിന്നപ്പോൾ ഒരു ദേവദാസൻ അവിടെ ഉപവാസ പ്രാർത്ഥനയ്ക്ക് വന്ന സമയത്താണ് എന്റെ തലയെ കൈവച്ച് പറഞ്ഞത്, നീ ദൈവവചനം പഠിക്കും, നീ കർത്താവിനെ സേവിക്കും, കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി നിന്നെ വിളിച്ചിരിക്കുവാന്ന് പറഞ്ഞു. പ്രിയ ദൈവമക്കളെ, 26-27 വർഷം ഞാൻ അതിനുശേഷം 95-ൽ എന്റെ കല്യാണം കഴിഞ്ഞു. വീട്ടുകാര് ഞാൻ വീട്ടിൽ ചെന്ന് പറഞ്ഞു, എനിക്കിങ്ങനെ കല്യാണാലോചന വന്ന സമയത്ത് ഞാൻ പറഞ്ഞു, എന്റെ ഡാഡിയോട് പറയാൻ എനിക്ക് പേടിയായിട്ട് ഞാൻ മമ്മിയോട് പറഞ്ഞു, മമ്മി എനിക്ക് രക്ഷിക്കപ്പെട്ട ഒരാളെ വേണം കല്യാണം കഴിക്കാൻ ആഗ്രഹമെന്ന്. മമ്മി അത് പതുക്കെ ഡാഡിയോട് പറഞ്ഞപ്പോൾ ഡാഡി പറഞ്ഞു, അവളെ കെട്ടാൻ പ്ലാസ്റ്റർ വരും എന്നും പറഞ്ഞു. വീട്ടില് ഇച്ചിരി പ്രശ്നങ്ങളൊക്കെ ആയി, ഇച്ചിരി അല്ല ഒത്തിരി പ്രശ്നങ്ങളായി. അങ്ങനെ ഡാഡിക്ക് കുറച്ച് ഹാർട്ട് പ്രോബ്ലംസ് ഒക്കെ ഉള്ള ഒരാളായിരുന്നു. അങ്ങനെ ICUയിൽ കിടക്കുന്ന സമയത്ത് എന്റെ മമ്മി എന്നോട് ഒന്ന് പറഞ്ഞു, നിനക്ക് കർത്താവായിരിക്കും വലുത്, എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തനിയെ ജീവിക്കാൻ ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് നിനക്ക് ഇളയതായിട്ട് ഒരു കൊച്ചും കൂടി ഉണ്ട്, അത് നീ ചിന്തിച്ചിട്ട് വേണം കുടുംബത്തിന് അപമാനം ഉണ്ടാക്കാൻ. അങ്ങനെ അപ്പന്റെ മുഖത്തേക്ക് ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ എനിക്ക് എന്റെ ഡാഡിയോട് ഭയങ്കര സ്നേഹമാണ്. അപ്പൊ ഞാൻ കാരണം അപ്പന്റെ പ്രിയപുത്രി ആയിരുന്നു. ഞാൻ ഒരു നിമിഷം എന്റെ യേശുപ്പച്ചനെ ഞാൻ മറന്നു. അങ്ങനെ ഞാൻ ഈ വിവാഹത്തിന് സമ്മതിച്ചു. അങ്ങനെ രക്ഷിക്കപ്പെടാത്തൊരു വ്യക്തിയെ ഞാൻ കല്യാണം കഴിക്കേണ്ടതായിട്ട് വന്നു. അതിനുശേഷം 7 മാസത്തിന്
കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഇങ്ങോട്ട് ഇവിടെ അമേരിക്കയ്ക്ക് വന്നു. ഇന്ന് വരെയും അച്ചാച്ചന് 12th ഗ്രേഡ് വരെ മർത്തോമാ സഭയിലാണ് സൺഡേ സ്കൂളൊക്കെ പഠിച്ചതെങ്കിലും ഒരു വാശിപ്പുറത്ത് ജീവിക്കുന്നത് പോലെയാ. കാരണം എന്താ പറയാ, ഞങ്ങൾ തമ്മിൽ വിശ്വാസത്തിന്റെ അന്തരം എന്ന് പറയുന്നത് അത്രയ്ക്കുണ്ട്. ആ ഒരു വിഷയം പറഞ്ഞാണ് ഞങ്ങളുടെ വീട്ടിൽ എപ്പോഴും വഴക്കവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അത് ഞങ്ങൾ ഇവിടെ വന്നു. അപ്പം ഞാൻ ഒന്ന് പറയട്ടെ, നമ്മൾ കർത്താവിനോട് ചേർന്ന് ഇരുന്നാൽ മാത്രമേ കർത്താവ് മനസ്സ് പൊഴിച്ചു തരത്തുള്ളൂ. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാരെയും ഞാൻ 3 വട്ടം ദൈവത്തിന്റെ സന്നിധിയിൽ ബാക്ക് സ്ലൈഡ് ചെയ്ത് പോയ ഒരു വ്യക്തിയാകട്ടോ. അപ്പം ആദ്യം ഞാൻ വന്നു, ആദ്യം എക്സാം എടുത്തു. അപ്പൊ ഞാൻ ടെമ്പററി പെർമിറ്റിലാണ് ഞങ്ങൾ ഇവിടെ വന്നത്. 18 months കഴിഞ്ഞ് ഫസ്റ്റ് ടൈം എക്സാം എടുത്തു. അപ്പൊ നമ്മൾ ലോകത്തിന്റെ പുറകെ നടക്കുന്ന സമയത്ത് കർത്താവ് നമ്മുടെ പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ നിൽക്കത്തില്ല. അപ്പൊ ഞാൻ ആദ്യത്തെ എക്സാം എഴുതി, ഞാൻ 2 മാർക്കിന് ഫെയിലായി. പിന്നെയും ഞാൻ 3 മാസം കഴിഞ്ഞ് വീണ്ടും എക്സാം എടുത്തു. അന്നേരം ഞാൻ 1 മാർക്കിന് ഫെയിലായി. അപ്പൊ അങ്ങനെ എന്റെ ജീവിതത്തിൽ തകർച്ചകൾ ഇങ്ങനെ അനുഭവിക്കാൻ തുടങ്ങി, ഒന്നിന് പുറകെ ഒന്നായിട്ട്. അപ്പൊ ഞാൻ ദൈവത്തെ മറന്നൊന്നും ചെയ്യുന്നില്ല. പക്ഷെ എനിക്ക് 2 വഞ്ചിയിലും കാലുകുത്തി നിൽക്കേണ്ട ഒരു അവസ്ഥയാണ്. രാവിലെ എഴുന്നേറ്റ് എനിക്ക് ഈ അന്യഭാഷ പോകരുത്, കർത്താവിന്റെ ആ ഒരു അനുഭവത്തിൽ നിന്ന് മാറിപ്പോലെന്ന് എനിക്ക് നിർബന്ധമുണ്ടെങ്കിലും, പക്ഷേ സൺഡേയിൽ അച്ചാച്ചന്റെ കൂടെ പള്ളിയിൽ പോകണം. അവിടെ ചെന്ന് നിന്ന് ഞാൻ അന്യഭാഷയിൽ ആരാധിച്ചുകൊണ്ട് ഇങ്ങനെ ബുക്ക് വായിക്കുന്നതൊക്കെ ഞാൻ അന്യഭാഷയാ പറയുന്ന, ആരും കേൾക്കാതെ ചുണ്ടനക്കി നിൽക്കത്തേ ഉള്ളൂ. പക്ഷേ എന്നാലും ഞാൻ അങ്ങനെ 2 വഞ്ചി കാലുകുത്തി നിൽക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നു. എനിക്ക് അത് വിസയുടെ ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായ സമയത്ത് ഒന്ന് തലമുറ ഉണ്ടാകുന്നില്ല, അതൊരു വിഷയം. 2 വിസയുടെ പ്രോബ്ലം ഒക്കെ ആയപ്പോഴത്തേക്കും അച്ചാച്ചന്റെ ഉപ്പാപ്പന് ഒരു അച്ഛനാ ഇന്നിവിടെ കോപ്പയായിട്ട് ഫ്ലോറിഡയിലുണ്ട്. പുള്ളിക്കാരൻ അച്ചാച്ചനോട് പറഞ്ഞു, എടാ നീ ഇവളെ കെട്ടിയിട്ട് നിനക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടായോ? ഒന്ന്, ഇവള് പരീക്ഷ പാസ്സാകുന്നില്ല, 2 നിനക്ക് തലമുറ ഉണ്ടാകുന്നില്ല. ഇപ്പം ഇതിനെക്കാട്ടിലും ഭേദം നീ ഇവളെ കളഞ്ഞേച്ച് വല്ല മദാമയും കെട്ടുന്നതായിരിക്കും നിനക്ക് നല്ലതെന്നൊക്കെ പറഞ്ഞു കൊടുത്തു. അപ്പൊ എനിക്ക് ആദ്യത്തെ ഡിവോഴ്സ് പേപ്പർ എന്റെ കയ്യിൽ. അപ്പൊ ഉപ്പാപ്പൻ എന്നോട് പറഞ്ഞു, നീ മറിയത്തോട് പ്രാർത്ഥിക്കാതെ നിനക്ക് ഒരിക്കലും ഒരു തലമുറ ഉണ്ടാകത്തില്ലെന്ന്. പക്ഷേ ഞാൻ ഒന്ന് പറയാം ദൈവമക്കളെ, നമ്മൾ അപ്പന്റെ സന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ, അപ്പന് വേണ്ടി നിലകൊണ്ടിട്ടുണ്ടെങ്കിൽ, നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു കർത്താവിനെയാ ഞാനും നിങ്ങളും സേവിക്കുന്നത്. അതിനായിട്ട് ഞാൻ എന്റെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അപ്പം വീട്ടിൽ വിളിച്ചു പറഞ്ഞു, ഡാഡിയോട് പറഞ്ഞു ഇങ്ങനെയുള്ള. അപ്പൊ ഞാൻ പാത്തും പതുങ്ങിയൊക്കെ അന്നേരം പ്രാർത്ഥനയ്ക്ക് പോകാൻ തുടങ്ങി. കാരണം എനിക്ക് വന്ന സമയത്ത് അങ്ങനെ മലയാളികളെ ഒന്നും അത്ര അറിയത്തില്ല, നെയ്ബേഴ്സിനെ ഒന്നും അറിയത്തില്ല. അപ്പൊ അങ്ങനെ എങ്ങനെയോ ഞങ്ങൾക്ക് കർത്താവിന്റെ കൃപയാൽ ഒരു ദേവദാസിനെ പരിചയപ്പെടാൻ ഇടവന്നു. തോമസ് പാസ്റ്റർ എന്ന പാസ്റ്ററിന്റെ പേര്. അന്നേരം ആ പാസ്റ്റർ പാത്തും പതുങ്ങി ആന്റിയും കൂടെ എന്നെ ഇങ്ങനെ പ്രാർത്ഥനകൾക്കൊക്കെ കൊണ്ടുപോകും. അപ്പൊ എനിക്ക് അന്നൊന്നും അറിയത്തില്ല. നമ്മളൊക്കെ സാധാരണ ഒരു യാക്കോബായാലും അർത്തോമ ചർച്ചിലൊക്കെ പോവുകയാണെങ്കിൽ സമയത്തിന് സർവീസ് കഴിയും. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ നിന്ന് ശുശ്രൂഷ ചെയ്യുന്ന സമയത്താണെങ്കിൽ ആ സമയത്തിനും കാലത്തിനും ചിലപ്പം അരമണിക്കൂർ മുന്നോട്ട് പോയെന്നിരിക്കും. അപ്പൊ അങ്ങനെ വീട്ടിൽ വരാൻ ഇച്ചിരി ഒരു ദിവസം ഒത്തിരി താമസിച്ചു ഞാൻ വീട്ടിൽ വന്നത്. അഭിഷേകത്തിന്റെ നിറവിൽ നിന്ന് ആരാധിച്ച് അവിടെ അങ്ങ് നിന്നു. അത് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴത്തേക്കും അച്ചാച്ചൻ ആ സമയത്ത് ഉപ്പാപ്പനെ വിളിച്ചു. ഉപ്പാപ്പൻ ലൈറ്റൊക്കെ ഓഫാക്കി മുറിക്കകത്ത് ഇരിക്കുക. അങ്ങനെ എന്നെ കണ്ടുപിടിച്ച് ഞാനിങ്ങനെ പ്രാർത്ഥനയ്ക്കൊക്കെ പോകുന്നത്. അത് വലിയ വിഷയമായി വീട്ടിൽ. അത് കഴിഞ്ഞപ്പോൾ അന്നേരത്തേക്കാണ് എനിക്ക് ഈ ഡിവോഴ്സ് പേപ്പർ ആദ്യത്തെ തരുന്നത്. അന്നേരം ഉപ്പാപ്പൻ എന്നോട് പറഞ്ഞു, നീ മറിയത്തോട് പ്രാർത്ഥിക്കാത്രത്തോളം കാലം നിനക്ക് തലമുറ ഉണ്ടാകത്തില്ലെന്ന്. ഞാൻ അന്നേരം ഉപ്പാപ്പനോട് ഞാൻ പറഞ്ഞു, എന്റെ ദൈവം വിശ്വസ്തനാ, എനിക്ക് തലമുറയെ കർത്താവ് തരും. അപ്പം ഞങ്ങൾ തമ്മിലുള്ള വിഷയങ്ങളൊക്കെ മൂർധന്യത്തിൽ എത്തി നിൽക്കുന്ന സമയത്താണ്. അപ്പം ഒരു രീതിയിലും ഞങ്ങൾ തമ്മിൽ ഒരു ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ് ഇല്ലാത്തൊരു സമയത്താണ് ഈ ഉപ്പാപ്പന് ഈ വിഷയങ്ങളൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഒരു പ്രാർത്ഥനയ്ക്ക് പാത്തും പതുങ്ങി പോയപ്പോ അവിടെ വന്ന ഒരു ദേവദാസ് എന്റെ തലയെ കൈവച്ച് പറഞ്ഞു, നിനക്ക് തലമുറ 3 ദൈവം തരുന്നതെന്ന്. സത്യം പറഞ്ഞാൽ സാറായി ചിരിച്ചതുപോലെ ഞാനും അവിടെ നിന്ന് ചിരിച്ചു. കർത്താവ് ഇതെങ്ങനെ സാധിക്കും? 1, ഡിവോഴ്സ് പേപ്പർ കയ്യിൽ ഇരിക്കുന്നു. 2, എന്നെ നാട്ടിലോട്ട് പറഞ്ഞു വിടാൻ ഇരിക്കുക എന്നെ. അതുപോലെ തന്നെ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ് ഇല്ലാത്തപ്പം എങ്ങനെയാണ് ഒരു തലമുറ ഉണ്ടാകുന്നത്? ഇതൊക്കെ ഞാൻ അവിടെ നിന്ന് ചിന്തിച്ച് ഞാൻ കർത്താവിനോട് ചോദിച്ചു, യേശപ്പച്ച നീ വല്ല ട്രിപ്ലറ്റ്സിനെയാണോ എനിക്ക് തരാൻ പോകുന്നത്? കാരണം ഒന്നും സംഭവിക്കാത്തടത്തുനിന്ന് 3 തലമുറ ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞപ്പം എനിക്കത് ഒരു വിശ്വസിക്കാൻ പറ്റാത്തതുപോലെ ആയിപ്പോയി. അപ്പം എന്തായാലും ഞാൻ ആലോചിച്ചു, കർത്താവിന്റെ സന്നിധിയിൽ ഇരുന്ന് ഞാൻ ചിന്തിച്ചു, യേശപ്പച്ച എനിക്ക് നീ എനിക്ക് എന്തായാലും ഡിവോഴ്സ് പേപ്പർ തന്ന് എന്നെ നാട്ടിലോട്ട് വിടുക. എനിക്ക് മുന്നും പിന്നും ചിന്തിക്കാനൊന്നുമില്ല. ഒരു തലമുറയിലും നീ തന്നിരുന്നെങ്കിൽ ഞാൻ അതിനെ വളർത്തിക്കൊണ്ട് ഞാൻ ജീവിച്ചോളാം എന്നൊക്കെ ഞാൻ ദൈവസന്നിധി പറയാൻ തുടങ്ങി. പക്ഷെ മാനുഷികമായിട്ട് ഞങ്ങൾ തമ്മിൽ 2 അന്തരത്തിൽ നിൽക്കുന്ന ഒരു സമയത്ത് ഏത് രീതിയിലാണ് എന്റെ കാര്യങ്ങൾ നടക്കുന്നത്. അപ്പം ഞാൻ ആദ്യമായിട്ട് 21 ദിവസം ഞാൻ ഉപവസിക്കാനായിട്ട് ദൈവസന്നിധിയിലിരുന്നു. ആ സമയത്താണ് ഞാൻ പ്രാർത്ഥനയ്ക്ക് പോയിരുന്ന ഒരു ആന്റി എന്നോട് പറഞ്ഞു തന്നു. പുള്ളിക്കാരി ഒരു നേഴ്സാ. എന്നോട് പറഞ്ഞു തന്നു, പ്രീതി ഇങ്ങനെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം വരച്ച് പ്രാർത്ഥിക്കണമെന്ന്.
വന്നു. ഞാൻ അനാറ്റമി നാട്ടിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നത് കൊണ്ട് റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ഒക്കെ വരയ്ക്കാൻ അത്ര പാടൊന്നും ഇല്ലായിരുന്നു. അത് വരച്ച് ഞാൻ ഇന്ന് ശമൂവേലേ എന്ന് പറഞ്ഞ് ഞാൻ കർത്താവിനോട് പറയും, എങ്ങനെ സ്പേം ട്രാവൽ ചെയ്യും, എങ്ങനെ അത് സൈഗോട്ട് ആകും, ഇതെല്ലാം ഞാൻ വരച്ച് കർത്താവിന്റെ സന്നിധിയിൽ ഞാൻ ഈ 21 ദിവസവും പ്രാർത്ഥിച്ചു. അപ്പൊ ഈ ദേവദാസൻ രണ്ടാമതൊരിക്കൽ കൂടെ വന്നപ്പോ എന്നോട് പറഞ്ഞു, ഈ ഉപവാസം നടക്കുന്നതിന്റെ ഇടയ്ക്ക് എന്നോട് പറഞ്ഞു, ഒക്ടോബർ 7 നിന്റെ അങ്ങനെ ഒരു ദിവസം ഉണ്ടെങ്കിൽ നിന്റെ ജീവിതത്തിൽ കർത്താവ് ഒരു അത്ഭുതം പ്രവർത്തിക്കുന്നു. ഞാൻ അത് അന്ധമായിട്ട് അങ്ങ് വിശ്വസിച്ചു. ഞാനും പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രിയ ദൈവമക്കളെ, കർത്താവ് ഒരു കാര്യം നമ്മളോട് വാഗ്ദത്തം ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ വാഗ്ദത്തത്തിൽ വിശ്വസ്തനാണ്. കർത്താവിന് ഇറ്റ്സ് ഓൾവേസ് എ യെസ് ആൻഡ് ആമേൻ. ദൈവം നമ്മൾ അവിശ്വസ്തരായിരുന്നാലും അവൻ വിശ്വസ്തനാണ്. ആ ഒക്ടോബർ 7 അച്ചാച്ചൻ ഒരു എന്തോ ആൽക്കഹോളിക് ആയിട്ട് നടക്കുന്ന ഒരു സമയമായിരുന്നു. എന്നിട്ട് പോലും എന്റെ ദൈവം ആ രാത്രിയിൽ എനിക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിച്ചു. അങ്ങനെയാണ് മൂത്ത മോൾ ഉണ്ടാകുന്നത്. പ്രിയ ദൈവമക്കളെ, നമ്മുടെ കർത്താവിന്റെ സന്നിധിയിൽ നമ്മൾ വിശ്വസ്തയോടെ ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ശക്തനായിരിക്കാൻ ഞാൻ അവനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. മൂത്ത മോൾക്ക് ഞങ്ങൾ പേരിട്ടേക്കുന്ന റിബേക്ക എന്ന. ഗാഡ് ഇസ് ഫെയ്ത്ത്ഫുൾ. അതെ, ആ ഡിവോഴ്സ് പേപ്പർ വലിച്ചു കീറിയത് അവള് മുഖാന്തരമാണ്. എന്റെ ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. പിന്നെ 2, 3 ഇങ്ങനെ ഓരോരുത്തർ പുറകെ ഞാനുണ്ട് എന്ന് പറഞ്ഞ് വരാൻ തുടങ്ങി. മോനാണെങ്കിൽ ആ സമയത്ത് മോൻ ഉണ്ടാകുന്ന സമയത്താണ് എനിക്ക് അച്ചാച്ചനൊരു കാർ ആക്സിഡന്റ് ഉണ്ടായി. പുള്ളിക്കാരൻ ഒരു ഹെഡ് ഇഞ്ചുറി പേഷ്യന്റാ. അപ്പം ഞാൻ അന്ന് എന്റെ കുഞ്ഞിനെ ഞാൻ വയറ്റിൽ അവൻ 6.5 മാസം പ്രഗ്നന്റാ. അതായത് രാവിലെ എഴുന്നേറ്റ് പുള്ളിക്കാരൻ ഇച്ചിരി അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരാളാണ്. എന്ത് കാര്യവും തനിയെ എടുത്ത് എനിക്ക് ചെയ്യാൻ കഴിയുമെന്നൊരു ചിന്തയുള്ള ഒരാളാണ്. അപ്പൊ തലേ ആഴ്ചയിൽ തനിയെ വണ്ടിയുടെ എയർ കണ്ടീഷൻ ഫിക്സ് ചെയ്യാനായിട്ട് പുള്ളിക്കാരനും കസിനും കൂടെ ചെയ്തപ്പോഴത്തേക്കും പുള്ളിക്കാരൻ ഓർത്തു ഇത് തന്നെ ചെയ്യാൻ പറ്റുമെന്ന്. അപ്പൊ ഞങ്ങൾ മേടിച്ച വണ്ടിക്ക് ഒരു യൂസ് കാർ ആയിരുന്നു. ആ വണ്ടിയുടെ എയർ കണ്ടീഷൻ വർക്ക് ചെയ്യുന്നു എന്ന് പറഞ്ഞ അവര് ഞങ്ങൾക്ക് തന്നത്. പക്ഷെ അത് വർക്ക് ചെയ്യുന്നില്ലായിരുന്നു. അപ്പൊ സമ്മർ ടൈം ആയതുകൊണ്ട് മൂത്ത മോൾക്ക് ഒത്തിരി ഇങ്ങനെ പെർസ്പയർ ചെയ്യുന്നത് കൊണ്ട് പുള്ളിക്കാരൻ ഇത് തന്നെ ചെയ്യാൻ തുടങ്ങി. അപ്പൊ ഞാൻ അച്ചാച്ചനോട് പറഞ്ഞു, അച്ചാച്ച ഇങ്ങനെയൊന്നും ചെയ്യല്ലേ, നമുക്ക് എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞെങ്കിലും പുള്ളിയുടെ ഹൃദയത്തിൽ എന്തെങ്കിലും ഒന്ന് പുള്ളി ചിന്തിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് പ്രവർത്തിച്ചു കഴിയുമ്പോഴേ നമ്മൾ അറിയത്തുള്ളൂ. അന്ന് രാവിലെ ഞാൻ കുഞ്ഞുങ്ങളെ മൂത്ത 2 പേരെയും കൊണ്ട് സ്കൂളിലും ഡേ കെയറിലും ആയിട്ട് പോയ സമയത്ത് അന്നേരം ഞാൻ ഇത് പുള്ളിക്കാരൻ ലൈബ്രറിയിൽ നിന്ന് ഈ ഫ്രീ ഓൺ എങ്ങനെ നിറയ്ക്കണമെന്നൊക്കെ ഉള്ളത് വരച്ചു വെച്ചേക്കുന്നത് ഞാൻ കണ്ടു. പുള്ളിക്കാരൻ ഉറങ്ങുന്നത് കൊണ്ട് ഞാൻ വിചാരിച്ചു അച്ചാച്ചനെ വിളിക്കൊന്നും വേണ്ടാന്ന്. അപ്പൊ നോർമലി വീട് അടുത്തായതുകൊണ്ട് ഞാൻ പുള്ളിക്കാരൻ ആഫ്റ്റർനൂൺ ജോലിക്ക് പോകുന്ന സമയമായതുകൊണ്ട് ഞാൻ വീട്ടിൽ ലഞ്ച് കഴിക്കാൻ വരുമായിരുന്നു. അപ്പൊ അന്ന് എന്നെ വിളിച്ചപ്പം പുള്ളിക്കാരൻ പറഞ്ഞു, അച്ഛൻ പറഞ്ഞു, നീ ഇങ്ങോട്ട് വരണ്ട, ഞാൻ ഇപ്പം തന്നെ നേരത്തെ ജോലിക്ക് പോവുക, നീ വേണേ ബാങ്കിൽ പോയി പിള്ളേർക്ക് സിറ്ററിന് കൊടുക്കാനുള്ള പൈസയൊക്കെ എടുക്കാൻ വേണ്ടി പൊക്കോന്ന് പറഞ്ഞു. ഞാനത് വിശ്വസിച്ച് വലത്തോട്ട് പോരേണ്ട ഞാൻ ഇടത്തോട്ട് പോയി. അത് കഴിഞ്ഞ് ഞാൻ ജോലി നിൽക്കുന്ന സമയത്ത് ഒരു 3:30, 4 മണിയായപ്പോൾ എനിക്കൊരു ഫോൺ കോൾ വന്നു, നിന്റെ ഹസ്ബൻഡിനെ കൺസെന്റ് സൈൻ ചെയ്യാനായിട്ട് അവിടെ അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിലോട്ട് വരണമെന്ന്. ഒരു നിമിഷം ഞാനിത് കേട്ടപ്പോൾ അങ്ങ് പകച്ചുപോയി. കർത്താവേ, ഇതെന്താ ഇങ്ങനെ എന്ത് പറ്റി എന്നുള്ളത്. അപ്പൊ ഞാൻ ഓർത്ത് ഇനിയും പെട്ടെന്ന് സ്റ്റെപ്പ് ഇറങ്ങിയപ്പോൾ വല്ല കാലൊടിഞ്ഞു പോയി. ഞാൻ ഇത്രയും വേഴ്സായിട്ടൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല. ഞാൻ വേദന പിടിച്ച് ഞാൻ ഹോസ്പിറ്റലിൽ ചെന്നു. അവിടെ ചെന്നപ്പം എനിക്ക് അകത്തോട്ട് കയറാൻ പറ്റിയില്ല. അവര് എന്നെ വെളിയിൽ നിർത്തി. ഡോക്ടർ ഇറങ്ങി വന്നിട്ട് എന്നോട് പറഞ്ഞു, ഇങ്ങനെ പുള്ളിക്കാരൻ ഈ ഫ്രിയോണിന്റെ കോമ്പോസിഷൻ റോങ് ആയതുകൊണ്ട് ആ വലിയൊരു മെറ്റൽ വാൽവ് അടിച്ച് തലയിലോട്ട് കയറി അങ്ങനെ ഒരു ബ്രെയിൻ ബ്ലീഡ് ആയിട്ട് എമർജൻസി സർജറി നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞു. അവർക്ക് അന്നേരം അറിയത്തില്ലായിരുന്നു ഞാൻ പ്രഗ്നന്റ് ആണെന്ന്. പുറകോട്ട് മറിഞ്ഞു പോയപ്പം ഡോക്ടർ അടുത്ത് നിന്ന് ആളോട് ചോദിച്ചു, ഇവൾക്ക് എന്താ what happened to her എന്ന് ചോദിച്ചു. അന്നേരം പറയുന്നത് ഞാൻ പ്രഗ്നന്റ് ആണ്. പിന്നെ ഒരു വിധത്തിൽ അവരെന്നെ അവിടെ പിടിച്ചിരുത്തി. 9.5 മണിക്കൂർ കഴിഞ്ഞാൽ ഞാൻ അച്ചാച്ചനെ ആദ്യമായിട്ട് കാണുന്നത്. ഞാൻ വെന്റിലേറ്ററിലാണ് പുള്ളിക്കാരനെ കാണുന്നത്. അത് ഒരു ഗർഭിണിയായിരിക്കുന്ന ഒരു ഭാര്യയെ സംബന്ധിച്ചിടത്തോളം അതൊന്നും താങ്ങാവുന്നതിലപ്പുറം. കാരണം കേൾക്കുന്ന വാക്കുകളും ഡോക്ടേഴ്സിനൊന്നും യാതൊരു പ്രതീക്ഷയും ഇല്ലാതിരുന്ന സമയത്താണ് എന്നോട് പറഞ്ഞു, ലൈക്ക് വി ഡോണ്ട് നോ, മാക്സിമം ഞങ്ങൾ ട്രൈ ചെയ്യാം, പക്ഷേ ഞങ്ങൾക്കൊന്നും പറയാൻ പറ്റത്തില്ലെന്ന്. ആ നിമിഷം ഞാൻ എൻ്റെ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവേ, ഇസക്കിയാവ് മുഖം തിരിച്ച് യേശുപ്പച്ചനോട് പ്രാർത്ഥിച്ചതുപോലെ അച്ചാച്ചന്റെ ആയുസ് നീട്ടി കൊടുക്കുവാണെങ്കിൽ ഞാൻ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ചേക്കാം. അതുപോലെ എന്റെ ഉദരഫലത്തെ ഞാൻ കർത്താവിന് വേണ്ടി കൊടുത്തേക്കാമെന്ന് 18 വയസ്സാകുന്നതിന് മുമ്പേ ഞാൻ ഇന്ത്യക്ക് കൊണ്ടുപോയി. എനിക്ക് നാട്ടിലുള്ള ഒരു പാസ്റ്റർമാരെ ഒന്നും എനിക്ക് അറിയത്തില്ല, പക്ഷെ ഞാൻ അങ്ങനെ അവിടെ നിന്ന് ദൈവസന്നിധിയിൽ തീരുമാനമെടുത്തു. അച്ചാച്ചൻ 72 hours പുള്ളിക്കാരൻ വെന്റയിലായിരുന്നു. 2 weeks പുള്ളിക്കാരൻ കോമയിലായിരുന്നു. അതിൽ നിന്ന് കർത്താവ് 3.5 years ന്യൂറോ ട്രോമ സെന്ററിൽ പോയി ഭാഷ പോലും മറന്നു രണ്ടാമത് പഠിച്ച്
കർത്താവ് ഇന്ന് ഡ്രൈവ് ചെയ്യാനും, ജോലി 13 വർഷം പുള്ളിക്കാരൻ ജോലി ചെയ്തില്ല. പിന്നെ ഒരു ചെറിയ ജോലി കടയിൽ ചെയ്യാനും സ്വന്തമായിട്ട് ഡ്രൈവ് ചെയ്യാനും ADLs എല്ലാം ഞാൻ തന്നെ ചെയ്യേണ്ട ഒരു അവസ്ഥയായിരുന്നു ആദ്യമൊക്കെ. പക്ഷേ തന്നെ കാര്യങ്ങൾ നോക്കാനും ഇന്ന് കർത്താവിന്റെ കൃപയാല് ഈ വർഷം തനിയെ നാട്ടിൽ പോകാനായിട്ട് കർത്താവ് കൃപ കൊടുത്തു. വീൽചെയർ അസിസ്റ്റൻസിലാണ് പോയേക്കുന്നത്. പക്ഷേ എന്നാലും പോകാൻ കർത്താവ് അവസരം കൊടുത്തു. ഞാൻ ഇന്ന് വിശ്വസിക്കുന്നു എന്റെ കർത്താവ് ഹല്ലേലൂയ അനർത്ഥം വ്യസന കാരണമാകാതെ അച്ചാച്ചനെ കർത്താവ് സന്ദർശിക്കുമെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. ഞാൻ സേവിക്കുന്ന ദൈവം അച്ചാച്ചന്റെ ആയുസ്സിന് നീട്ടി കൊടുത്തുവെങ്കിൽ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി എന്നെ ഇന്ന് കർത്താവ് അവിടെയും ഇവിടെയുമായിട്ട് ഉപയോഗിക്കുന്നതിനേക്കാൾ ഉപരിയായി കർത്താവിന്റെ വിശ്വസ്ത സാക്ഷിയാകുവാൻ കർത്താവ് നിലനിർത്തുമെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. എന്റെ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ ഇന്നിപ്പം കർത്താവിന്റെ സന്നിധിയിൽ കർത്താവിന്റെ കൃപയാൽ എനിക്ക് തന്ന 3 കുഞ്ഞുങ്ങളിൽ ഇളയ മോനെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ നാട്ടിൽ കൊണ്ടുപോയി അവനെ ഡെഡിക്കേറ്റ് ചെയ്തോളാം. കർത്താവ് എത്ര വിശ്വസ്തനാണെന്ന് അറിയാമോ? ഈ കോവിഡ് കാലഘട്ടത്തിലാണ് എനിക്ക് ഏറ്റവും 3ാമത്തെ ഡിവോഴ്സ് പേപ്പർ തന്നത്. അപ്പം പുള്ളിക്കാരൻ പിള്ളേരോട് പറയും, വിശ്വാസത്തിന്റെ പ്രശ്നങ്ങൾ കൂടി വർദ്ധിച്ചത് കൊണ്ടാണ്. അപ്പൊ എന്ത് ചെയ്താ ചർച്ചിൽ പോകാനായിട്ട് വിടത്തില്ല, ദൈവമക്കളുമായിട്ടൊരു സംസർഗം, ഇതൊന്നും ഈ കമ്മ്യൂണിക്കേഷൻ ഇതൊന്നും പുള്ളിക്കാരൻ സമ്മതിക്കത്തില്ല. അങ്ങനെ ഇരിക്കുന്ന 3ാമത്തെ ഡിവോഴ്സ് പേപ്പർ എനിക്ക് തന്ന സമയത്ത് പിള്ളേരോട് അച്ചാച്ചൻ പറഞ്ഞു, മാം പറഞ്ഞാൽ കേൾക്കത്തില്ല. അതായത് ഞാൻ പുള്ളിക്കാരന്റെ വിശ്വാസത്തിൽ ഇപ്പൊ എന്നോട് ചോദിച്ചു, എന്തുകൊണ്ട് നീ കല്യാണത്തിന് മുമ്പ് എന്നോട് ഇത് പറഞ്ഞില്ല, നീ എന്തുകൊണ്ട് പറഞ്ഞില്ല? പക്ഷെ എനിക്ക് അത്രയ്ക്കുള്ള ധൈര്യമില്ലായിരുന്നു. സത്യമായിട്ടും എനിക്ക് ധൈര്യമില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറയാതിരുന്നത്. കല്യാണത്തിന് ശേഷം എന്റെ പേരൻസ് പോലും ഞാൻ സ്നാനപ്പെട്ടതാണെന്ന് അറിഞ്ഞത്. എന്റെ ഭാഗത്തും തെറ്റുണ്ട്. പക്ഷെ എനിക്ക് അത്രത്തോളം ഒരു ധൈര്യം ആ സമയത്തില്ലായിരുന്നു. ഇന്ന് എന്നോട് ചോദിക്കുവാണെങ്കിൽ ഞാൻ എന്ത് പറഞ്ഞാലും കർത്താവിന് വേണ്ടി ഞാൻ എടുത്തു ചാടും. പ്രിയ ദൈവമക്കളെ, നമ്മൾ നമ്മുടെ ഈ വിശ്വാസത്തിന്റെ ശോധനയിൽ നമ്മൾ വിശ്വാസത്തിന് വേണ്ടി നിലകൊള്ളുമ്പോഴാണ് കർത്താവ് പ്രവർത്തിക്കുന്നത്. അതേസമയം നമ്മൾ പേടിച്ചോടിയിട്ടുണ്ടെങ്കിൽ കർത്താവിന് പോലും പല സമയത്തും നമ്മളെ സഹായിക്കാൻ പറ്റാത്തൊരു അവസ്ഥ വരും. ഹല്ലേലൂയ. ഇപ്പം 3ാമത്തെ ഡിവോഴ്സ് പേപ്പർ തന്ന സമയത്ത് പുള്ളിക്കാരൻ നാട്ടിൽ പോകുവാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എന്റെ ദൈവത്തോട് ഞാൻ ദൈവസന്നിധിയിൽ ഹൃദയം പൊട്ടി ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, അച്ചാച്ചൻ ഇങ്ങനെ എന്നെ ഇത്ര പ്രാവശ്യം പറഞ്ഞ് എന്നെ പേടിപ്പിച്ചു. ഇനി ഈ പ്രാവശ്യം നാട്ടിൽ പോകുവാണെങ്കിൽ ഇനി ഇങ്ങോട്ട് എനിക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ എന്റെ ഹൃദയത്തെ ഹന്ന പകർന്നതുപോലെ ഞാൻ പകർന്ന് ദൈവത്തോട് ഞാൻ പറഞ്ഞു, എനിക്ക് 3 കുഞ്ഞുങ്ങളെ 2 പെൺകുഞ്ഞിനെയും മോനെയും വളർത്താൻ എനിക്ക് ബുദ്ധിമുട്ടാ യേശപ്പച്ച. കാരണം ഇവിടെ ആൾക്കാർ ഇട്ടേക്കത്തില്ല. നമ്മൾ തനിയെ ഒരു സിംഗിൾ പാരന്റ്, പ്രത്യേകിച്ച് മലയാളികളെ ഒന്നും വെറുതെ ഇടത്തില്ല. അങ്ങനത്തെ മനുഷ്യരാണ് ഇവിടുത്തെ. അപ്പം അങ്ങനെ ഞാൻ ദൈവത്തോട് പറഞ്ഞു, ഞാൻ യേശപ്പച്ചനോട് ഇത്രയും പറഞ്ഞു, എനിക്ക് നീ തന്ന മകനാണെങ്കിൽ എന്റെ കർത്താവ് എന്തെങ്കിലും ചെയ്തേ മതിയാകൂ എന്ന് പറഞ്ഞ് ഞാനും ദൈവത്തിന്റെ സന്നിധിയിൽ ഉപവസിക്കുവാൻ തുടങ്ങി. പ്രിയ ദൈവമക്കളെ, ഞാനും നിങ്ങളും ഭയപ്പെട്ടിരുന്ന കോവിഡ് എന്ന മഹാമാരി ആ സമയത്ത് വന്ന് ഒരാഴ്ചക്കുള്ളിൽ പോകാൻ പുള്ളി ടിക്കറ്റ് ബുക്ക് ചെയ്തു. ആ ഒരാഴ്ച കൊണ്ട് എല്ലാ എയർപോർട്ട് എല്ലായിടവും ഷട്ട് ഡൗൺ ആയി. ഹല്ലേലൂയ, സ്തോത്രം. 3 പ്രാവശ്യം പുള്ളിക്കാരൻ ടിക്കറ്റ് റീബുക്ക് ചെയ്യാൻ ശ്രമിച്ചിട്ടും പുള്ളിക്കാരൻ നാട്ടിൽ പോകാൻ സാധിച്ചില്ല. ഹല്ലേലൂയ. ഞാൻ സേവിക്കുന്ന എന്റെ സർവശക്തനായ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. ഹല്ലേലൂയ. ഇന്നും അടിയന്റെ കൂടെ തന്നെ ജീവിക്കുവാൻ 30 വർഷമായി. ഹല്ലേലൂയ. കർത്താവിന്റെ സന്നിധിയിൽ കർത്താവിന് വേണ്ടി അച്ചാച്ചൻ നിലകൊള്ളുമെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. ഒരു ശൗലിനെ പൗലോസ് ആക്കാമെങ്കിൽ എന്റെ ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല. അച്ചാച്ചനെക്കാട്ടിലും ഈ കോവിഡ് മഹാമാരി വന്നപ്പോൾ ഞാൻ ദൈവത്തിന്റെ സന്നിധിയിൽ കർത്താവിന്റെ കൃപയാൽ എനിക്ക് കർത്താവിന്റെ നീതിയുള്ള വചനം പഠിക്കാൻ ദൈവം ഒരു അവസരം തന്നു. കാരണം 26 വർഷത്തിന് മുമ്പ് കർത്താവ് പറഞ്ഞ നീ വചനം പഠിക്കുമെന്നും നീ കർത്താവിന്റെ വേലയിൽ വ്യാപൃതയാകുമെന്നുള്ള ആ വാഗ്ദത്തം കർത്താവ് നിവൃത്തീകരിച്ചു തന്നു. ഓൺലൈനിൽ ആ സമയത്തായിരുന്നു ഇങ്ങനെ ബൈബിൾ കോളേജസ് ഒക്കെ തുടങ്ങി. അങ്ങനെ നാട്ടിലൊരു ദേവദാസനെ പരിചയപ്പെട്ട് അങ്ങനെ ആ ദേവദാസനിലൂടെ എനിക്ക് കർത്താവിൻ MD എടുക്കാനായിട്ട് യേശപ്പച്ചൻ എനിക്ക് കൃപ തന്നു. എന്റെ ദൈവത്തിന് സ്തോത്രം. നാട്ടിൽ എനിക്ക് പഠിക്കാൻ കഴിവില്ല. എന്റെ കൂടെ ഉണ്ടായിരുന്ന പിള്ളേരൊക്കെ എല്ലാവരും പാസ്റ്റേഴ്സിന്റെ മക്കളൊക്കെ ആയിരുന്നു. പക്ഷെ ഞാൻ മാത്രമേ ഉള്ളൂ സെക്യുലർ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നത്. പക്ഷെ കർത്താവ് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഹല്ലേലൂയ, സ്തോത്രം, നമ്മളെ പിൻപന്മാരൊക്കെ മുമ്പന്മാരാകുമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വാഗ്ദത്തം നിവർത്തിയിരിക്കാൻ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ കർത്താവ് വിശ്വസ്തനാണ്. എന്റെ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നാട്ടിൽ എനിക്ക് പഠിക്കാനുള്ള പൈസയൊന്നും എനിക്കില്ലായിരുന്നു. ആ സമയത്താണ് നമ്മളൊക്കെ അറിയുന്ന TV പാവവിഷൻ TVയിലെ പ്രഭാഷകനായ ഷാജി പോൾ പാസ്റ്ററിനെ പരിചയപ്പെടാൻ ഇടവന്നത്. അങ്ങനെ ആ ദേവദാസൻ എനിക്ക് പൈസയൊക്കെ തന്ന് എന്നെ പഠിക്കാനും ഒക്കെ അവസരം തന്നു. നാട്ടിൽ പോകാൻ എനിക്ക് അവസരങ്ങളൊന്നും ഇല്ലായിരുന്നു. കാരണം എന്റെ എല്ലാ സർട്ടിഫിക്കറ്റ്സും
പ്രോപ്പർട്ടീസും അച്ഛൻ കോൺഫിസ്കേറ്റ് ചെയ്ത് വെച്ചേക്കുക. പക്ഷേ ശൂന്യതയിൽ നിന്ന് എന്റെ ദൈവത്തിന് എന്തെങ്കിലും സകലതും സൃഷ്ടിപ്പാൻ കഴിവുണ്ടെന്ന് നമ്മൾ തിരുവചനത്തിൽ വായിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്റെ ട്രാൻസ്ക്രിപ്റ്റ് എല്ലാം പുള്ളിക്കാരൻ എടുത്തു വെച്ചേക്കുമായിരുന്നു. അതുപോലെ തന്നെയുള്ള ഒരു ട്രാൻസ്ക്രിപ്റ്റ് എന്റെ കർത്താവ് ശൂന്യതയിൽ നിന്ന് എനിക്ക് വേണ്ടി സൃഷ്ടിച്ചു തന്ന് ബൈബിൾ കോളേജിൽ പഠിക്കാനായിട്ട് കർത്താവ് അവസരം ഒരുക്കി തന്നു. നാട്ടിൽ പോകാൻ എനിക്ക് പൈസയൊന്നും ഇല്ലായിരുന്നു. ഞാൻ യേശപ്പച്ചന്റെ സന്നിധിയിൽ പറഞ്ഞതാണല്ലോ, 18 വയസ്സാകുന്നതിന് മുമ്പേ മോനെ നാട്ടിൽ കൊണ്ടുപോയി ഞാൻ അവനെ ഡെഡിക്കേറ്റ് ചെയ്ത് കൊള്ളാമെന്ന്. ആ വാഗ്ദത്വവും കർത്താവ് നിവർത്തീകരിച്ചു തന്നു. എനിക്ക് മോനും ഒരുമിച്ച് നാട്ടിൽ പോകാനും എനിക്ക് ഗ്രാജുവേഷന് പോകാനുള്ള പൈസ ഒന്നും ഇല്ലാഞ്ഞിട്ടും എന്റെ കർത്താവ് ഒരു ദൈവമക്കളിലൂടെ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവർക്ക് വേണ്ടി പറഞ്ഞ ദൂത് സംഭവിച്ചപ്പോൾ അവര് എനിക്ക് സർപ്രൈസ് ആയിട്ട് എനിക്ക് മോനും ടിക്കറ്റ് ബുക്ക് ചെയ്ത് തന്ന്. നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യഹോവയുടെ വഴി തികവുള്ളത്. ഹല്ലേലൂയ, സ്തോത്രം. സമുദ്രത്തിൽ വഴിയും പെരുവെള്ളത്തിൽ പാതയും ഉണ്ടാക്കുവാൻ കഴിവുള്ള എന്റെ സർവശക്തനായ ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല. 3 വർഷം ഞാൻ പ്രാർത്ഥിച്ചു, യേശുപ്പച്ചാ എന്നെ നാട്ടിൽ കൊണ്ടുപോകണം. എല്ലാവരും ടിക്കറ്റ് ബുക്ക് ചെയ്യുകയും നാട്ടിലോട്ട് പോകാനുള്ള മാർഗങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് 2 ആഴ്ച കൂടെ ഉള്ളായിരുന്നു എനിക്ക് നാട്ടിൽ പോകാനായിട്ട്. പെട്ടെന്നാണ് കർത്താവ് അത്ഭുത വഴികൾ തുറന്നു തന്ന് എനിക്ക് നാട്ടിൽ പോകാൻ അവസരം ഉണ്ടാക്കി തന്ന്. മോന്റെ പാസ്പോർട്ടൊക്കെ എക്സ്പയർ ചെയ്തിരിക്കുമായിരുന്നു. അപ്പൊ അച്ചാച്ചന് ഒത്തിരി വഴക്കുണ്ടാക്കി, നിന്റെ നമ്മുടെ കുഞ്ഞിനെയും കൊണ്ട് മോനെയും കൊണ്ട് നിനക്ക് നാട്ടിൽ പോകാൻ പറ്റത്തില്ല, നീ പോകുന്നത് ഞാനൊന്ന് കാണട്ടെ എന്ന്. അപ്പൊ അന്നേരം കർത്താവ് നിയമത്തെ പോലും മാറ്റിയ 16 വയസ്സിന് ശേഷം ഒരു പേരന്റ് മാത്രം സൈൻ ചെയ്താൽ മതി എന്നുള്ള ആ ഒരു നിയമത്തെ കർത്താവ് കൊണ്ടുവന്ന്, ഹല്ലേലൂയ, എനിക്ക് വേണ്ടി എന്റെ പൈതലിന് വേണ്ടി കർത്താവ് നിയമത്തെ മാറ്റിത്തന്ന് ഒരു പേരന്റ് സൈൻ ചെയ്ത്, ഹല്ലേലൂയ, സ്തോത്രം, എനിക്ക് നാട്ടിൽ പോകാൻ. അച്ചാച്ചൻ എന്നോട് ചോദിച്ചു, നിന്റെ ദൈവത്തിന് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് അച്ചാച്ചൻ എന്നോട് വാതുവെച്ചു. അപ്പൊ ഞാൻ അച്ചാച്ചനോട് പറഞ്ഞു, എന്റെ കർത്താവ് എന്നോട് വാഗ്ദത്തം ചെയ്തിട്ടുണ്ടെങ്കിൽ, ഹല്ലേലൂയ, സ്തോത്രം, ഞങ്ങളെ എന്റെ യേശുപ്പച്ചൻ കൊണ്ടുപോകുന്നു. പ്രിയ ദൈവമക്കളെ, നമ്മുടെ കർത്താവ് ഒരു മൂവി ഡയറക്ടറാ. കർത്താവ് കൊണ്ടുപോകണമെന്ന് വിചാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരുടെയും മുമ്പിൽ കൂടെ അഭിമാനത്തോടെയാണ് നമ്മുടെ കർത്താവ്. കാരണം ആ ഗാഡ് ഇസ് എ ബിഗ് ഗാഡ് ഹു ക്യാൻ ഡു ബിഗ് മിറക്കിൾസ്. എന്റെ ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. നാട്ടിൽ പോകാനൊക്കെ നിങ്ങളുടെയൊക്കെ വിശ്വാസം വർദ്ധിപ്പിക്കാൻ ഞാൻ പറഞ്ഞു തരുക. നമ്മുടെയൊക്കെ ഭർത്താക്കന്മാർ നമ്മളോട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ മാറിയിരുന്ന് പ്രാർത്ഥിച്ചോണം കർത്താവിന്റെ സന്നിധിയിൽ. അവരങ്ങോട്ട് ജോലിക്ക് പോയി കഴിയുമ്പോഴത്തേക്കും അപ്പന്റെ സന്നിധിയിൽ അടച്ചിട്ട മുറിയിൽ ഇരുന്നുകൊണ്ട് എന്റെ അപ്പ എന്ന് വിളിക്കുമ്പോൾ ഇറങ്ങി വരുന്ന ഒരു ദൈവത്തെയാണ് ഞാനും നിങ്ങൾ സേവിക്കുന്നത്. പ്രിയ ദൈവമക്കളെ, നമ്മുടെ വിശ്വാസത്തിന്റെ ശോധനയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ, നമ്മുടെ വിശ്വാസത്തിന്റെ ചിറക് നാം വിരിക്കുന്ന സമയത്ത് കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ശക്തനായിരിക്കാൻ ഞാൻ അവനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അപ്പൊ ഈ 3ാമത്തെ ഡിവോഴ്സ് പേപ്പർ കിട്ടിയ സമയത്താണ് ഞാനൊരു ദൈവത്തിന്റെ സന്നിധി പറഞ്ഞത്, അപ്പാ, എനിക്ക് എന്റെ മക്കളല്ല വലുത്, എന്റെ പ്രിയപ്പെട്ടവനല്ല വലുത്, എന്റെ കർത്താവാണ് വലുതെന്ന്. അങ്ങനെ ഞാൻ ആ പള്ളിയിൽ നിന്ന് ഇറങ്ങി ഞാനും കുഞ്ഞുങ്ങളും ഇന്ന് കർത്താവിന്റെ കൃപയാൽ ലേക്ക് സൈഡ് അസംബ്ലീസ് ഓഫ് ഗോഡ്, പിള്ളേർ മൂത്ത മോക്ക് മാത്രമേ മലയാളം അറിയത്തുള്ളൂ, ഇളയ 2 പേർക്ക് മനസ്സിലാകത്തേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് അവർക്ക് വചനം പഠിക്കാൻ വേണ്ടി ഞാൻ ഒരു സാക്രിഫൈസ് ചെയ്ത് ഇവിടെ ഒരു ഇംഗ്ലീഷ് ചർച്ചിലാണ് പോകുന്നത്. കർത്താവിന്റെ കൃപയാൽ 7 വർഷമായിട്ട് അവിടെ പോകാൻ. ഇപ്പൊ ഈയിടെ ഞങ്ങളൊരു മലയാളം ചർച്ചിൽ ഇപ്പൊ ഒരു 2-3 മാസം, ഒരു ക്ലോസ് ടു 6 to 7 months ആയിട്ട് പോകുന്നുണ്ട്. അപ്പൊ ഞാൻ മലയാളം സർവീസിനും പോകും, പിള്ളേരും കൂടി ഉള്ളപ്പോൾ ഞാൻ ഇംഗ്ലീഷ് സർവീസിനും പോകും. അങ്ങനെ കർത്താവിനെ സേവിപ്പാൻ കർത്താവ് എനിക്ക് ഭാഗ്യം തരുന്നു. ഇങ്ങനെ നിങ്ങളുടെ മുമ്പിലൊക്കെ വചനം പറയാനൊന്നും എനിക്ക് ഒരു കഴിവുമില്ലാത്തവളാകട്ടോ. എന്നെ പോലെ നിങ്ങൾക്ക് ആർക്കെങ്കിലും വചനം പറയാനും സാക്ഷ്യം പറയാനും ഒക്കെ ധൈര്യമില്ലെന്നും പറഞ്ഞ് ഹൃദയത്തിൽ ഒരു വിങ്ങലോടെ ഇരിക്കുന്ന ദൈവമക്കൾ ഇതിനകത്തുണ്ടെന്ന് പരിശുദ്ധാത്മാവ് വിവേചിക്കുകയാണ്. എന്റെ ദൈവത്തിന് സ്തോത്രം. ഞാനൊരു ചെറിയ സാക്ഷ്യം കൂടെ പറഞ്ഞ് നമുക്ക് വചനത്തിലേക്ക് കടക്കാം. ഹല്ലേലൂയ. ഞാനൊരു ജാക്കബൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന സമയത്ത് ഇച്ചിരൊക്കെ പാടുന്ന ഒരു കോമ്പറ്റീഷന് ചേർന്നു. അപ്പൊ എനിക്കൊന്ന് തോന്നി ഒന്ന് പ്രസംഗിച്ചാൽ കൊള്ളാമെന്ന്. അപ്പൊ പ്രസംഗിക്കാൻ അറിയത്തൊന്നും ഇല്ലെങ്കിലും അച്ചാച്ചനെ കൊണ്ട് ഞാൻ പ്രസംഗമൊക്കെ എഴുതിപ്പിച്ചു. എന്നിട്ട് ഞാൻ ഈ മലയാളത്തിൽ ഈ പ്രസംഗമെല്ലാം കാണാതെ പഠിച്ചു. അവിടെ ഒരു സൗത്ത് ഡയോസിഷൻ ഒരു കോൺഫറൻസ് ആയിരുന്നു, ലേഡീസ് കോൺഫറൻസ് ആയിരുന്നു. അപ്പൊ അവിടെ ചെന്ന് നിന്ന് 100-300 പേരുണ്ടായിരുന്നു ഈ കോമ്പറ്റീഷന്, പല സ്റ്റേറ്റുകളിൽ നിന്ന് വന്ന്. അപ്പം അവിടെ ഞാൻ ഈ പ്രസംഗം എല്ലാം പഠിച്ച് അവിടെ ചെന്ന് നിന്നു. കുറച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ പ്രസംഗം അങ്ങ് മറന്നുപോയി. അപ്പം ഞാൻ തൊലിക്കെട്ടി കുറച്ച് കൂടുതലായതുകൊണ്ട് ഞാൻ എൻ്റെ കയ്യിലിരുന്ന പേപ്പർ എടുത്ത് ഞാനിത് വായിച്ചു കഴിഞ്ഞ് ഒരു കോമ്പറ്റീഷൻ എല്ലാം കഴിഞ്ഞിട്ട് പ്രൈസ് ഡിസ്ട്രിബ്യൂഷന്റെ സമയമായപ്പോഴത്തേക്കും എന്നെക്കാട്ടിലും 2-3 വയസ്സ് ഇളയ ഒരു അച്ഛൻ അവിടെ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, എന്റെ അമ്മാമ്മേ, അറിയാവുന്ന പണി ചെയ്താൽ പോരെ, എന്തിനാ ഇങ്ങനെ അറിയാത്ത പണി ചെയ്യുന്നതെന്ന് ചോദിച്ചു. അപ്പം എനിക്കത് എല്ലാ പെണ്ണുങ്ങളും ഇരുന്ന് ചിരിച്ചു. എനിക്ക് ഒത്തിരി സങ്കടമായിപ്പോയി. സങ്കടം എന്ന് പറഞ്ഞാൽ നമ്മളെ അറിയാൻ കേൾക്കല്ലാത്തവരെല്ലാം ഇരുന്ന് ചിരിക്കുന്ന കണ്ടപ്പോൾ നമ്മളൊരു പരിഹാസപാത്രമായതുപോലെ എനിക്ക് തോന്നി. അപ്പൊ ഞാൻ വീട്ടിൽ വന്നിട്ട് ഞാൻ ഒത്തിരി
കരഞ്ഞു ദൈവത്തിന്റെ സന്നിധിയിൽ. യേശപ്പച്ച, എനിക്ക് 2-3 പേരുടെ മുമ്പിലെങ്കിലും എനിക്ക് കർത്താവിനെ പ്രസംഗിക്കാനായിട്ട് എന്റെ യേശപ്പച്ചൻ എനിക്ക് ഒരു അവസരം ഉണ്ടാക്കി തരണേന്ന്. കാരണം എനിക്ക് അന്ന് അറിയത്തില്ല പരിശുദ്ധാത്മാവിന്റെ നിറവിൽ നിന്ന്. ബുദ്ധി കൊണ്ട് നമുക്ക് ശുശ്രൂഷിക്കാം, പക്ഷേ കർത്താവിന്റെ നിറവിൽ നിന്ന് പരിശുദ്ധാത്മാവിന്റെ സഹായത്തോടെ നമ്മൾ ശുശ്രൂഷയ്ക്ക് കയറി നിന്ന് കഴിഞ്ഞാൽ നമ്മൾ പോലും അറിയാത്ത തലത്തിലൂടെ ആ കർത്താവ് നമ്മളെ നടത്തുന്നത്. പ്രിയ ദൈവമക്കളെ, ഇന്ന് കടന്ന സൂമിനും ഗൂഗിൾ മീറ്റിലും ഒന്നും ഒരു കണക്കിൽ എന്റെ അപ്പൻ എന്നെ കൊണ്ട് നടക്കുന്നത്. അപ്പന്റെ കരത്തിലേക്ക് നമ്മളൊന്ന് ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് സാക്ഷ്യം പറയാനാണോ പ്രയാസം? വചനം പറയണോ എന്നുള്ള ദാഹമാണോ ഉള്ളത്? അപ്പന്റെ കരത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ അപ്പന്റെ നീതിയുള്ള വചനം പറയുന്നു, നിന്റെ വായെ വിസ്താരത്തിൽ തുറക്കാം, ഞാൻ അതിനെ നിറയ്ക്കുമെന്ന്. ഹല്ലേലൂയ. ഇന്ന് കർത്താവിന്റെ നിറവിൽ നിന്ന്, കർത്താവിന്റെ സന്നിധിയിൽ നിന്നുകൊണ്ട് ദൈവമക്കളുമായി ഹല്ലേലൂയ സ്തോത്രം ഈ തിരുവചനം പങ്കുവെക്കുമ്പോൾ എന്നെ പോലെ നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ യേശുപ്പച്ചനോട് പറയണം, അപ്പാ എനിക്ക് സാക്ഷ്യം പറയാൻ ആഗ്രഹമുണ്ട്, ആ യേശുപ്പച്ചനെ പ്രസംഗിക്കാൻ ആഗ്രഹമുണ്ട്. ഇതൊക്കെ പറയുമ്പോൾ നമ്മുടെ ആഗ്രഹങ്ങളെ സാധിപ്പിച്ചു തരുന്ന ഒരു കർത്താവിനെയാണ് ഞാനും നിങ്ങളും സേവിക്കുന്നത്. ഹല്ലേലൂയ. ഇന്ന് അപ്പന്റെ നീതിയുള്ള വചനത്തിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് ദൈവമക്കളുമായി ചെറിയൊരു ഹല്ലേലൂയ സ്തോത്രം ആലോചന പങ്കുവെക്കുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നു. ഇനി എന്തെങ്കിലും ഫേബ ആന്റി വിളിക്കുവാണെങ്കിൽ ബാക്കി സാക്ഷ്യം പറയാം കേട്ടോ. സ്തോത്രം. ഇന്ന് യേശുപ്പച്ചൻ തന്ന ഒരു നുറുങ്ങ ചിന്തയാണ് ദൈവമക്കളുമായി ഞാൻ പങ്കുവെക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നത്. അതിനായി നമ്മുടെ കണ്ണുകളെ തിരുവചനത്തിന്റെ ഏടുകളിലേക്ക് തിരിക്കാം. ഹല്ലേലൂയ. നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്ന ദൈവമക്കളാ. ഹല്ലേലൂയ. ഒരുപാട് വിഷയങ്ങൾക്ക് വേണ്ടി ഞാനും നിങ്ങളും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. ഒരുപക്ഷെ നമ്മുടെ തലമുറകൾക്ക് വേണ്ടിയായിരിക്കും, തലമുറകളുടെ വിടുതലിന് വേണ്ടിയായിരിക്കും, രക്ഷിക്കപ്പെടാത്ത നമ്മുടെ ഭർത്താവിന് വേണ്ടിയായിരിക്കും, അല്ലെ മക്കൾക്ക് വേണ്ടിയായിരിക്കും, ജോലിക്ക് വേണ്ടിയായിരിക്കും, വിസയ്ക്ക് വേണ്ടിയായിരിക്കും, അനേക വിഷയങ്ങൾക്ക് വേണ്ടി, അല്ലെങ്കിൽ അപ്പന്റെ സന്നിധിയിൽ ഇരുന്ന് ചിലത് പ്രാപിക്കാൻ വേണ്ടിയായിരിക്കും. ഇങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മുടെ പ്രാർത്ഥനയുടെ വേഗത എങ്ങനെ ഒരു ദൈവ പൈതലിന് കൂട്ടാമെന്നുള്ള ഹല്ലേലൂയ സ്തോത്രം ഒരു നുറുങ്ങ് ചിന്ത കർത്താവിന്റെ സന്നിധിയിൽ നിന്നുകൊണ്ട് നമുക്ക് തിരുവചനത്തിന്റെ ഏടുകളിലൂടെ ചിന്തിക്കാം. 2 തലത്തിലൂടെയാണ് പരിശുദ്ധാത്മാവ് ഹല്ലേലൂയ സ്തോത്രം ഈ ആലോചനയെ കൊണ്ടുപോയത്. ഒന്ന്, നമ്മൾ ഡൂസ് ആൻഡ് ഡോൺസ് എന്ന് പറയുന്നത് പോലെ പ്രാർത്ഥനയുടെ വേഗത എങ്ങനെ നമുക്ക് കൂട്ടാം, അതുപോലെ തന്നെ പ്രാർത്ഥനയുടെ വേഗതയെ കുറയ്ക്കുന്നത് എന്തെല്ലാം റീസൺസ് ആണെന്നുള്ളത് ഇന്ന് നമുക്ക് വചനത്തിന്റെ ഏടുകളിലൂടെ ചിന്തിക്കാം. എന്റെ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് ദൈവത്തിന്റെ സന്നിധിയിൽ അമർന്നിരുന്നുകൊണ്ട് എന്റെ പ്രാർത്ഥന യേശുപ്പച്ച കേൾക്കുന്നില്ലയോ, എത്ര നാളായി ഞാൻ ഒരേ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുവെന്ന് ചിന്തിക്കുന്ന ദൈവമക്കളോട് ഹല്ലേലൂയ സ്തോത്രം. ഇന്ന് പരിശുദ്ധാത്മാവ് വ്യക്തിപരമായി ഇടപെടാൻ പോകുന്ന കൃപയ്ക്കായിട്ട് എന്റെ ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. Psalm 70 verse 1 and Psalm 70 verse 5. എന്റെ ദൈവത്തിന് സ്തോത്രം. Psalm 70 verse 1 and Psalm 70 verse 5. Psalm 70 verse 1. ദൈവമേ എന്നെ വിടുവിപ്പാൻ, യഹോവേ എന്നെ സഹായിക്കുവാൻ വേഗം വരേണമേ. O God, hasten to deliver me. O Lord, hasten to my help. എന്റെ ദൈവത്തിന് സ്തോത്രം. Psalm 70 verse 5. ഞാനോ എളിയവനും ദരിദ്രനുമാകുന്നു, ദൈവമേ എന്റെ അടുക്കൽ വേഗം വരേണമേ. നീ തന്നെ എന്റെ സഹായവും എന്നെ വിടുവിക്കുന്നവനുമാകുന്നു, യഹോവേ താമസിക്കരുതേ. എന്റെ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ ഈ Psalm 70 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കൊച്ചു സങ്കീർത്തനം, 2 വാക്യങ്ങളുടെ അടിയിലാണ് പരിശുദ്ധാത്മാവ് അടിയനോട് ഇടപെട്ട 2 വാക്കുകളാണ്. ദൈവമേ എന്നെ വിടുവിപ്പാൻ വേഗം വരേണമേ, യഹോവേ എന്നെ സഹായിപ്പാൻ വേഗം വരേണമേ. എന്റെ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ നമുക്ക് കാണാം, ഈ സങ്കീർത്തനക്കാരൻ തന്റെ പ്രാർത്ഥനയ്ക്ക് വളരെ തിടുക്കം കൂട്ടുകയാണ്. എനിക്ക് ആദ്യമൊക്കെ ഇങ്ങനെ പ്രാർത്ഥിക്കാനൊന്നും അറിയാത്ത ഒരാളായിരുന്നു. അപ്പൊ ഞാൻ ഈ സങ്കീർത്തനത്തിൽ ചെറിയ ചെറിയ ദാവീദിന്റെ പ്രാർത്ഥനകൾ ഞാൻ എഴുതി വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. കാരണം എല്ലാരെ പോലെ ഇങ്ങനെ ഫ്ലുവന്റ് ആയിട്ട് പ്രാർത്ഥിക്കാനൊന്നും അറിയാത്തത് കൊണ്ട് ദാവീദ് പ്രാർത്ഥിക്കുന്ന പോലെയൊക്കെ ഞാനും എഴുതി വെക്കും. ദൈവമേ എന്നെ വിടുവിപ്പാൻ, നീ വേഗത്തിൽ പ്രവർത്തിക്കണേ, ഇങ്ങനെയൊക്കെ ഞാൻ എഴുതി വെക്കും. എന്റെ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ നമ്മൾ പല ഭാഗങ്ങളിൽ സങ്കീർത്തനത്തിലൂടെ നമ്മൾ കണ്ണോടിക്കുന്ന സമയത്ത് പല ഭാഗങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും ദാവീദ് പറയുന്നത്, ദൈവമേ വേഗത്തിൽ പ്രവർത്തിക്കണമേ, വേഗത്തിൽ വരണമേ, വേഗത്തിൽ വിടുവിക്കണമേ എന്നുള്ള വാക്കുകളൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കും. എന്റെ ദൈവത്തിന് സ്തോത്രം. പ്രിയ ദൈവമക്കളെ, ഞാനും നിങ്ങളും അപ്പനോട് ഇതുപോലെ നമുക്ക് പറയാൻ അതിനുള്ള പ്രാഗൽഭ്യമുണ്ടോ? ഹല്ലേലൂയ സ്തോത്രം. ഈ മൺപൊടിയാകുന്ന ഞാനും നിങ്ങളും അപ്പന്റെ സന്നിധിയിൽ യേശുപ്പച്ച വേഗം വരണേ, എന്റെ മക്കളുടെ കാര്യം സാധിപ്പിച്ചു തരണേ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അപ്പന്റെ സന്നിധിയിൽ ഇരുന്നുകൊണ്ട് ഇത്രയും എന്താ പറയുന്ന ഇന്റിമസിയോടുകൂടെ എനിക്കും നിങ്ങൾക്കും പ്രാർത്ഥിക്കാൻ സാധിക്കുമോ? അങ്ങനെയില്ലെങ്കിൽ ഇന്ന് തൊട്ട് നമ്മൾ അതിനുവേണ്ടി ആഗ്രഹിക്കണം. ആ ഒരു ഇന്റിമേറ്റ് റിലേഷൻഷിപ്പ്
ദൈവവുമായി നമ്മൾ യേശോപ്പച്ചനുമായി നമ്മൾ ഉടലെടുത്ത് കഴിയുമ്പോഴത്തേക്കും എന്താവശ്യം പറഞ്ഞാലും യേശോപ്പച്ചൻ അത് കേൾക്കും. ഹല്ലേലൂയ സ്തോത്രം. കാരണം അവൻ നമ്മുടെ അപ്പനാണ്. ഹല്ലേലൂയ സ്തോത്രം. ഇങ്ങനെ ധൃതി പിടിക്കുന്ന ഒരു പ്രാർത്ഥനക്കാരനെയാണ് ഈ 70-ാം സങ്കീർത്തനത്തിൽ നമ്മൾ കാണുന്നത്. എന്റെ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ ഈ പ്രാർത്ഥനയ്ക്ക് വേഗത കൂട്ടുന്നത് എപ്രകാരമാണെന്നും എന്തുകൊണ്ട് പ്രാർത്ഥനയുടെ വേഗത കുറയുന്നു എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ പ്രാർത്ഥനയുടെ വേഗത കൂട്ടുവാനുള്ള ചില ടിപ്സുകൾ ഹല്ലേലൂയ സ്തോത്രം ന്യൂ ടെസ്റ്റ്മെന്റിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കും. എന്റെ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഈ ഫിലിപ്പീൻസ് ചാപ്റ്റർ 4:6 പറയുന്നുണ്ട്, നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് സ്തോത്രത്തോടെ നമ്മൾ പ്രാർത്ഥിക്കണമെന്ന്. ഹല്ലേലൂയ. ഫിലിപ്പീൻസ് ചാപ്റ്റർ 4:6. ഒന്നിനെയും കുറിച്ച് വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടു കൂടെ ദൈവത്തോട് അറിയിക്കുക അത്രേ വേണ്ടത്. എന്റെ ദൈവത്തിന് സ്തോത്രം. ഫിലിപ്പീൻസ് ചാപ്റ്റർ 4:6. Be anxious for nothing, but in everything by prayer and supplication with thanksgiving let your requests be made known to God. എന്റെ ദൈവത്തിന് സ്തോത്രം. അപ്പൊ ഇവിടെ നമ്മൾ ഈ വചനം എടുത്ത് നോക്കുകയാണെങ്കിൽ വചനം നമ്മൾ പൊരുൾ തിരിക്കുമ്പോൾ അതിന്റെ മർമ്മത്തെ നാം മനസ്സിലാക്കുന്ന സമയത്ത് ഹല്ലേലൂയ ഇവിടെ എഴുതിയേക്കുന്നു ഈ സ്തോത്രത്തോടെ അറിയിക്കുക എന്ന്. ഹല്ലേലൂയ. അപ്പൊ ഈ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് എന്ത് ആവശ്യങ്ങൾ നമുക്കുണ്ടായാലും ഹല്ലേലൂയ, അതേ മക്കളുടെ വിഷയമോ നമ്മുടെ വിഷയമോ രക്ഷിക്കപ്പെടാത്ത വ്യക്തികളുടെ വിഷയമോ എന്തായിരുന്നാലും നമ്മൾ ആ വിഷയം അപ്പന്റെ സന്നിധിയിൽ നമ്മൾ സമർപ്പിക്കുന്ന സമയത്ത് സ്തോത്രത്തോടെ ആയിരിക്കണമെന്ന് പൗലോസ് അപ്പോസ്തലൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. പ്രിയ ദൈവമക്കളെ, ഞാനും നിങ്ങളും ഒരു വിഷയം അപ്പന്റെ കരത്തിൽ കൊടുക്കുമ്പോൾ യേശുപ്പച്ച നീ ഇതെനിക്ക് വേഗത്തിൽ സാധിപ്പിച്ചു തരണം കേട്ടോ, അല്ലെ എന്റെ കുഞ്ഞിന്റെ കാര്യം നടന്നില്ലെങ്കിൽ അപ്പുറത്തെ വീട്ടുകാരുടെ കൊച്ചിന്റെ കല്യാണം കഴിഞ്ഞു, എന്റെ കൊച്ചിന്റെ കല്യാണം ഇതുവരെ നടന്നിട്ടില്ല, ഇങ്ങനെയൊക്കെ നമ്മൾ പ്രാർത്ഥിക്കാതെ അപ്പന്റെ സന്നിധിയിൽ നമ്മളൊരു വിഷയത്തെ ദൈവകരങ്ങളിലേക്ക് കൊടുക്കുമ്പോൾ നമ്മുടെ കർത്താവ് ഇത് സാധിപ്പിച്ചു തന്നതിന് നമ്മൾ സ്തോത്രത്തോടെ വേണം ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാൻ. എന്റെ ദൈവത്തിന് സ്തോത്രം. പരിശുദ്ധാത്മാവ് വ്യക്തി ജീവിതങ്ങളെ വിവേചിക്കുകയാണ്. ചില സമയത്ത് നമ്മുടെ പ്രാർത്ഥനാ രീതികൾ നമ്മൾ മാറ്റി നോക്കുന്ന സമയത്ത് ഹല്ലേലൂയ സ്തോത്രം. ഇപ്പൊ നമ്മൾ കുറെ നാളുകളായി നമ്മൾ ഒരു സെറ്റ് പാറ്റേണിൽ പ്രാർത്ഥിക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് നമ്മൾ നമ്മുടെ ആ പ്രാർത്ഥനാ രീതികൾ പ്രാർത്ഥനാ ശൈലി ഒന്ന് മാറ്റി നോക്കുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം ഒരു വ്യത്യസ്തത നമുക്ക് അനുഭവിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. പ്രിയ ദൈവമക്കളെ, ഞാനും നിങ്ങളും ദൈവത്തിന്റെ സന്നിധിയിൽ വിഷയങ്ങൾ കർത്താവിന്റെ കരത്തിലേക്ക് കൊടുക്കുമ്പോൾ സ്തോത്രത്തോടെ വേണമെന്ന് പൗലോസ് അപ്പോസ്തലൻ നമുക്ക് പറഞ്ഞു തരികയാണ്. ഇന്നു മുതൽ നമ്മൾ അങ്ങനെയല്ല ഇത്രനാൾ പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ ഇന്ന് തൊട്ട് സ്തോത്രത്തോടെ അപ്പന്റെ സന്നിധിയിലേക്ക് നമ്മുടെ വിഷയങ്ങളെ ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. എന്റെ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അതുപോലെ കൊളോഷ്യൻസ് ചാപ്റ്റർ 4:2 പറയുന്നുണ്ട്, പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പീൻ, സ്തോത്രത്തോടെ അതിൽ ജാഗരിപ്പീൻ. എന്റെ ദൈവത്തിന് സ്തോത്രം. കൊളോഷ്യൻസ് ചാപ്റ്റർ 4:2. Devote yourselves to prayer, keeping alert in it with an attitude of thanksgiving. എന്റെ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ സ്തോത്രം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ താങ്ക്സ് ഗിവിംഗ് ആണ്. നമ്മുടെ ആവശ്യങ്ങൾ ദൈവത്തെ അറിയിക്കുക. നാം സ്തോത്രം പറയുകയല്ല, ദൈവത്തിന് സ്തോത്രം കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്റെ ദൈവത്തിന് സ്തോത്രം. അപ്പൊ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ സന്നിധിയിൽ അനേക വിഷയങ്ങൾ പ്രാർത്ഥനാ വിഷയങ്ങളുമായി നിങ്ങളുടെയൊക്കെ കയ്യിൽ ഓരോ പ്രെയർ ബുക്ക് ഉണ്ടെന്ന് എനിക്കറിയാം. ഹല്ലേലൂയ. പ്രെയർ റിക്വസ്റ്റുകൾ ഉണ്ടെന്ന് എനിക്കറിയാം. നമ്മൾ എഴുതി വെച്ച് പ്രാർത്ഥിക്കുന്ന അനേക നാളുകളായി വർഷങ്ങളായി ഒരേ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഹല്ലേലൂയ സ്തോത്രം ആ വിഷയത്തിന്റെ മണ്ഡലത്തിൽ നിന്നുകൊണ്ട് പരിശുദ്ധാത്മാവ് എന്നെയും നിങ്ങളെയും വിവേചിക്കുകയാണ്. എന്റെ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഷിംസമാന റബാനബാരികല അടികാധിപക ശന്തലെ ദൈവത്തിന്റെ സന്നിധിയിൽ സ്തോത്രത്തോടെ നമ്മുടെ വിഷയങ്ങളെ അപ്പന്റെ കരത്തിലേക്ക് ഇന്ന് പകൽക്കാലം നമുക്ക് കൊടുക്കാം. എന്റെ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. പ്രാർത്ഥനയ്ക്കുള്ള മറുപടിയുടെ വേഗത കൂട്ടുവാൻ തക്കവണ്ണം ഹല്ലേലൂയ സ്തോത്രത്തോടെ അപ്പന്റെ സന്നിധിയിൽ നമ്മുടെ വിഷയങ്ങളെ അവതരിപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് അതിന്റെ മേൽ പ്രവർത്തിപ്പാൻ ശക്തനായിരിക്കാൽ ഞാൻ അവനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അതുപോലെ റെവലേഷൻസ് ചാപ്റ്റർ 4:9-10 പറയുന്നു, എന്നേക്കും ജീവിച്ചിരിക്കുന്നവനായി സിംഹാസനത്തിൽ ഇരിക്കുന്നവന് ആ ജീവികൾ മഹത്വവും ബഹുമാനവും സ്തോത്രവും കൊടുക്കുമ്പോഴൊക്കെയും 24 മൂപ്പന്മാരും സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ മുമ്പിൽ വീണ് എന്നേക്കും ജീവിച്ചിരിക്കുന്നവനെ നമസ്കരിച്ചു. എന്റെ ദൈവത്തിന് സ്തോത്രം. റെവലേഷൻസ് ചാപ്റ്റർ 4:9-10. അപ്പൊ ഇവിടെ യോഹന്നാനെ കുറിച്ച് പറയുന്ന ചില ഭാഗമാണിത്. ഹാലേലൂയ. താൻ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്ന ഭാഗം. ഹാലേലൂയ. അവിടെ ആ പോർട്ടിക്കോയിൽ എത്തുന്ന സമയത്ത് ഈ യോഹന്നാൻ കണ്ണു തുറന്ന് നോക്കുന്ന സമയത്ത് ഇതൊക്കെ ഇങ്ങനെ എന്റെ എന്താ പറയുക ഇമാജിനേഷനാ. അവിടെ വലിയ ആരാധന നടക്കുന്നതായിട്ട് കാണുന്നു. ഹാലേലൂയ. താൻ ഇങ്ങനെ സ്തംഭിച്ച് നിൽക്കുകയാണ്. റെവലേഷൻ അത് 5-12 പറയുന്നുണ്ട്, ദൈവത്തിന് സ്തോത്രവും ആരാധനയും മഹത്വവും കൊടുക്കുമ്പോൾ സ്വർഗത്തിൽ നിന്ന് മിന്നലും നാദവും ഇടിമുഴക്കവും പുറപ്പെടുന്നുവെന്ന് തിരുവചനത്തിൽ പറയുന്നു. എന്റെ ദൈവത്തിന് സ്തോത്രം. പ്രിയ ദൈവമക്കളെ, നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ എപ്പോഴൊക്കെ നമ്മൾ സ്തോത്രം കൊടുക്കുന്നു ഹാലേലൂയ സ്തോത്രം, അപ്പോൾ ദൈവം ഇരിക്കുന്ന ആ അധികാര സ്ഥലത്ത് നിന്ന് ഇടിമുഴക്കവും നാദവും മിന്നലും പുറപ്പെടുന്നുവെന്ന്
തിരുവചനം പറയുന്നു. എന്റെ ദൈവത്തിന് സ്തോത്രം. ഇതൊക്കെ പുറപ്പെടുന്നത് എപ്പോഴും ഒരു ലക്ഷ്യബോധത്തോടു കൂടിയായി ഇത് പുറപ്പെടുന്നത്. എന്റെ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ നാം ദൈവത്തിന് ഒരു സ്തോത്രം കൊടുക്കുമ്പോൾ എപ്പോഴും അതിനൊരു ഇമ്പാക്ട് ഉണ്ടാകും. ഹല്ലേലൂയ. അപ്പൊ ദൈവം നമുക്ക് ചെയ്തു തരുന്ന ഓരോ ഉപകാരങ്ങൾ ഇന്ന് ആലോചിച്ച് നോക്കിക്കേ. നമുക്ക് ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങൾ സംഭവിക്കാത്ത കാര്യങ്ങൾ, അല്ലെങ്കിൽ നടക്കാത്ത കാര്യങ്ങൾ, പ്രാർത്ഥിച്ച വിഷയങ്ങൾക്ക് മറുപടി ലഭിക്കാത്ത കാര്യങ്ങളായിരിക്കും കൂടുതലും പറയാൻ ഉള്ളത്. നമ്മൾ ഈ പ്രയർ റിക്വസ്റ്റ് ബുക്കിലോട്ട് നോക്കുമ്പോൾ, പക്ഷെ അതൊക്കെ മടക്കി വെച്ചിട്ട് അപ്പന്റെ പാദപീഠത്തെങ്കിൽ നമ്മൾ ഇരുന്നുകൊണ്ട് ഹല്ലേലൂയ സ്തോത്രം അപ്പനോടൊന്ന് പറഞ്ഞു നോക്കിക്കേ. ഇത്ര നാൾ നമുക്ക് തലമുറകളെ തന്നതിന്, ഒരു ഭവനം തന്നതിന്, നമുക്ക് ഇല്ലാത്തതിനെ കുറിച്ച് നമ്മൾ ഭാരപ്പെടാതെ ആ ഉള്ള കാര്യങ്ങൾ കർത്താവ് തന്നത് നമ്മൾക്ക് അനേകർക്ക് ലഭിക്കാത്തൊരു ഭാഗ്യം, രക്ഷ എന്ന സന്തോഷം നമുക്ക് തന്നതിന്, അതുപോലെ ഹല്ലേലൂയ സ്നാനപ്പെടുവാൻ, നിത്യജീവന്റെ അവകാശിയാകുവാൻ, തലമുറകൾ ഇല്ലാതിരുന്ന സ്ഥാനത്ത് ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞ സ്ഥാനത്ത് തലമുറകളെ തന്ന ദൈവത്തിന് ഹല്ലേലൂയ സ്തോത്രം. നമ്മുടെ നിലനിൽപ്പിന് ഹല്ലേലൂയ, ഒരു കുടുംബജീവിതം തന്നതിന്, ഇങ്ങനെ അനേക കാര്യങ്ങൾ നമ്മളെ ഒരു സഭയിൽ ബോവസിന്റെ വയലിൽ രൂത്ത് ചെന്നതുപോലെ നമ്മളെ ഒരു സഭയിലേക്ക് ഹല്ലേലൂയ സ്തോത്രം ദൈവമേ, സഭയുടെ അതിനൊരു സഭയിലേക്ക് കയറി ചെല്ലുവാൻ, സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിപ്പാൻ, ഇങ്ങനെ ദൈവം തന്ന ഓരോ ഉപകാരങ്ങളെ കുറിച്ച് നമ്മൾ ഓർത്ത് അതിനൊന്ന് സ്തോത്രം പറഞ്ഞാൽ തന്നെ നമ്മുടെ ജീവിതത്തിൽ വലിയൊരു ഇമ്പാക്ട് ഉണ്ടാകും. എന്റെ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അപ്പം പ്രാർത്ഥനയുടെ ചടുലത വർദ്ധിപ്പിക്കണമെങ്കിൽ നമ്മൾ സ്തോത്രത്തോടെ വേണം ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മുടെ വിഷയങ്ങളെ അപ്പന്റെ കരത്തിൽ സമർപ്പിക്കാൻ. എന്റെ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ വീടില്ല, കുടുംബമില്ല, അതുപോലെ മക്കളില്ല, ഇങ്ങനെ പരിമിതികളൊക്കെ എപ്പോഴും പരാതികൾ മാത്രം പറയുന്ന ഒരു വ്യക്തിയാകാതെ അപ്പന്റെ സന്നിധിയിൽ നമുക്ക് ലഭിച്ച നന്മകളെ ഓർത്ത്, കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയ വഴികളും വിധങ്ങളും ഓർത്ത് അപ്പന്റെ സന്നിധിയിൽ നമുക്ക് സ്തോത്രം പറഞ്ഞ് പ്രാർത്ഥിക്കാം. എന്റെ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇതിനൊരു മറുവശവുമുണ്ട്. പ്രാർത്ഥനയുടെ മറുപടി എന്തുകൊണ്ട് താമസിക്കുന്നുവെന്ന്. അതായത് നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ വെച്ച വിഷയങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഒരു കാലതാമസം വരുന്നത്, കാലപ്പഴക്കം വരുന്നത്. ചില പ്രാർത്ഥനകളുടെ മറുപടി പെട്ടെന്ന് കിട്ടും, പക്ഷെ ചിലത് ചിലപ്പം ദീർഘവർഷങ്ങൾ എടുക്കാം, മാസങ്ങൾ എടുക്കാം, ദിവസങ്ങൾ എടുക്കാം. ഹല്ലേലൂയ. അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ വചനത്തിന്റെ ഏടുകളിലൂടെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തന്ന ഒരു വചനമാണ് എന്റെ ദൈവത്തിന് സ്തോത്രം. Psalm 78:41. അതിൽ ഇപ്രകാരം പറയുന്നു: അവർ പിന്നെയും പിന്നെയും ദൈവത്തെ പരീക്ഷിച്ചു, ഇസ്രായേലിന്റെ പരിശുദ്ധനെ മുഷിപ്പിച്ചു. എന്റെ ദൈവത്തിന് സ്തോത്രം. Psalm 78:41. അവർ പിന്നെയും പിന്നെയും ദൈവത്തെ പരീക്ഷിച്ചു, ഇസ്രായേലിന്റെ പരിശുദ്ധനെ മുഷിപ്പിച്ചു. ഹല്ലേലൂയ സ്തോത്രം. അപ്പം ഒരുപാട് ആവശ്യങ്ങൾ ഇവർ ദൈവത്തോട് ചോദിക്കുന്നത് നമ്മൾ ഈ വചനാദ്യം മുതൽ വായിക്കുന്ന സമയത്ത് നമുക്ക് കാണുവാൻ സാധിക്കും. പക്ഷെ ഒരു കാര്യം ഇവിടെ പറയുന്നുണ്ട്: പിന്നെയും പിന്നെയും അവർ ദൈവത്തെ പരീക്ഷിച്ചു, അവനെ മുഷിപ്പിച്ചു എന്ന്. ഇപ്പൊ പല ചോദ്യങ്ങൾ ഇവർ ചോദിക്കുന്നത് നമുക്ക് ഇതിനകത്ത് കാണും. മരുഭൂമിയിൽ വെച്ച് ഹല്ലേലൂയ നിനക്ക് മേശ ഒരുക്കാൻ കഴിയുമോ? പാറയെ പിളർന്ന് ഞങ്ങൾക്ക് ജീവജലം തരാൻ, ദാഹജലം തരാൻ കഴിയുമോ? ഹല്ലേലൂയ സ്തോത്രം. അതിന്റെ കൂടെ ഞങ്ങൾക്ക് അപ്പം കൂടെ തരാൻ പറ്റുമോ? ഇങ്ങനെ നിരവധി കാര്യങ്ങൾ ഇവർ ചോദിച്ച് ദൈവത്തെ ദുഃഖിപ്പിക്കുന്നതും പരീക്ഷിക്കുന്നതും നമുക്കിവിടെ കാണുവാൻ സാധിക്കും. എന്റെ ദൈവത്തിന് സ്തോത്രം. പ്രിയ ദൈവമക്കളെ, Psalm 78 ഇംഗ്ലീഷ് വേർഷനിൽ വായിച്ചപ്പോൾ ഇതിനകത്ത് ഈ മുഷിപ്പിച്ചു എന്നതിന് പകരം നമ്മൾ കാണുന്ന ഒരു വേർഡാണ് ലിമിറ്റ് ചെയ്തു എന്ന്. അപ്പൊ നമ്മൾ കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കാൻ, ദൈവം നമുക്ക് വേണ്ടി അനുഗ്രഹങ്ങളെ തരാൻ കർത്താവ് എപ്പോഴും, യേശുപ്പച്ചന് സന്തോഷമേ ഉള്ളൂ. പക്ഷെ നമ്മുടെ ചിലപ്പോഴുള്ള സംസാരങ്ങളും അതുപോലെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്ന, പരീക്ഷിക്കുന്ന ഹല്ലേലൂയ സ്തോത്രം, ഇതൊക്കെ ആയിരിക്കും നമ്മുടെ ജീവിതത്തിലെ അനുഗ്രഹങ്ങൾ ലഭിക്കാതിരിക്കുന്നതിനുള്ള തടസ്സങ്ങൾ. അതായത് നമ്മൾ കർത്താവ് പ്രവർത്തിക്കാൻ ശക്തനായിരിക്കുന്ന സമയത്ത് നമ്മൾ ഈ വക പ്രവൃത്തികൾ ചെയ്ത് കർത്താവിനെ ലിമിറ്റ് ചെയ്ത് നമ്മുടെ അനുഗ്രഹങ്ങളെ താമസിപ്പിക്കുകയാണ് ചെയ്യുന്നത്. എന്റെ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ ദൈവപ്രവൃത്തിയെ നമ്മൾ ലിമിറ്റ് ചെയ്യുന്നത് നമ്മുടെ ചിന്തയിൽ ഒരുപക്ഷെ നമ്മൾ ആഭിചാരം കൊണ്ടായിരിക്കും, അല്ലെ ശുദ്രപ്രയോഗം കൊണ്ടായിരിക്കും എന്നൊക്കെ നമ്മൾ പറഞ്ഞ് ഹല്ലേലൂയ സ്തോത്രം നമ്മൾ ഓരോ ഒഴിവ് കഴിവുകൾ ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ പറയാറുണ്ട്. ഇപ്പം ഞാനും അങ്ങനെയൊക്കെ ചിന്തിച്ച ഒരു സമയമുണ്ട്. പക്ഷെ നമ്മളൊന്ന് ആത്മാർത്ഥമായി ചിന്തിച്ചു നോക്കി, നമ്മൾ ചില സമയത്തൊക്കെ പലപ്പോഴും നമ്മൾ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്ന രീതിയിലുള്ള നെഗറ്റീവായിട്ടുള്ള സംസാരങ്ങൾ, തോട്ട്സ്, അതുപോലെ പ്രവൃത്തികൾ, ഇങ്ങനെ നമ്മൾ ദുഃഖിപ്പിക്കുന്ന സമയത്ത് ഇതൊക്കെയും നമ്മുടെ അനുഗ്രഹം ലഭിക്കാനായിട്ടുള്ള അതിനൊരു കാലതാമസം നേരിടുകയാണ്. ഇന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം വ്യക്തിജീവിതങ്ങളെ നോക്കി, എന്നെയും നിങ്ങളെ നോക്കി നമുക്ക് വിവേചിച്ചു തരികയാണ്. എന്റെ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നമ്മളിൽ തന്നിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ നമ്മൾ ഒരു കാരണവശാലും നമ്മൾ ദുഃഖിപ്പിക്കരുത്. അതുപോലെ നമ്മൾ ദൈവത്തെ പരീക്ഷിക്കുന്ന രീതിയിലുള്ള സംസാരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. എന്റെ ദൈവത്തിന് സ്തോത്രം. അങ്ങനെ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയുടെ വേഗതയെ അത് കുറയ്ക്കും. നമ്മുടെ അനുഗ്രഹങ്ങൾ ലഭിക്കാനായിട്ട് കാലതാമസങ്ങൾ നേരിടും. എന്റെ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ.
അപ്പം ഒന്നാമതായി പ്രാർത്ഥനയുടെ മറുപടി ലഭിക്കാനായിട്ട് കാലതാമസം വരുന്നതിന്റെ ഒന്നാമത്തെ റീസൺ നമ്മൾ കർത്താവിനെ ദുഃഖിപ്പിക്കുകയും അതുപോലെ നമ്മൾ പരീക്ഷിക്കുന്ന രീതിയിൽ സംസാരിക്കുകയും ചെയ്യുമ്പോഴാണ് ഹല്ലേലൂയ സ്തോത്രം നമ്മുടെ പ്രാർത്ഥനയുടെ മറുപടിക്ക് കാലതാമസം ഉണ്ടാകുന്നത്. ഹല്ലേലൂയ. രണ്ടാമതായി ദൈവപ്രവൃത്തി താമസിപ്പിക്കുന്നതിന്റെ മറ്റൊരു വാക്യം തിരുവചനത്തിൽ പറയുന്നത് സാംസ് 81:15 ഹാലേലുയ. അതായത് പ്രാർത്ഥനയുടെ മറുപടിയുടെ വേഗത കുറയ്ക്കുന്ന രണ്ടാമത്തെ റീസൺ. ഹാലേലുയ. സാംസ് 81:15 യഹോവയെ പകയ്ക്കുന്നവർ അവന് കീഴടങ്ങുമായിരുന്നു, എന്നാൽ ഇവരുടെ ശുഭകാലം എന്നേക്കും നിൽക്കുമായിരുന്നു. സാംസ് 81:15 യഹോവയെ പകയ്ക്കുന്നവർ അവന് കീഴടങ്ങുമായിരുന്നു, എന്നാൽ ഇവരുടെ ശുഭകാലം എന്നേക്കും നിൽക്കുമായിരുന്നു. എന്റെ ദൈവത്തിന് സ്തോത്രം. ഹാലേലുയ. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ കർത്താവിന് ഒരിക്കലും ആഗ്രഹമില്ല നമ്മൾ പ്രാർത്ഥിച്ച വിഷയത്തിന്റെ മറുപടി താമസിപ്പിക്കണമെന്ന്. ഹാലേലുയ. പക്ഷേ നമ്മളുടെ അതിനൊരു റീസൺ ഇവിടെ പറയുന്നുണ്ട്. നമ്മൾ കർത്താവിന്റെ വഴികളിൽ നടക്കാതെ ഇരുന്നിട്ടുണ്ടെങ്കിൽ, കർത്താവ് പറയുന്ന വാക്കുകൾ നമ്മൾ അനുസരിക്കാതെ ഇരിക്കുവാണെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയുടെ മറുപടിക്ക് താമസം ഉണ്ടാകും. ഹാലേലുയ. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് വ്യക്തി ജീവിതങ്ങളെ വിവേചിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്റെ ദൈവത്തിന് സ്തോത്രം. കർത്താവ് നിന്നോട് സ്നാനപ്പെടാൻ പറഞ്ഞിട്ടുണ്ടോ? ഹല്ലേലൂയ സ്തോത്രം. അതനുസരിക്കാതെ ഹാലേലൂയ അതിന് ഞാൻ പിന്നെ ആകട്ടെ എന്ന് ചിന്തിക്കുന്ന വ്യക്തി ജീവിതങ്ങളെ നോക്കി പരിശുദ്ധാത്മാവ് വിവേചിക്കുകയാണ്. എന്റെ ദൈവത്തിന് സ്തോത്രം. അപ്പൻ നിന്നോടൊന്ന് കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ, നിന്നോടൊരു കാര്യം ഹാലേലൂയ വചനത്തിലൂടെ തെളിയിച്ചു തന്നിട്ടുണ്ടെങ്കിൽ, ദേവദാസന്മാരിലൂടെ ഹാലേലൂയ നിനക്ക് തെളിയിച്ചു തന്നിട്ടുണ്ടെങ്കിൽ അതിനൊരു കാലതാമസം. ഹല്ലേലൂയ. അപ്പൻ പറയുന്നത് നമ്മൾ അനുസരിക്കാതെ ഇരുന്ന് ഹാലേലൂയ അവന്റെ വഴികളിൽ നടക്കാതെ ഇരുന്നാൽ, അവന്റെ വാക്കുകൾ കേൾക്കാതെ ഇരുന്നാൽ എന്റെയും നിങ്ങളുടെയും പ്രാർത്ഥനയുടെ ആ മറുപടിയുടെ വേഗത കുറയുമെന്ന് പരിശുദ്ധാത്മാവ് നമുക്ക് വിവേചിച്ച് തന്നിരിക്കുകയാണ്. എന്റെ ദൈവത്തിന് സ്തോത്രം. ഹാലേലൂയ. പ്രിയ ദൈവമക്കളെ, ഷിംസ മാന റാഖ ബാന ദീഖ ഷാദി റൂമ ദാരി രക്തത്താലും വചനത്താലും ജയമെടുക്കുന്നു. എന്റെ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. കർത്താവ് നമ്മളോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹാലേലൂയ നീ അത് ചെയ്യരുത്, നീ അവിടെ പോകരുത്, നീ സ്നാനപ്പെടണം, ഹല്ലേലൂയ കർത്താവിന് വേണ്ടി ജീവിക്കണം, ഇങ്ങനെ അപ്പൻ എന്തെങ്കിലും വ്യക്തമായിട്ട് എന്നോടും നിങ്ങളോടും ഇടപെട്ടിട്ടുണ്ടെങ്കിൽ, പരിശുദ്ധാത്മാവ് ഇടപെട്ടിട്ടുണ്ടെങ്കിൽ, അപ്പന്റെ വാക്കുകളെ നമ്മൾ അനുസരിക്കാതെ ഇരുന്നിട്ടുണ്ടെങ്കിൽ, നമ്മൾ പിന്നീട് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് അതിന്റെ മറുപടിക്ക് കാലതാമസം നേരിട്ടാൽ അതിന് മറ്റാരും ഉത്തരവാദിയല്ല, നമ്മൾ തന്നെയാണെന്ന് പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി വിവേചിച്ചു തരികയാണ്. എന്റെ ദൈവത്തിന് സ്തോത്രം. ഹാലേലൂയ. അപ്പൊ ഇന്ന് ശാന്തമായിട്ട് ഇന്ന് പകൽക്കാലം അടിയന്റെ രാത്രികാലം ദൈവത്തിന്റെ പാദപിടുത്തങ്ങളിൽ ഇരുന്നു കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. എന്റെ ദൈവത്തിന് സ്തോത്രം. ഹാലേലൂയ. അപ്പാ എനിക്ക് ലഭിക്കേണ്ട നന്മ, എനിക്ക് ലഭിക്കേണ്ട ഹല്ലേലൂയ സ്തോത്രം വിടുതലിന്റെ കാലതാമസം അത് ഞാൻ മുഖേനയാണെന്ന്, അപ്പൻ പറയുന്നത് അനുസരിക്കാതെ, അപ്പൻ പറയുന്ന വാക്കുകൾ കേൾക്കാതെ ഞാൻ ഇരുന്നത് കൊണ്ടാണെന്ന് നമ്മൾ തുറന്ന ഹൃദയത്തോടെ നമ്മുടെ കുറവുകൾ എന്താണെന്ന് പരിശുദ്ധാത്മാവ് നമ്മളെ ബോധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്കറിയാം വ്യക്തി ജീവിതങ്ങളെ പരിശുദ്ധാത്മാവ് ഹല്ലേലൂയ ഈ സമയത്ത് വിവേചിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് അടിയൻ ആത്മാവിൽ തിരിച്ചറിയുന്നു. എന്റെ ദൈവത്തിന് സ്തോത്രം. ഷീംസ മനഗതബക ശന്തലെ അപ്പന്റെ കരത്തിലേക്ക് തുറന്ന മനസ്സോടെ നമ്മുടെ കുറ്റങ്ങളും കുറവുകളും ഏൽപ്പിച്ചു പറഞ്ഞ് അപ്പന്റെ പാദപീഠത്തെങ്കിൽ കുറ്റങ്ങളും കുറവുകളും അപ്പാ ഇതൊക്കെ സംഭവിച്ചു പോയി, ഇതിൽ നിന്നൊക്കെയും കരകയറുവാൻ എന്നെ സഹായിക്കണമേ എന്ന് തുറന്ന ഹൃദയത്തോടെ തുറന്ന മനസ്സോടെ പരിശുദ്ധാത്മാവിന്റെ സഹായത്തോടെ യേശുപ്പച്ചന്റെ കരത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ പ്രവർത്തിപ്പാൻ അവൻ ശക്തനായിരിക്കാൻ ഞാൻ അവനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. രക്തത്താലും വചനത്താലും ജയമെടുക്കുന്നു. എന്റെ ദൈവത്തിന് സ്തോത്രം. ഹാലേലൂയ. അപ്പം കർത്താവ് എന്തെങ്കിലും നമ്മളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവന്റെ വാക്ക് അനുസരിക്കണമെന്ന് പരിശുദ്ധാത്മാവ് എന്നെയും നിങ്ങളെയും ബോധ്യപ്പെടുത്തുകയാണ്. എന്റെ ദൈവത്തിന് സ്തോത്രം. ഹാലേലൂയ. മറ്റൊരു വാക്യം പറയുന്നത് ഐസയ 28:22 ഹാലേലൂയ. ഐസയ ചാപ്റ്റർ 28:22 ബന്ധനങ്ങൾ മുറുകി പോകാതിരിക്കേണ്ടതിന് നിങ്ങൾ പരിഹാസികളായിരിക്കരുത്. സർവ്വഭൂമിയിലും വരുവാൻ നിർണയിച്ചിട്ടുള്ള ഒരു സംഹാരത്തെ കുറിച്ച് ഞാൻ സൈന്യങ്ങളുടെ യഹോവയായ കർത്താവിൽ നിന്ന് കേട്ടിരിക്കുന്നു. എന്റെ ദൈവത്തിന് സ്തോത്രം. ഐസയ ചാപ്റ്റർ 28:22 ബന്ധനങ്ങൾ മുറുകി പോകാതിരിക്കേണ്ടതിന് നിങ്ങൾ പരിഹാസികളായിരിക്കരുത്. സർവ്വഭൂമിയിലും വരുവാൻ നിർണയിച്ചിട്ടുള്ള ഒരു സംഹാരത്തെ കുറിച്ച് ഞാൻ സൈന്യങ്ങളുടെ യഹോവയായ കർത്താവിൽ നിന്ന് കേട്ടിരിക്കുന്നു. എന്റെ ദൈവത്തിന് സ്തോത്രം. ഈ വചനം പറഞ്ഞിരിക്കുന്നത് ഐസയാന്റെ ഒരു പ്രവചന ഭാഷയാണ്. ഹാലേലൂയ സ്തോത്രം. ഇത് നമ്മുടെ ഭാഷയിലേക്ക് നമ്മൾ കൊണ്ടുവരുമ്പോൾ നമ്മളുടെ ജീവിതത്തിൽ ബന്ധനമാണ്, കെട്ടാണ്, പൂട്ടാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞ് നമ്മൾ സ്വയം ആകാതിരിക്കണമെന്ന് ഹല്ലേലൂയ സ്തോത്രം ഈ പ്രവാചകനിലൂടെ പരിശുദ്ധാത്മാവ് നമുക്ക് വിവേചിച്ചു തരികയാണ്. എന്റെ ദൈവത്തിന് സ്തോത്രം. ഹാലേലൂയ. അപ്പം വചനം
വ്യക്തമായി പറയുന്നു, നമ്മൾ ഒരിക്കലും പരിശുദ്ധാത്മാവിനെ അല്ലെങ്കിൽ ദൈവത്തെ നാം പരിഹസിക്കരുതെന്ന്. എന്റെ ദൈവത്തിന് സ്തോത്രം. നമ്മൾ ദൈവത്തെ പരിഹസിച്ചാൽ ഹല്ലേലൂയ സ്തോത്രം, നമ്മളിൽ വ്യാപരിക്കുന്ന അന്ധകാര ശക്തി അല്ലെങ്കിൽ ബന്ധനം ഇതൊക്കെ മുറുകിപ്പോകുമെന്നാണ് വചനം അനുശാസിക്കുന്നത്. എന്റെ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ ഒരു കാരണവശാലും നമ്മൾ കർത്താവിന്റെ സന്നിധിയിൽ ഒരു ചില തീരുമാനങ്ങൾ എടുത്ത് ചെറുതായിരിക്കാം. അപ്പ രാവിലെ എഴുന്നേറ്റ് എന്നും അപ്പന്റെ സന്നിധിയിൽ ഞാൻ 1 മണിക്കൂർ നിനക്ക് വേണ്ടി തന്നേക്കാമെന്നോ, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി ഇത്ര സമയം നമ്മൾ പ്രാർത്ഥിച്ചേക്കാമെന്നോ, ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ തീരുമാനങ്ങൾ അപ്പന്റെ സന്നിധിയിൽ നമ്മൾ എടുത്തേച്ച് അതൊന്നും നമ്മൾ ചെയ്യാതിരിക്കുമ്പോൾ നമ്മൾ യേശുപ്പച്ചനെ പരിഹസിക്കുന്നത് പോലെയല്ലേ? അതായത് അപ്പനോടൊരു വാക്ക് നമ്മൾ പറഞ്ഞേച്ച് ഇതൊന്നും അനുസരിക്കാതെ ഇരിക്കുന്ന സമയത്ത് ഹല്ലേലൂയ സ്തോത്രം, അത് നമ്മളെന്തോ കളിയാക്കുന്നെന്ന് പറയത്തില്ലേ? നമ്മൾ പരസ്പരം നമ്മൾ കൂട്ടുകാരോട് എന്തെങ്കിലും ചെയ്ത് തരാമെന്ന് പറഞ്ഞേച്ച് നമ്മൾ ചെയ്യാതിരിക്കുമ്പോൾ അവർ നമ്മളോട് ചോദിക്കാറില്ലേ, എന്നാ നീ എന്നെ കളിയാക്കുവാണോ, നീ എന്നെ പരിഹസിക്കുകയാണോ എന്ന്? അതുപോലെ തന്നെ പരിശുദ്ധാത്മാവ് ആ വചനത്തിലൂടെ തന്നെ, ഈ വചനത്തിലൂടെ നമ്മളോട് ഇടപെടുകയാണ്. നമ്മൾ കർത്താവിന്റെ സന്നിധിയിൽ എന്തെങ്കിലും തീരുമാനിച്ചാൽ ഹല്ലേലൂയ അപ്പന് വേണ്ടി നിലകൊള്ളാമെന്ന്, അതുപോലെ അപ്പന്റെ സന്നിധിയിൽ നമ്മൾ ഇത്ര മണിക്കൂർ പ്രാർത്ഥിക്കാമെന്നോ, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്നോ, ഇടിവിൽ നിൽക്കാമെന്നോ ഒക്കെ നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾ അപ്പന്റെ സന്നിധിയിൽ നമ്മൾ അപ്പം ചില വൗവൊക്കെ നമ്മൾ എടുക്കാറുണ്ട്. അത് നമ്മൾ നിവർത്തീകരിക്കാതിരിക്കുമ്പോൾ അത് നമ്മൾ യേശുപ്പച്ചനെ പരിഹസിക്കുന്നത് പോലെയാണ്. പ്രിയ ദൈവമക്കളെ, ഈ വചനം നമ്മളെ അനുശാസിക്കുന്നു, അപ്പന്റെ സന്നിധിയിൽ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളിൽ ഹല്ലേലൂയ സ്തോത്രം ഉറച്ചു നിൽപ്പാനായിട്ട് കർത്താവ് എന്നെയും നിങ്ങളെയും പരിശുദ്ധാത്മാവ് ഹല്ലേലൂയ എന്ന കാര്യസ്ഥൻ നമ്മെ വിവേചിച്ചു തരികയാണ്. എന്റെ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അപ്പം നമ്മൾ ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ, അടിയന്റെ രാത്രികാലം നമ്മൾ ചിന്തിച്ചത് പ്രാർത്ഥനയുടെ വേഗത കൂട്ടാനായിട്ട് നാം ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം ഹല്ലേലൂയ സ്തോത്രം, നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾ സ്തോത്രത്തോടെ കൊടുക്കണമെന്ന്. ഹല്ലേലൂയ. പ്രാർത്ഥനയുടെ വേഗത കുറയ്ക്കാനുള്ള അതായത് നമ്മൾ പ്രാർത്ഥനയുടെ മറുപടിക്ക് കാലതാമസം നേരിടുന്നതിന്റെ റീസൺസ് നമ്മൾ ഇവിടെ ചിന്തിച്ചു. എന്റെ ദൈവത്തിന് സ്തോത്രം. അതൊന്ന്, നമ്മൾ കർത്താവിനെ നമ്മൾ ലിമിറ്റ് ചെയ്യരുത്. യേശുപ്പച്ചൻ വലിയവനാണ്, ഈ അഖിലാണ്ടത്തിന്റെ സൃഷ്ടാവാണ്. കർത്താവ് നമുക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കർത്താവ് എങ്ങനെ ചെയ്താൽ മതി എന്ന് പറഞ്ഞ് നമ്മൾ കർത്താവിന് ഡയറക്ഷൻസ് കൊടുക്കാതെ, അപ്പൻ ഈ അഖിലാണ്ടത്തെ സൃഷ്ടിച്ച സർവശക്തനായ ദൈവത്തിന് അറിയാം നമുക്ക് വേണ്ടി ഏത് രീതിയിൽ പ്രവർത്തിക്കണമെന്ന്. അപ്പൊ കർത്താവിനെ ലിമിറ്റ് ചെയ്യാതെ യേശുപ്പച്ചന്റെ കരത്തിലേക്ക് വിശ്വസ്തയോടെ നമ്മുടെ വിഷയങ്ങളെ ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. എന്റെ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. രണ്ടാമതായി, നമ്മുടെ പ്രാർത്ഥനയുടെ മറുപടിക്ക് വേഗത കുറയ്ക്കുന്നതിന്റെ റീസൺ, ഒരിക്കലും ദൈവത്തിന്റെ വാക്ക് അനുസരിക്കാതെ അപ്പന്റെ വഴികളിൽ നടക്കാതെ അപ്പൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കാതെ ഇരുന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയുടെ മറുപടിക്ക് കാലതാമസം നേരിടും. എന്റെ ദൈവത്തിന് സ്തോത്രം. മൂന്നാമതായി, നാം ദൈവത്തെ പരിഹസിച്ചിട്ടുണ്ടെങ്കിൽ അവന്റെ സന്നിധിയിൽ ചില തീരുമാനങ്ങൾ എടുത്ത് അതൊന്നും നടപ്പിലാക്കാതെ നമ്മൾ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിച്ചില്ല എന്ന് പറഞ്ഞ് ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ മുറുമുറുക്കുകയാണെങ്കിൽ ഹല്ലേലൂയ സ്തോത്രം, പരിശുദ്ധാത്മാവ് എന്നെയും നിങ്ങളെയും വിവേചിക്കുകയാണ്. അപ്പനെ പരിഹസിക്കാതെ അപ്പന്റെ സന്നിധിയിൽ എടുത്ത തീരുമാനങ്ങളിൽ ഉറച്ചു നിന്ന് അപ്പന് വേണ്ടി നിലകൊള്ളുമ്പോൾ യേശുപ്പച്ചൻ ഹല്ലേലൂയ നമ്മുടെ പ്രാർത്ഥനയുടെ മറുപടിക്ക് വേഗത കൂട്ടിത്തരുമെന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രികാലം നിങ്ങളുടെ പകൽക്കാലം വിവേചിച്ചു തരികയാണ്. എന്റെ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അതുപോലെ ജെയിംസ് ചാപ്റ്റർ 4:3 പറയുന്നു, നിങ്ങൾ യാചിക്കുന്നുവെങ്കിലും നിങ്ങളുടെ ഭോഗങ്ങളിൽ ചിലവിടേണ്ടതിന് വല്ലാതെ യാചിക്കൊണ്ട് ഒന്നും ലഭിക്കുന്നില്ല. എന്റെ ദൈവത്തിന് സ്തോത്രം. ജെയിംസ് ചാപ്റ്റർ 4:3, നിങ്ങൾ യാചിക്കുന്നുവെങ്കിലും നിങ്ങളുടെ ഭോഗങ്ങളിൽ ചെലവിടേണ്ടതിന് വല്ലാതെ യാചിക്കൊണ്ട് ഒന്നും ലഭിക്കുന്നില്ല. എന്റെ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇത് കർത്താവ് എനിക്ക് വിവേചിച്ചു തന്ന ഇപ്രകാരമാണ്. എന്റെ ദൈവത്തിന് സ്തോത്രം. അപ്പൻ നമുക്ക് എന്തെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ, ഇപ്പം നമ്മൾ കർത്തൃവേലയിലായിരിക്കുന്ന ഹല്ലേലൂയ സ്തോത്രം ഇരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ജോലി മേഖലകളിലോ കർത്താവ് നമുക്ക് വേണ്ടി തരുന്ന പണം ഹല്ലേലൂയ സ്തോത്രം അതെങ്ങനെ ചെലവിടുന്നുവെന്ന് കർത്താവ് എപ്പോഴും ശ്രദ്ധിക്കും. നമ്മളിങ്ങനെ ലാവിഷായി കാര്യങ്ങൾ, ഇപ്പം $1000 കർത്താവ് തരുവാണെങ്കിൽ ഇപ്പം നമ്മൾ തീരുമാനിക്കും ഇന്ന കാര്യങ്ങൾക്ക് വേണ്ടി, ദശാംശത്തിന് വേണ്ടി ഇതൊക്കെ മാറ്റി വെക്കുമെന്നൊക്കെ നമ്മൾ ചിന്തിച്ചേച്ച് നമ്മൾ ചെക്ക് കിട്ടിക്കഴിയുമ്പോഴത്തേക്കും നമുക്ക് തോന്നിയതുപോലെ നമ്മൾ പ്രവർത്തിച്ച, എന്നിട്ട് നമ്മൾ കർത്താവിനെ കുറ്റം പറഞ്ഞിട്ട് നമ്മുടെ ചെക്ക് ബൗൺസ് ആകുമ്പോൾ കർത്താവിനെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. എന്റെ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് കർത്താവ് തരുന്ന ഓരോ നന്മകളും ഷീംസ മനാദന രഭന അരികാലി ഘടകത ബഗശന്തലെ, അത് എപ്രകാരം നമ്മൾ പ്രവർത്തിക്കുന്ന അത് ചെലവിടുന്നു എന്നുള്ളത് ഹല്ലേലൂയ കർത്താവ് യേശുപ്പച്ചൻ പ്രത്യേകം ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്. ഹല്ലേലൂയ. തിരുവചനത്തിൽ പറയുന്നുണ്ട്, ഷീംസ മനഗത ബഗശന്തലെ, 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച കാര്യം. അപ്പോൾ അതില് ഒരു നുറുക്ക് നിലത്ത് വീണ സമയത്ത് ശിഷ്യന്മാരോട് യേശുപ്പച്ചൻ പറയുന്നുണ്ട് അത് പെറുക്കിയെടുക്കാനായിട്ട്. അപ്പൊ കർത്താവിന്റെ അല്ലെങ്കിൽ അതായത് ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് നാം എന്തെങ്കിലും മേടിച്ചിട്ടുണ്ടെങ്കിൽ ഹല്ലേലൂയ സ്തോത്രം യേശുപ്പച്ചൻ അത് നമ്മളെ എപ്പോഴും വിവേചിച്ചുകൊണ്ടിരിക്കും. അനാവശ്യമായി നമ്മൾ ഹല്ലേലൂയ
ഹാലലുയ സ്തോത്രം പണം ചെലവഴിക്കുകയോ, അതായത് കർത്താവ് തരുന്ന കാര്യങ്ങൾ അപ്പന്റെ ഗൈഡൻസിൽ നമ്മൾ എന്തും ചെയ്യാനായിട്ട് അതിനായിട്ട് നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കണം. എന്റെ ദൈവത്തിന് സ്തോത്രം. ഹാലലുയ. പ്രാർത്ഥനയുടെ മറുപടിക്ക് കാലതാമസം നേരിടുന്നതിന്റെ ഒരു റീസൺ ഹാലലുയ മനഗതബക ശന്തലെ ഹാലലുയ സ്തോത്രം ഇതാണെന്ന് പരിശുദ്ധാത്മാവ് വിവേചിക്കുന്നു. എന്റെ ദൈവത്തിന് സ്തോത്രം. ഹാലലുയ. ലൂക്ക് 18:7 പറയുന്നുണ്ട്, ദൈവമോ രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന തന്റെ വൃതന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവൻ ആയാലും അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കുകയില്ലയോ എന്ന്. എന്റെ ദൈവത്തിന് സ്തോത്രം. പ്രിയ ദൈവമക്കളെ, മടുത്തുപോകാതെ നമ്മൾ പ്രാർത്ഥിക്കണമെന്ന യേശുപ്പച്ചൻ നമ്മളോട് പറയുന്നത്. അപ്പം വേഗത്തിൽ ഹാലലുയ അവൻ പ്രതിക്രിയ നടത്തി. ഹാലലുയ സ്തോത്രം. അതായത് നമ്മൾ ആദ്യം പ്രാർത്ഥിച്ചിട്ട് കിട്ടിയില്ലെങ്കിലും മടുത്തു പോകാതെ ഏത് വിഷയത്തിന് വേണ്ടിയാണോ അപ്പന്റെ സന്നിധിയിൽ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്, ഒരു കോഴി ഹാലലുയ സ്തോത്രം അടയിരിക്കുന്നത് പോലെ തലങ്ങും വിലങ്ങും ഷീംസ മനാദനാരഭന അരികാലി കടകത ബഗശന്തലേ ഹാലലുയ മടുത്തു പോകാതെ നമ്മൾ ആർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു, ആർക്കു വേണ്ടി നമ്മൾ ഇടിവിൽ നിൽക്കുന്നു, തലമുറകളുടെ വിഷയമാണോ, പ്രിയപ്പെട്ടവന്റെ വിഷയമാണോ, ജോലിയുടെ വിഷയമാണോ, എന്തു തന്നെ ആയിരുന്നാലും മടുത്തു പോകാതെ ഹാലലുയ സ്തോത്രം അപ്പന്റെ സന്നിധിയിൽ നാം പ്രാർത്ഥിക്കുമ്പോൾ ഷീംസ മനഗത ബഗശന്തലേ സൂദനതര കാലി കാടികത ബഗശന്തല രക്തത്താലും വചനത്താലും ജയമെടുക്കുന്നവന്റെ ദൈവത്തിന് സ്തോത്രം. ആദ്യം പ്രാർത്ഥിച്ചിട്ട് നമുക്ക് കിട്ടിയില്ലെങ്കിലും മടുത്തു പോകാതെ അപ്പന്റെ സന്നിധിയിൽ നമ്മുടെ തലമുറകൾക്ക് വേണ്ടി, പ്രിയപ്പെട്ടവന് വേണ്ടി ആത്മീയമായി മുന്നേറുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണോ യേശുപ്പച്ചൻ നമ്മളെ ഹാലലുയ സ്തോത്രം അനേക ഇടങ്ങളിൽ അപ്പന്റെ സാക്ഷിയാക്കി നിന്നെ അയക്കുമെന്ന് അപ്പന്റെ ദൂത് നീ കേട്ട ഒരുവളാണോ ഹാലലുയ സ്തോത്രം. പ്രവർത്തിപ്പാൻ അവൻ ശക്തനായിരിക്കാൽ എന്റെ ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹാലലുയ. ഇന്ന് പകൽക്കാലം അപ്പന്റെ സന്നിധിയിൽ, അടിയന്റെ രാത്രികാലം ഇന്ന് അപ്പന്റെ സന്നിധിയിൽ നിന്നുകൊണ്ട് നമ്മൾ രണ്ട് കാര്യങ്ങൾ ചിന്തിച്ചു. ഹാലലുയ. എങ്ങനെ നമുക്ക് പ്രാർത്ഥനയുടെ വേഗത കൂട്ടാം, അതായത് പ്രാർത്ഥനയുടെ മറുപടിയുടെ വേഗത കൂട്ടാമെന്നും ഹാലലുയ സ്തോത്രം എന്തുകൊണ്ടാണ് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കുവാൻ കാലതാമസം നേരിടുന്നതെന്നും പരിശുദ്ധാത്മാവ് നമുക്ക് വിവേചിച്ചു തന്നു. എന്റെ ദൈവത്തിന് സ്തോത്രം. ഹാലലുയ. ഇപ്പൊ ദൈവത്തിന്റെ ആഗ്രഹം ഹാലലുയ സ്തോത്രം നമുക്ക് എല്ലാവർക്കും അറിയാം, വേഗത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്കൊക്കെ വേഗത്തിൽ മറുപടി തരണമെന്നാണ്. എന്നാൽ അതിൽ നേരിടുന്ന തടസ്സങ്ങൾ ഇന്ന് പരിശുദ്ധാത്മാവ് എനിക്കും നിങ്ങൾക്കും വിവേചിച്ചു തന്നു. ഇന്ന് ആത്മാർത്ഥമായി അപ്പന്റെ സന്നിധിയിൽ നമുക്കൊന്ന് ഇന്ന് പറഞ്ഞു നോക്കാം. ഹാലലുയ. അപ്പ ഞാൻ പിറുപിറുക്കുന്ന ഒരുവളാണ്, എനിക്ക് ലഭിക്കേണ്ട നന്മകൾ പോലും ലഭിക്കാതിരിക്കുന്നതിന്റെ റീസൺ ഹാലലുയ സ്തോത്രം ഞാൻ അപ്പനെ ദുഃഖിപ്പിച്ച് അപ്പൻ പറയുന്നത് അനുസരിക്കാതെ ഹാലലുയ സ്തോത്രം ഷിംസ മനാദന രപന അരികാലി ഘടകദബക ശന്തലെ സൂദരതല കാടി ഘാതിബക ശന്തല. ഇന്ന് പകൽക്കാലം അപ്പന്റെ സന്നിധിയിൽ നമുക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. വാസ്തവമായി നമ്മുടെ പ്രാർത്ഥനയ്ക്കുള്ള മറുപടിക്ക് കാലതാമസം നേരിടുന്നതിന്റെ റീസൺസ് ഓരോ വ്യക്തി ജീവിതങ്ങളോടും പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രികാലം ഇടപെട്ടു എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. ഇന്നു മുതൽ ഹാലേലൂയ ഷീംസ മനാ ധന റിഭ നിഖ രിഖ ലിഖ ഡിഗ ദബാഗ ശന്തരെ ശേഖദൂര ദീകശാദി റീമദാരി ധീരസാരി സന്തരാമ ധേരസൂര ധീരഭാര ധീരസ ശീബരാവ ലാഗടാഗ ദീകഭാഗ ശന്തരാമ ധേരസൂര ധീരധാരി ധീരസാരി സീതരാഗ ദീതക. ഹാലേലൂയ ഹാലേലൂയ ഹാലേലൂയ. അപ്പന്റെ സന്നിധിയിലേക്ക് ഇന്നൊരു തുറന്ന മനസ്സോടുകൂടെ ഇത്രനാൾ നിനക്ക് ലഭിക്കേണ്ടുന്ന നന്മകളെ പ്രാപിക്കുവാൻ സാധിക്കാത്തൊരു വ്യക്തിയാണോ നീ? ഹാലലുയ സ്തോത്രം. നമ്മുടെ കുറവുകളെ അപ്പന്റെ കരത്തിലേക്ക് നമുക്ക് ഹാലലുയ ഹൃദയം തുറന്ന് മനസ്സ് തുറന്ന് ഹല്ലേലൂയ ഇത്രനാൾ പ്രാർത്ഥിച്ചിട്ടും ലഭിക്കാത്ത വിഷയത്തിന്റെ ഹാലലുയ സ്തോത്രം എന്താണ് വിഷയം, അതിന്റെ റീസൺസ് എന്താണെന്ന് പരിശുദ്ധാത്മാവ് എനിക്കും നിങ്ങൾക്കും വിവേചിച്ചു തന്നു. പ്രിയ ദൈവമക്കളെ, ഞാനും ഒരുപാട് കുറവുള്ളവളാണ്. എന്നാൽ ഹാലലുയ ക്രിസ്തുവിൽ തികഞ്ഞവളാകുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. ഏൽപ്പിച്ചു കൊടുത്താൽ മാത്രം മതി. ഹാലലുയ നമ്മുടെ കുറവുകളെ, ചിലപ്പം നമ്മുടെ കുടുംബത്തിലെ രക്ഷ അനുഭവിക്കാനായിട്ട് ഞാൻ ഈ വിഷയത്തിലൂടെയൊക്കെ കടന്നു പോയപ്പം കർത്താവ് എന്നെ പണിയുമായിരുന്നു. കാരണം ഞാൻ അച്ചാച്ചന്റെ കുറവുകൾ മാത്രം ഒരു മൈക്രോസ്കോപ്പിൽ കൂടെ എടുത്ത് എപ്പോഴും ഇങ്ങനെ പുള്ളി എന്നാ കാണിക്കുന്നേ, അച്ചാച്ചൻ എന്നാ കുറ്റമാ ചെയ്യുന്നത്, ഇങ്ങനെ നോക്കിയിരുന്ന സമയത്ത് അത് എന്റെ മനസ്സമാധാനം കെടുകയും എന്റെ പ്രഷർ കൂടുകയും ചെയ്യുന്നത്. പക്ഷെ അതേസമയം ഞാൻ എന്റെ കുറവുകൾ ഏറ്റു പറഞ്ഞ അപ്പ എനിക്ക് എങ്ങനെ നന്നാകാൻ സാധിക്കും, അല്ലെങ്കിൽ എനിക്ക് അച്ചാച്ചനുമായിട്ട് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, വഴക്ക് കൂടാതെ ഒരു ദിവസം എങ്ങനെ ഇരിക്കാൻ പറ്റും, ഇതൊക്കെ നമ്മൾ പരിശുദ്ധാത്മാവിന്റെ കരത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ കർത്താവ് നമ്മളെ പണിയും. പ്രിയ ദൈവമക്കളെ, ഹാലലുയ സ്തോത്രം. ഒരു സ്ത്രീക്ക് കുടുംബം പണിയുവാനും കുടുംബം പൊളിക്കുവാനും സാധിക്കും. നമ്മൾ ദൈവമക്കളായി അപ്പന്റെ പാദപിടുത്തെങ്കിൽ ഇരിക്കുമ്പോൾ നമുക്ക് ചിലത് ചെയ്യാൻ പറ്റും. ഞാൻ എപ്പോഴും ഇങ്ങനെ വചനം വായിക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട്, യേശു കർത്താവിന്റെ ക്രൂശിന്റെ അടുത്ത് നിന്നത് ഒത്തിരി സ്ത്രീകളായിരുന്നു അല്ലെ, അധികം പുരുഷന്മാരെ അവിടെ കണ്ടില്ല. നമുക്ക് പലതും ചെയ്യാൻ പറ്റും. ഇന്നിപ്പോ സൂമിൽ ഇരിക്കുന്ന ഒത്തിരി സ്ത്രീകൾ പുരുഷന്മാരും ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു, ഉണ്ട്. പക്ഷേ നമുക്ക് ചിലത് ചെയ്യാൻ പറ്റും. നമ്മുടെ കുടുംബത്തെ പണിയുവാൻ, നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊരു മാതൃക ആകാനൊക്കെ നമ്മളെ കൊണ്ട് സാധിക്കും.
നമ്മൾ ഇപ്പൊ ജോലി ചെയ്യുന്നവരാ അല്ലെങ്കിൽ നമുക്ക് കൂടുതൽ സമയം നമ്മൾ കറിക്കരിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴോ അല്ലെങ്കിൽ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴോ ഒക്കെ നമുക്ക് യേശുപ്പച്ചനോട് സംസാരിക്കാം. യേശുപ്പച്ച, ഏതൊക്കെ ഏരിയാസിലാണ് ഞാൻ ലാക്ക് ചെയ്യുന്നത്? ഇന്ന് അടിയന്റെ രാത്രികാലം, നിങ്ങളുടെ പകൽക്കാലം യേശുപ്പച്ചന്റെ കരത്തിലേക്ക് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മുടെ പ്രാർത്ഥനയുടെ വേഗത കൂട്ടുവാൻ തക്കവണ്ണം ആ കുറവുകൾ എന്തൊക്കെയാണെന്ന് പരിശുദ്ധാത്മാവ് നമുക്ക് വിവേചിച്ചു തന്നു. അനുസൃതമാം വണ്ണം നമ്മൾ ഹല്ലേലൂയ സ്തോത്രം അടുത്ത മീറ്റിംഗിൽ നമ്മൾ കടന്നു വരുമ്പോൾ ഒരു സാക്ഷ്യം പറയാൻ എനിക്കും നിങ്ങൾക്കും കാണണം. അപ്പാ, എന്റെ കുറവുകളെ നീ എനിക്ക് തെളിയിച്ചു തന്നു. ഹല്ലേലൂയ സ്തോത്രം. ശാംസ മനാദന രഭന അരികാലി ഘടകഥ ശന്തലെ ഷണ്ടന് കർത്താവിന്റെ വചനം തിരുവഴുത്തുകളെ തെളിയിച്ചു കൊടുത്തതുപോലെ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലെ കുറവുകളെ തെളിയിച്ചു തരുവാൻ എന്റെ പരിശുദ്ധാത്മാവ്, എന്നിലും നിങ്ങളിലും വസിക്കുന്ന പരിശുദ്ധാത്മാവിന് കഴിയും. പ്രിയ ദൈവമക്കളെ, നമ്മുടെ കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ടവൻ നമ്മളെ നോക്കുമ്പോൾ ഹല്ലേലൂയ, നീ ഒത്തിരി മാറിപ്പോയല്ലോ എന്ന് പറയാൻ നമ്മളെ കൊണ്ടും സാധിക്കും. അതിനായിട്ട് ഇന്ന് രാത്രികാലം ഹല്ലേലൂയ, നിങ്ങളുടെ പകൽക്കാലം യേശുപ്പച്ചന്റെ കരത്തിലേക്ക് നമുക്ക് ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സിമി മാത്യു സിസ്റ്റർ, ഹല്ലേലൂയ. ഷീംസ മനാദന റബന അരികാലി ഘടകഥ ശന്തലെ പരിശുദ്ധാത്മാവ് ദാസിയെ ഇന്ന് രാത്രികാലം വിവേചിക്കുന്നു. എന്റെ ദൈവത്തിന് സ്തോത്രം. തകർന്നും നുറുങ്ങിയുമിരിക്കുന്ന ഹൃദയത്തെ യഹോവയെ നീ നിരസിക്കുകയില്ല. പലപ്പോഴും ഹല്ലേലൂയ സ്തോത്രം സഖായിയെ പോലെ നീ ഓടുന്ന മണ്ഡലങ്ങൾ ഹല്ലേലൂയ ബന്ധപ്പെട്ട് ഹല്ലേലൂയ കാട്ടത്തിമേൽ ഷീംസ മനഗതഭഗ ശന്തലെ സുതനാരകന അരിഫല അടികാതിഭഗ ശന്തല ബന്ധപ്പെട്ട് സഖായി കാട്ടത്തിയുടെ മേൽ വലിഞ്ഞു കയറി. എന്റെ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. പ്രിയദാസിയെ അപ്പനെ അറിയുവാൻ, അപ്പന്റെ പാദസേവ ചെയ്യുവാൻ ആത്മാർത്ഥമായി ദൈവസന്നിധിയിൽ ആഗ്രഹിക്കുമ്പോഴും നിന്റെ പിന്നിലുള്ള തടസ്സങ്ങൾ ഹല്ലേലൂയ ആത്മാവ് വിവേചിക്കുന്നു. എന്റെ ദൈവത്തിന് സ്തോത്രം. രക്തത്താലും വചനത്താലും ജയമെടുക്കുന്നു. അടിയനുള്ളവയും ഞാൻ യേശു കർത്താവിന്റെ തിരുരക്തത്തിൽ മറയ്ക്കുന്നു. ഷിംസ മനഗതഭഗ ശന്തലെ ദാസി കടന്നു പോകുന്ന അവസ്ഥകൾ എന്റെ അപ്പ നിന്റെ ദാസിക്ക് മാത്രമേ അറിയൂ. പലപ്പോഴും കർത്താവെ രാത്രിയുടെ യാമങ്ങളിൽ പോലും അപ്പന്റെ സന്നിധിയിൽ കരയുന്ന ദാസിയെ ഹല്ലേലൂയ ഷിംസ മനഗതഭഗ ശന്തലെ സുതനാരകന അരിഫല അടികാതിഭഗ ശന്തലെ അപ്പ ദൈവമേ സഖായി ഹല്ലേലൂയ സ്തോത്രം. ദൈവമേ പറഞ്ഞിരുന്നു കൊണ്ട് യേശുവിനെ നോക്കി ഹല്ലേലൂയ നടന്നു പോയപ്പോൾ അനേകരെ കർത്താവെ ഹല്ലേലൂയ സ്തോത്രം അനേകരുടെ അടുത്തൂടെ യേശുപ്പച്ചൻ നടന്നു പോയപ്പോഴും ഹല്ലേലൂയ സഖായി കയറിയ മരത്തിന്റെ അവിടെ ചുവട്ടിലെത്തിയപ്പോൾ യേശു ഹല്ലേലൂയ മുകളിലേക്ക് നോക്കി, സഖായിയെ നീ താഴേക്ക് ഇറങ്ങി വരിക. എന്റെ ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകൽക്കാലം പ്രിയ ദാസിയെ ഹല്ലേലൂയ ദാസിയെ പരിശുദ്ധാത്മാവ് വിവേചിക്കുന്നു. എന്റെ ദൈവത്തിന് സ്തോത്രം. നീ ബന്ധപ്പെട്ട് ഓടിയതും ഹല്ലേലൂയ സ്തോത്രം അപ്പന്റെ സന്നിധിയിൽ വീഴ്ത്തി കണ്ണുനീരും ഇതെല്ലാം കാണുന്ന എന്റെ സർവശക്തനായ ദൈവത്തിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഹല്ലേലൂയ. അവളുടെ ജീവിതത്തെ പണിയുവാൻ എന്റെ കർത്താവ് അവളുടെ ജീവിതത്തിൽ കൊടുത്തിരിക്കുന്ന മുഖാന്തരങ്ങൾക്കായി എന്റെ ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ ദാസിയെ അടിയൻ അറിയത്തില്ലെങ്കിലും എന്റെ അപ്പൻ ഹല്ലേലൂയ അവളുടെ വലത്തു ഭാഗത്തുള്ളത് കൊണ്ട് അവൾ കുലുങ്ങി പോവുകയില്ല കർത്താവെ. ബന്ധപ്പെട്ടോടിയ സഖായിയെ പോലെ അവനൊടുവിൽ യേശുവിനെ കണ്ടതുപോലെ ഷീംസ മനഗതഭഗ ശന്തലെ ഹല്ലേലൂയ സ്തോത്രം സഖായിയുടെ കുടുംബത്തിന് രക്ഷ വന്നതുപോലെ ഈ കുടുംബത്തിനും എന്റെ കർത്താവ് രക്ഷ കൽപ്പിച്ചാക്കിയിരിക്കുന്ന കൃപയ്ക്കായിട്ട് എന്റെ ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രികാലം ദൈവമേ വചന വെളിപ്പാടിൽ നിന്നുകൊണ്ട് ദാസിക്ക് വേണ്ടി ദൂത് കൈമാറി പ്രാർത്ഥിക്കുമ്പോൾ കടന്നു പോകുന്ന അവസ്ഥകൾ അടിയനറിയത്തില്ലെങ്കിലും അപ്പാ നെരിപ്പോട് പോലെ കർത്താവെ ഞെരിഞ്ഞമർന്ന കർത്താവെ മണ്ഡലങ്ങളെ ആത്മാവ് വിവേചിക്കുന്നു. പ്രിയദാസിയെ സഖായി ബന്ധപ്പെട്ട് ഓടിയതുപോലെ ദാസി ഓടിയ ഓട്ടം വൃഥാവാകുകയില്ലെന്ന് ഇന്ന് പകൽക്കാലം വെളിപ്പാടിൽ നിന്നുകൊണ്ട് ദാസിക്ക് വേണ്ടി ദൂത് കൈമാറി പ്രാർത്ഥിക്കുന്ന കർത്താവെ ഹല്ലേലൂയ. അവളുടെ ജീവിതത്തിലും ഒരു സാക്ഷി മറ്റൊരു സാക്ഷിയെ ഉളവാക്കുന്നത് പോലെ തന്റെ ജീവിതത്തിലെ ഹല്ലേലൂയ ഗതിയെ കർത്താവ് തിരിച്ചു വിട്ടുകൊണ്ട് ഷീംസ മനഗതഭഗ ശന്തലെ അവളുടെ അമരത്ത് നിന്നുകൊണ്ട് ജീവിതമാകുന്ന ദൈവമേ ഹല്ലേലൂയ പടകിന്റെ അമരത്ത് നിന്നുകൊണ്ട് അമരനാഥൻ അവളെ ദൈവമേ അരുമനാഥൻ അവളെ കരം പിടിച്ച് നടത്തുന്ന വഴികൾക്കും വിധങ്ങൾക്കുമായി എന്റെ ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ ചില പ്രാർത്ഥനാ വിഷയങ്ങൾ ആരോടും പറയാതെ അപ്പന്റെ സന്നിധിയിൽ മാത്രം ഹല്ലേലൂയ ഹന്നയെ പോലെ ഹൃദയം പകരുന്ന ദാസിയെ ഹല്ലേലൂയ നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി എന്റെ ദൈവത്തിന് സ്തോത്രം. അപ്പാ നിന്റെ ദാസി കടന്നു പോകുന്ന വിഷയങ്ങൾ അടിയൻ അറിയുന്നില്ലെങ്കിലും എന്റെ അപ്പൻ ഹല്ലേലൂയ സഖായിയെ കണ്ടതുപോലെ നിന്റെ ദാസിയെ കണ്ടിരിക്കുന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിച്ച് കർത്താവെ പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹ വിഷയമാക്കി നീ മാനിച്ചതിനായി സ്തോത്രം. ഹല്ലേലൂയ. സേബ ഡെന്നിസ് സിസ്റ്റർ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രികാലം ദാസിയെ വിവേചിക്കുന്നു. ഷിംസ മനഗതഭഗ ശന്തലെ തുറന്ന മനസ്സോടുകൂടെ ഹല്ലേലൂയ വചനം എന്റെ ആഹാരമായി തീർന്നു എന്ന് പറയത്തക്ക രീതിയിൽ ദാസിയെ ഇന്ന് ദൈവമേ രാത്രികാലം പരിശുദ്ധാത്മാവ് സന്ദർശിച്ചിരിക്കുന്ന കൃപയ്ക്കായിട്ട് എന്റെ ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. യഹോവ ഈരെ ഷീംസ മനാദന രഭനാദി കാലികടകതഭഗ ശന്തലെ നിന്റെ ജീവിതത്തിൽ ദൈവമേ കൈവിട്ടുപോയ ചില വിഷയങ്ങളെ ആത്മാവിന്ന് രാത്രികാലം ദാസിയെ വിവേചിക്കുന്നു. ഷീക്ക മനഗതഭഗ ശന്തലെ സൂദനതരകാലി കാടികതഭഗ ശന്തല സേക്കമാന റീക്കബാനി ദീക്കശാദി റൂമദാരി ധീരസാരി സന്ദര
സന്തരാമദേരസൂര ധീരബാരി ധീരസാരി ശബാരബാലി കാടിക ദിഭാഗ ശന്തരെ സരേതല ദികാദിക ദികാരക ഖലകടകതപക ശന്തര. രക്തത്താലും വചനത്താലും ജയമെടുക്കുന്നു എന്റെ ദൈവത്തിന് സ്തോത്രം. പ്രിയദാസിയെ ഹാലലുയ, നിന്റെ ബുദ്ധിക്കെത്താത്ത വൻ കാര്യങ്ങളിലും അത്ഭുത വിഷയങ്ങളിലും നീ ഇടപെടുന്നില്ല എന്റെ ദൈവത്തിന് സ്തോത്രം. പലപ്പോഴും കർത്താവെ, അവളുടെ ബുദ്ധിക്ക് ദൈവമേ അപ്രാപ്യമായ കാര്യങ്ങൾ അവളുടെ ജീവിതത്തിൽ വരുമ്പോഴും എന്റെ ദൈവത്തിന് സ്തോത്രം. അപ്പൻ നിനക്ക് നിർദാസിയെ കരുതുന്ന കൃപയ്ക്കായിട്ട് എന്റെ ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വചന വെളിപ്പാടിൽ നിന്നുകൊണ്ട് നിർദാസിക്ക് വേണ്ടി ദൂത് കൈമാറി പ്രാർത്ഥിക്കുമ്പോൾ സർവശക്തനായ ദൈവം യഹോവ ഈരെ, യഹോവ നോക്കിക്കൊള്ളും. സമസ്ത വിഷയങ്ങളും ദാസിയുടെ സമസ്ത വിഷയങ്ങളും യേശുപ്പച്ചന്റെ കരത്തിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അത്ഭുത വിഷയമാക്കി നീ മാനിച്ചതിനായി സ്തോത്രം. ശാംസമനഗതബഗ ശന്തലെ സൂദനതരഗാലി കാടിഗതബഗ ശന്തല സീക്കിമാനി ബലാടി കാതിബഗ ശന്തലെ. ആലിസ് തോമസ് സിസ്റ്റർ, പരിശുദ്ധാത്മാവ് ഹാലലുയ, ഇന്ന് രാത്രികാലം ദാസിയെ വിവേചിക്കുകയാണ് എന്റെ ദൈവത്തിന് സ്തോത്രം. ഹാഗറിനെ പോലെ കർത്താവെ, ഒന്നുമില്ലായ്മയിൽ ഹാലലുയ കരഞ്ഞ ദിനങ്ങളെ ആത്മാവ് ഇന്ന് രാത്രികാലം ദാസിയെ വിവേചിക്കുന്നു എന്റെ ദൈവത്തിന് സ്തോത്രം. ഷീംസമനഗതബഗ ശന്തലെ സൂദനതരഗാലി കാടിഗതബഗ ശന്തല സേക്കമാന റീക്കബാന ദീകഷാദി റൂമദാരി ധീരസാരി സന്തരാമദേരസൂര ധീരബാരി ധീരസാരി ശബാരബാലി കാടിക ദിഭാഗശൻ തരേസരേ ദിലാദര. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം സ്തോത്രം. കർത്താവെ ദൈവമേ, ഹാഗറിനെ പോലെ മരുഭൂമിയുടെ അവസ്ഥയിലൂടെ കടന്നുപോയ ദിനങ്ങളിലും എന്നെ കാണുന്നവനെ ഞാൻ ഇവിടെയും കണ്ടുപോയെന്ന് തോന്നത്തക്ക രീതിയിൽ ഹല്ലേലൂയ സ്തോത്രം. നിന്റെ ദാസി ഹല്ലേലൂയ ഭാഗ്യവശാൽ ബോവസിന്റെ വയലിൽ രൂത്ത് ചെന്നതുപോലെ നിന്റെ ദാസിയെ വിളിച്ച് വേർതിരിച്ച വഴികൾക്കും വിധങ്ങൾക്കുമായി എന്റെ ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. 2026 നീ ചിന്തിക്കാത്ത മേഖലകളിൽ കൂടെ ഹല്ലേലൂയ സ്തോത്രം ഇന്നത്തെ നിന്റെ പ്രാർത്ഥനാ വിഷയങ്ങൾ നാളത്തെ നിന്റെ സാക്ഷ്യമാക്കി മാനിക്കുന്ന വഴികൾക്കും വിധങ്ങൾക്കുമായി എന്റെ ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നപ്പ. കടന്നു പോകുന്ന അവസ്ഥകൾ അടിയൻ അറിയുന്നില്ലെങ്കിലും കർത്താവേ ഹല്ലേലൂയ, എന്റെ കർത്താവ് ഹല്ലേലൂയ, വചന വെളിപ്പാടിൽ നിന്റെ ദാസിക്ക് വേണ്ടി കൈമാറിയ ദൂതിനെ അടിയൻ കർത്താവെ ആ ദൂത് വെച്ച് നിന്റെ ദാസിയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹ വിഷയമാക്കി നീ മാനിച്ചതിനായി സ്തോത്രം. ശാംസമനഗതബഗ ശന്തലെ സൂദനതരഗാലി കാടിഗതബഗ ശന്തല സീബരബലബാടി കാതിബഗ ശന്തലെ. ഹാലലുയ. ഫേബ പോൾ സിസ്റ്റർ ഹാലലുയ, പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രികാലം ദാസിയെ വിവേചിക്കുന്നു എന്റെ ദൈവത്തിന് സ്തോത്രം. ഷീംസമനഗതബഗ ശന്തലെ സൂദനതരഗാലി കാടിഗതബഗ ശന്തലെ. പലപ്പോഴും കർത്താവെ ദൈവമേ മനസ്സ് പിടിച്ചാൽ നിൽക്കാത്തതുപോലെ ഹാലലുയ ശമനഖരബല ഘടകതബഗ ശന്തലെ ഇട്ടാലും നിൽക്കാത്തൊരു കുതിരയെ പോലെ പായുന്ന മണ്ഡലത്തെ ആത്മാവിന്ന് രാത്രികാലം വിവേചിക്കുന്നു എന്റെ ദൈവത്തിന് സ്തോത്രം. കർത്താവേ ഹാലലുയ, പലപ്പോഴും കർത്താവേ ഹാലലുയ, മാർത്തയെ പോലെ പലതിനെ ചൊല്ലിയും ഭാരപ്പെടുന്ന മണ്ഡലങ്ങളെ ആത്മാവിന്ന് രാത്രികാലം വിവേചിക്കുന്നു എന്റെ ദൈവത്തിന് സ്തോത്രം. പ്രിയദാസിയെ വചന വെളിപ്പാടിൽ നിന്നുകൊണ്ട് ദാസിക്ക് വേണ്ടി ദൂത് കൈമാറി പ്രാർത്ഥിക്കുമ്പോൾ സർവശക്തനായ ദൈവം ദാസിക്ക് വേണ്ടി ഇറങ്ങുന്ന കൃപയ്ക്കായിട്ട് എന്റെ ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, മാർത്തയെ പോലെ പലതിനെ ചൊല്ലിയും താൻ വിലപിക്കാതെ ഹാലലുയ സ്തോത്രം പിറുപിറുക്കാതെ ഷീംസമനഗതബഗ ശന്തലെ മറിയെ പോലെ നല്ല അംശം തിരഞ്ഞെടുത്ത് തന്റെ ജീവിതത്തിന്റെ ഗതികളെ ഹാലലുയ കരുപിടിപ്പിക്കുവാൻ പരിശുദ്ധാത്മാവിന്റെ ദാസിയുടെ ദൈവമേ കൂടെ ഇരിക്കുന്ന കൃപയ്ക്കായിട്ട് എന്റെ ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കടന്നു പോകുന്ന അവസ്ഥകൾ അടിയൻ അറിയുന്നില്ലെങ്കിലും കർത്താവെ ഹാലലുയ, ശൂന്യതകളെ നോക്കി ആത്മാവിൽ പ്രവചിക്ക ദാസിയെ ശാംസ മനാദനാരപന അരികാലി കടകതബഗ ശന്തലെ. എസക്കേൽ പ്രവാചകനെ ദൈവമേ അസ്ഥി താഴ്വരയിൽ കൊണ്ടു നിർത്തി ഹാലലുയ ഈ അസ്ഥികൾ ജീവിക്കുമോ എന്ന് ദൈവം ചോദിച്ചതുപോലെ നിന്റെ വിഷയങ്ങളിൽ ഹാലലുയ സ്തോത്രം ശത്രു നിന്നോട് ചോദിക്കുന്ന മണ്ഡലങ്ങളെ ആത്മാവിന്ന് രാത്രികാലം വിവേചിക്കുന്നു. ഷീക്ക മനഗതബഗ ശന്തലെ സൂദനതരകാലി കാടികതബഗ ശന്തല സൂക്കമാനി ബലാടി കാതിബഗ ശന്തലെ. ഇന്ന് രാത്രികാലം കർത്താവെ വചന വെളിപ്പാടിൽ നിന്നുകൊണ്ട് ദാസിക്ക് വേണ്ടി ദൂത് കൈമാറി പ്രാർത്ഥിക്കുമ്പോൾ ഉപായികളുടെ സൂത്രങ്ങളെ അബദ്ധമാക്കുന്ന സർവശക്തനായ ദൈവം നിന്റെ ദാസിക്ക് വേണ്ടി പുതു വഴികൾ തുറന്നു കൊടുക്കുന്ന കൃപയ്ക്കായിട്ട് എന്റെ ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹ വിഷയമാക്കി നീ മാനിച്ചതിനായി സ്തോത്രം. ശാംസമനഗതബഗ ശന്തലെ സൂദനതരകാലി കാടികതബഗ ശന്തല സൂസൻ ജേക്കബ് ബറോഡ ഹാലലുയ സ്തോത്രം. ആ ഡിവൈസിലിരിക്കുന്ന വ്യക്തിജീവിതത്തെ നോക്കി പരിശുദ്ധാത്മാവ് വിവേചിക്കുകയാണ് എന്റെ ദൈവത്തിന് സ്തോത്രം. ഷീംസമനാദനാരപനാരി കാലി ഘടകതബഗ ശന്തലെ സൂദരദുലകാടി കാതിബഗ ശന്തല സേക്കമാന റബാന ബാരികല അടികാതിബഗ ശന്തലെ സുദരദുലകടകതബഗ ശന്തലെ. കാനാവിലെ കല്യാണത്തിൽ വെള്ളം എപ്പോൾ വീഞ്ഞായെന്ന് ഞങ്ങൾക്കറിയത്തില്ല കർത്താവെ. ഇതുപോലെ പ്രിയദാസിയെ ദാസി നാളുകളിൽ ദൈവത്തിന്റെ സന്നിധിയിൽ ഹാലലുയ തലതല്ലി കരയുന്ന ചില മണ്ഡലങ്ങളെ ആത്മാവ് ഇന്ന് രാത്രികാലം ദാസിയെ വിവേചിക്കുന്നു. ഷീംസമനഗതബഗ ശന്തലെ സൂദനതരകാലി കാടികതബഗ ശന്തല ഷീക്കമാന
ശന്തലെ ആയിരിക്കുന്ന അവസ്ഥയെ യേശുപ്പച്ചന്റെ കരത്തിലേക്ക് നീ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം, കൽപാത്രങ്ങളിൽ വെള്ളം നിറച്ച് അത് വീഞ്ഞായതുപോലെ ഹല്ലേലൂയ നിന്റെ ജീവിതത്തിലെ ചില കർത്താവേ ഹല്ലേലൂയ ശന്തലെ ഹല്ലേലൂയ അനുഭവിക്കുവാൻ നിനക്ക് യോഗമില്ലെന്ന് ശത്രു പറഞ്ഞ മണ്ഡലത്തെ ആത്മാവ് വിവേചിക്കുന്നു. എന്റെ ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഇന്ന് പകൽക്കാലം വചന വെളിപ്പാടിൽ നിന്നുകൊണ്ട് കാനാവിലെ കല്യാണത്തിൽ വെള്ളത്തെ വീഞ്ഞാക്കി എന്റെ സർവശക്തനായ ദൈവത്തിന്റെ അദൃശ്യകരം നിന്റെ ദാസിയുടെ ജീവിതത്തിൽ വെളിപ്പെട്ടിരിക്കുന്ന കൃപയ്ക്കായിട്ട് എന്റെ ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവെ. അവളുടെ ശൂന്യതകളെ നികത്തി ഹല്ലേലൂയ സ്തോത്രം എന്റെ അപ്പൻ മാനിക്കുന്ന വഴികൾക്കും വിധങ്ങൾക്കുമായി എന്റെ ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവെ. മേത്തരമായ വീഞ്ഞ് ശന്തലെ ഹല്ലേലൂയ സ്തോത്രം. ദൈവമേ, ആ കല്യാണത്തിന് ഒരുക്കി കൊടുത്തതുപോലെ പ്രിയദാസിയെ ഹല്ലേലൂയ ഇന്ന് നീ കൈപ്പേറിയ അനുഭവത്തിലൂടെ കടന്നു പോകുന്നുവെങ്കിലും മാറയെ മധുരമാക്കാൻ കഴിവുള്ള സർവശക്തനായ ദൈവത്തിന്റെ കരത്തിലേക്ക് നിന്റെ വിഷയങ്ങളെ നീ സമർപ്പിച്ചു ദൈവമേ, ദൈവത്തിന്റെ സന്നിധിയിൽ നീ പ്രാർത്ഥിച്ചിരിക്കുമ്പോൾ ശന്തലെ ഹല്ലേലൂയ ശാക്ക മാന റേഖെ ബാനെ ദീക ഷാദി റൂമാ ദാരി ധീരാസാർ ശകദം ബലകം ദിനദം ദരകം ദുനദ രഗന രിബന രികാലി കടകഥ ശന്തലെ രക്തത്താലും വചനത്താലും ജയമെടുക്കുന്നു എന്റെ ദൈവത്തിന് സ്തോത്രം. അപ്പ നിന്റെ ദാസിയെ മാനിക്കുന്ന വഴികൾക്കും വിധങ്ങൾക്കുമായി എന്റെ ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഹല്ലേലൂയ നിന്റെ ദാസിയുടെ സമസ്ത വിഷയങ്ങളും യേശുപ്പച്ചന്റെ കരത്തിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അത്ഭുത വിഷയമാക്കി നീ മാനിച്ചതിനായി സ്തോത്രം. ഹല്ലേലൂയ രാജി സിസ്റ്റർ ഹല്ലേലൂയ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രികാലം ദാസിയെ വിവേചിച്ചുകൊണ്ടിരിക്കുകയാണ് എന്റെ ദൈവത്തിന് സ്തോത്രം. ഇനി എനിക്ക് കരയുവാൻ കണ്ണുനീരല്ല അപ്പ എന്നുപോലും അപ്പന്റെ സന്നിധിയിൽ പറഞ്ഞ ദിവസങ്ങളെ ആത്മാവ് നിന്നെ ഓർമ്മിപ്പിക്കുന്നു. ശന്തലെ ഹല്ലേലൂയ കണ്ണുനീരിനെ മറികടക്കാത്തവൻ ഹല്ലേലൂയ സ്തോത്രം, കണ്ണുനീരിനെ തുരുത്തിയിൽ സൂക്ഷിക്കുന്നവൻ ഹല്ലേലൂയ സ്തോത്രം, നിന്റെ നെടുവീർപ്പുകളെ പോലും അറിയുന്നവൻ ശന്തലെ. ഈ നാളുകളിൽ അനവധി ഹല്ലേലൂയ വിഷയത്തിലൂടെ കടന്നു പോകുമ്പോൾ ദൈവമേ ഹല്ലേലൂയ വിവിധ തരങ്ങളായ വിഷയങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും പരിശുദ്ധാത്മാവ് ദാസിയെ ഓർമ്മിപ്പിക്കുന്നു 3 വിഷയത്തിന് വേണ്ടി ഹല്ലേലൂയ കൂടെ അപ്പന്റെ സന്നിധിയിൽ ദൈവമേ ഹല്ലേലൂയ പറയുന്ന ദാസിയെ നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമരുളുവാൻ ശന്തലെ സർവശക്തനായ ദൈവം ഇന്ന് പകൽക്കാലം അവളുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്ന കൃപയ്ക്കായിട്ട് എന്റെ ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവെ. കടന്നു പോകുന്ന അവസ്ഥകൾ ആരോടും പറയാൻ പറ്റാത്ത രീതിയിലുള്ള മണ്ഡലങ്ങൾ ശന്തലെ കുടുംബത്തിൽ നിന്ന് പോലുമുള്ള തൊഴുത്ത് കുത്തുകൾ എന്റെ ദൈവത്തിന് സ്തോത്രം. എന്നാൽ അപ്പന്റെ കരത്തിലെ ഇണങ്ങിയ ഒരു പണിയായുധമായി കർത്താവെ നിന്റെ ദാസിയെ പ്രിയദാസിയെ നീ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ നിനക്ക് വേണ്ടി നീ കണ്ടിട്ടില്ലാത്ത മേഖലകളിൽ കൂടെ നീ ദൈവമേ ഹല്ലേലൂയ വഴി നടത്തുന്ന സർവശക്തനായ ദൈവത്തെ സേവിപ്പാൻ തക്കവണ്ണം നിന്റെ ദാസിക്ക് കൊടുത്തിരിക്കുന്ന കൃപയ്ക്കായിട്ട് എന്റെ ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, അനുഗ്രഹ വിഷയമാക്കി നീ മാനിച്ചതിനായി സ്തോത്രം. ഹല്ലേലൂയ മനാദനാരഭനാരി കാലി കടകഥ ശന്തലെ അന്ന കണ്ടത്തിൽ ആൻഡി ഹല്ലേലൂയ പരിശുദ്ധാത്മാവ് ദാസിയെ ഇന്ന് രാത്രികാലം വിവേചിക്കുന്നു. ശന്തലെ സൂദനധര കാലി കാടികഥ ശന്തലെ വിശ്വാസത്തിന്റെ ശോധനയിൽ ഹല്ലേലൂയ അടിപതറാതെ മുന്നേറുന്ന ദാസിയെ ശന്തലെ ഞാൻ നിന്നെ ഒരു മോതിരമാക്കുമെന്നുള്ള ഹല്ലേലൂയ സ്തോത്രം വചന വെളിപ്പാടിൽ ദാസിക്ക് വേണ്ടി ദൂത് കൈമാറി പ്രാർത്ഥിക്കുമ്പോൾ സർവശക്തനായ ദൈവം ഹല്ലേലൂയ നടത്തിയ വഴികളും വിധങ്ങളും ഓർക്കുമ്പോൾ നന്ദിയല്ലാതെ എന്തുള്ളു പറയാൻ പ്രിയദാസിയെ ഹല്ലേലൂയ സ്തോത്രം. ദൈവമേ കൂട്ടുദാസൻ ശന്തലെ സൂദനതരകാലി കാടികതപക ശന്തല വിശ്വാസത്തിന്റെ മണ്ഡലത്തിൽ ഹല്ലേലൂയ ഒരു ചോദ്യചിഹ്നമായി മുന്നിൽ നിൽക്കുമ്പോഴും ശന്തലെ അപ്പന്റെ കയ്യിലെ ഇണങ്ങിയ പണിയായുധമായി ഒരു മോതിരമാക്കി എന്റെ കർത്താവ് നിന്റെ ദാസിയെ വഴി നടത്തുന്ന വഴികൾക്കും വിധങ്ങൾക്കുമായി എന്റെ ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. രക്തത്താലും വചനത്താലും ജയമെടുക്കുന്നു. അടിയനുള്ളവയെ ഞാൻ യേശുവിന്റെ രക്തത്തിൽ മറയ്ക്കുന്നപ്പ ഹല്ലേലൂയ. നന്മ സുവിശേഷിക്കുന്നവരുടെ കാലത്ര മനോഹരം എന്റെ ദൈവത്തിന് സ്തോത്രം. അപ്പ നിന്റെ ദാസി കടന്നു പോകുന്ന അവസ്ഥകൾ ഹല്ലേലൂയ വിവിധ ട്രീറ്റ്മെന്റുകൾ ഇതൊക്കെയും എന്റെ അപ്പൻ അറിയുന്ന കൃപയ്ക്കായിട്ട് എന്റെ ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. മനാദനാരപനാരി കാലി കടകഥ ശന്തലെ ഹല്ലേലൂയ പൗലോസ് തന്റെ ശൂലം മാറുവാൻ അനേകവട്ടം പ്രാർത്ഥിച്ചു എന്റെ ദൈവത്തിന് സ്തോത്രം. എന്നാൽ അപ്പൻ അവനോട് പറഞ്ഞു എന്റെ കൃപ നിനക്ക് മതി. പ്രിയദാസിയെ ഇന്ന് വചന വെളിപ്പാടിൽ നിന്നുകൊണ്ട് ദാസിക്ക് വേണ്ടി ദൂത് കൈമാറി പ്രാർത്ഥിക്കുമ്പോൾ എന്റെ കൃപ നിനക്ക് മതി. ഹല്ലേലൂയ. അപ്പ കടന്നു പോകുന്ന അവസ്ഥകൾ വേദനകൾ ഇതൊക്കെയും എന്റെ അപ്പൻ അറിയുന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. എന്റെ കൃപ നിനക്ക് മതി. പ്രിയദാസിയെ വെളിപ്പാടിൽ നിന്നുകൊണ്ട് ഈ ദൂത് ദാസിക്ക് വേണ്ടി കൈമാറി പ്രാർത്ഥിക്കുമ്പോൾ സർവശക്തനായ ദൈവത്തിന്റെ അദൃശ്യകരം നിന്റെ ദാസിയുടെ മേൽ വീണിരിക്കുന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നപ്പ അനുഗ്രഹ വിഷയമാക്കി നീ മാനിച്ചതിനായി സ്തോത്രം. ഫേബെ ആന്റി ഹല്ലേലൂയ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രികാലം പ്രിയദാസിയെ വിവേചിക്കുന്നു എന്റെ ദൈവത്തിന് സ്തോത്രം. ചെറിയ ആട്ടിൻകൂട്ടമേ നീ ഭയപ്പെടേണ്ട.
ഷീം സമനഗത ബഗശന്തലെ അപ്പ അനേകം ദൈവമക്കളെ ചേർത്ത് പിടിക്കുവാൻ ഷീം സമനഗത ബഗശന്തലെ ഈ താലന്ത് കർത്താവെ ഹാലലുയ അനേകരിലേക്ക് പകരപ്പെടുന്ന ഒരു എണ്ണയാക്കി എന്റെ കർത്താവ് നിന്റെ ദാസിയെ ഉപയോഗിക്കുന്ന കൃപകൾക്കായി എന്റെ ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ജീവിതത്തിന്റെ കർത്താവെ ദൈവമേ പുൽമേടുകളിലൂടെ ഷാം സമനഗത ബഗശന്തലെ മക്കളിലൂടെ കർത്താവെ സഭയിലൂടെ അനുഭവിക്കുന്ന വേദനകളുടെ മധ്യത്തിലും എന്റെ അപ്പന്റെ മുഖത്തേക്ക് നോക്കുവാനുള്ള കൃപ നിന്റെ ദാസിക്ക് നീ കൊടുത്തിരിക്കുന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഹല്ലേലൂയ. ദൈവമേ ഈ സൂമിനെ കർത്താവെ സൂമിൽ കടന്നു വന്നിരിക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളെയും നിന്റെ ദാസി നെഞ്ചോട് ചേർത്ത് പ്രാർത്ഥിക്കുമ്പോൾ ദാസിയുടെ ജീവിതത്തിലും ഹല്ലേലൂയ അനുഭവിക്കേണ്ട ചില വിടുതലുകൾ ഉണ്ട് കർത്താവെ. ഇതൊക്കെയും എന്റെ അപ്പൻ ദർശിച്ചുകൊണ്ടിരിക്കുന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. അധികമായി ഈ കാലഘട്ടത്തിൽ നിന്റെ ദാസി എടുത്ത് ഉപയോഗിക്കണമേ കർത്താവെ. എവിടെയൊക്കെ കർത്താവെ ഹല്ലേലൂയ സ്തോത്രം തകർന്ന് ദൈവമേ ഞെരുങ്ങിയ അവസ്ഥകളെ ആത്മാവ് വിവേചിക്കുന്നു പ്രിയദാസിയെ. അവിടെ നിന്നൊക്കെയും കർത്താവെ പണിതെടുക്കുന്ന കൃപകൾക്കും വഴികൾക്കും വിധങ്ങൾക്കുമായി എന്റെ ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. സഭയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കൂട്ടുദാസനായി ദൈവദാസനായി സ്തോത്രം അപ്പ. ദാസനെ കർത്താവെ ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഒരുമിച്ച് കർത്താവിന് വേണ്ടി ദൈവമേ ഓടുന്ന തീപ്പന്തങ്ങളാക്കി എന്റെ കർത്താവ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന നാളുകൾക്കായി എന്റെ ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ദൈവമേ ഈ സൂമിൽ കടന്നു വന്നിരിക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളോടും എന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം ദൈവമേ അടിയന്റെ രാത്രികാലം ഇടപെട്ട കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥനയുടെ വേഗത കൂട്ടുവാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? പ്രാർത്ഥനയുടെ ദൈവമേ ഹല്ലേലൂയ മറുപടിക്ക് കാലതാമസം എന്തുകൊണ്ട് നേരിടുന്നു? ഇതൊക്കെയും ഞങ്ങൾക്ക് ഇന്ന് പരിശുദ്ധാത്മാവ് വിവേചിച്ച് തന്നതിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവെ. അപ്പാ നിന്റെ കരങ്ങളിലെ ദൈവമേ ഇണങ്ങിയ പണിയായുധങ്ങളാക്കി ഞങ്ങളെ ഓരോരുത്തരെയും ഏൽപ്പിച്ചു തരുന്നു. ഞങ്ങളുടെ കുടുംബത്തെ പണിയുവാൻ, സഭയെ പണിയുവാൻ, ചാർച്ചക്കാരെ പണിയുവാൻ ഞങ്ങളെ ഏൽപ്പിച്ചു തരുന്നപ്പാ. ഈ ദൈവമേ വചന വെളിപ്പാടിന് മുമ്പിൽ അടിയനെയും അടിയന്റെ കുടുംബത്തെയും ഏൽപ്പിക്കുന്ന കർത്താവെ. തന്നതല്ലാതെ എന്റെ ജീവിതത്തിലൊന്നുമില്ലപ്പാ. ദൈവമക്കളുമായി കർത്താവെ നീതിയുള്ള വചനത്തിന് മുമ്പിൽ നിന്നപ്പോൾ ദൂതുകൾ കർത്താവെ വെളിപ്പെട്ട് വന്നപ്പോൾ ഇതിനൊക്കെയും കർത്താവെ മുഖാന്തരമായ എന്റെ ക്രിസ്തുവിനായി എന്റെ ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അപ്പനെ സേവിപ്പാൻ പാദസേവ ചെയ്യുവാൻ തന്നിരിക്കുന്ന ഓരോ അവസരങ്ങൾക്കുമായി സ്തോത്രം ചെയ്യുന്നു. ദാനമായി തന്ന 3 കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം. പ്രിയപ്പെട്ടവനെ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്ന കർത്താവെ. ദൈവമേ ഈ സൂമിൽ നിന്ന് കടന്നു വന്ന ഹല്ലേലൂയ സ്തോത്രം ഓരോ ദൈവമക്കളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ വലിയ വലിയ വിടുതലുകൾ അനുഭവിപ്പാൻ തക്കവണ്ണം ഞങ്ങൾക്ക് തന്നിരിക്കുന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. വചനമയച്ച് വിടുവിക്കുന്നവൻ ഷീം സമനഗത ബഗശന്തലെ. രോഗികൾ സൗഖ്യമാകട്ടെ കർത്താവെ. ദൈവമേ ക്യാൻസർ രോഗം ഷാം സമനഗത ബഗശന്തലെ, ആർത്രൈറ്റിസ് സംബന്ധമായ വിഷയങ്ങൾ ഹല്ലേലൂയ സ്തോത്രം, മൈഗ്രെയിൻ പോലെയുള്ള കർത്താവെ ഹല്ലേലൂയ സ്തോത്രം, ദൈവമേ കണ്ണിൽ ഇരുട്ട് കയറുന്നത് പോലെയുള്ള മണ്ഡലങ്ങൾ ഹല്ലേലൂയ സ്തോത്രം, അദാസിക്ക് കൊടുത്തിരിക്കുന്ന സൗഖ്യത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഷീം സമനാദന രപനാരി കാലി ഘടകത ബഗശന്തലെ. കർത്താവെ ഭവനമില്ലാത്തവരുണ്ട് കർത്താവെ. ഒരു ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട് അപ്പാ. ഹല്ലേലൂയ സ്തോത്രം. തനിയെ വിശ്വാസത്തിൽ നിൽക്കുന്നവരുണ്ട് കർത്താവെ. ഞങ്ങൾ നീ വചനത്തിന് മുമ്പിൽ നിന്നപ്പോൾ കർത്താവ് ഞങ്ങൾക്ക് ഓരോ വിഷയങ്ങളും തെളിയിച്ചു തന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ഉള്ളത്തെ ഇന്ന് രാത്രികാലം നീ കത്തിച്ചു തന്നതിനായി സ്തോത്രം ചെയ്യുന്നു. അപ്പന് വേണ്ടി നിലകൊള്ളുവാൻ തക്കവണ്ണം ഞങ്ങളെ ഓരോരുത്തരെയും കുടുംബമായി വ്യക്തികളായി ഏൽപ്പിച്ച് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. തന്ന ദൈവമേ ഹല്ലേലൂയ വചന വെളിപ്പാടിനും ദൂതുകൾക്കുമായി സ്തോത്രം. ദൈവമേ ഗൂഗിൾ മീറ്റിനെ ഈ സൂമിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. സഭയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹ വിഷയമാക്കി നീ മാനിച്ചതിനായി സ്തോത്രം. സകലമാനവും മഹത്വവും നീ തന്നെ എടുത്തുകൊള്ളണമേ. സ്ഥലത്ത് ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച പൊന്നേശോപ്പച്ചന്റെ നാമത്തിൽ താഴ്മയോട് അപേക്ഷിക്കുന്നു. കൃപയോട് ഉത്തരമരുളുമാറാകണമേ. ആമേൻ. ഇങ്ങനെ ഒരു അവസരം കർത്താവിന്റെ നീതിയുള്ള വചനത്തിന്റെ മുമ്പിൽ നിൽക്കാൻ എനിക്കൊരു അവസരം ഒരുക്കി തന്നതിന് ഫേബി ആന്റിയോടും പാസ്റ്ററിനോടും അതുപോലെ ഈ സൂമിലിരിക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളോടും ഞാൻ നന്ദി അറിയിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനകളുടെ അടിയനെയും ഓർക്കണമേ എന്ന അപേക്ഷയോടെ എന്റെ വാക്കുകൾ വിരമിക്കുന്നു. മാറാനാഥ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട ഹല്ലേലൂയ സാക്ഷ്യവും ദൈവവചനവും ആത്മീയ ദൂതുകളും തന്ന് ഹല്ലേലൂയ ഇന്ന് പൽക്കാലം കർത്താവ് നമ്മെ പോഷിപ്പിച്ചതിനായി സ്തോത്രം. എല്ലാവരോടും ദൈവിക ആലോചനകളും ദൂതുകളും പറയുവാൻ സമയമില്ലാതെ ആയിരുന്നു. അല്ലെങ്കിൽ നമുക്ക് പിന്നെയും ദൈവസന്നിധിയിലായിരിക്കാൻ ഹല്ലേലൂയ കർത്താവ് വീണ്ടും സഹായിക്കട്ടെ. നമ്മളോട് കേൾപ്പിച്ച ആത്മീയ ദൂതുകൾ പ്രകാരം പ്രാർത്ഥിക്കണം, പ്രകാരം മറുപടി ലഭിക്കണം. അതിനുവേണ്ടി നാം എന്തെല്ലാം ഹല്ലേലൂയ കോഷ്യസ് ആയിട്ടിരിക്കണമെന്നുള്ള അനേക വചനങ്ങൾ കൂടെ കർത്താവിന്റെ ദാസിയിൽ കൂടെ വചനം സംസാരിച്ചല്ലോ. നല്ല സാക്ഷ്യത്തിനായിട്ട് സ്തോത്രം. കർത്താവ് ധാരാളമായിട്ട് സഹായിക്കട്ടെ. പ്രത്യേകമായ ഞങ്ങളുടെ എല്ലാവരുടെയും നന്ദി അറിയിക്കുന്നു. ഹല്ലേലൂയ വളരെ ത്യാഗ മനോഭാവത്തോടുകൂടെ രാത്രിയിൽ ഉറങ്ങാതെ ഹല്ലേലൂയ നമുക്ക് വേണ്ടി കടന്നു വന്ന ഹല്ലേലൂയ സൃഷ്ടിപ്പാൻ കർത്താവ് സഹായിച്ച കർത്താവിനുള്ള ഹൃദയംഗമായ നന്ദി ഞങ്ങൾ എല്ലാവരും ചേർന്ന് സഭയായി അറിയിക്കുന്നു, വ്യക്തിപരമായി അറിയിക്കുന്നു. കർത്താവ് ധാരാളം പിന്നെ ശക്തമായെടുത്ത് ഉപയോഗിക്കട്ടെ. അനേകർക്ക് ആശ്വാസമായി, അനുഗ്രഹമായി, ദൈവനാമ മഹത്വത്തിനായി ഹല്ലേലൂയ ദൈവരാജ്യ വ്യാപ്തിക്കായിട്ട് ഹല്ലേലൂയ തീർക്കട്ടെ. കർത്താവിന്റെ